കണ്ണൂരെ പറ്റി ഇങ്ങനെ പറയലാണ്. സി കണ്ണൂര് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ സ്നേഹമുള്ള മനുഷ്യന്മാരെ കാണുന്നത് നല്ല ഫുഡുകൾ നിങ്ങൾ കഴിക്കണം. കണ്ണൂർ ഇപ്പം നിങ്ങൾ കണ്ടാൽ മനസ്സിലായിട്ടുണ്ടാവും. ഈവൻ ഒരാൾ പോലും വിശന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻ കണ്ണൂർ കാണണം. അത് എവിടെ പോയിട്ട് നോക്കുകയാണെങ്കിൽ ഇത് വീടുകളിൽ നിങ്ങൾക്ക് കയറി ചെല്ലാൻ പറ്റും അല്ലെ. വീടുകളിൽ ചെന്നാൽ പോലും നമുക്ക് ഇഷ്ടത്തോട് അത്രയും സ്നേഹത്തോട് കൂടിയിട്ട് ഭക്ഷണങ്ങൾ പോലും വിളമ്പി തരുന്ന ആൾക്കാരാണ് കണ്ണൂരാരെന്ന് പറഞ്ഞത്. ഓക്കെ, മാത്രമല്ല ഇപ്പം പലപ്പോഴും ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ പല ആൾക്കാരും പറയുന്ന കാര്യമാണ് കണ്ണൂർ ഈസ് ഇക്വൽ ടു ബോംബ് അല്ലെ, കണ്ണൂർ ഈസ് ഇക്വൽ ടു യെസ് വടിവാൾ. അപ്പം ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പുറത്തുനിന്ന്, പക്ഷെ അങ്ങനെയൊന്നല്ല കണ്ണൂർ. ഈവൻ അപ്പൊ ഞങ്ങൾ ആദ്യം തന്നെ ഞങ്ങൾ സെലക്ട് ചെയ്തൊരു കാര്യം ശരിക്കും, അതായത് ഞങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ കണ്ണൂരാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്നുള്ള കാര്യം. ഓക്കെ, സോ അത്രയും അടിപൊളിയായിട്ടുള്ള നാടാണ് കണ്ണൂർ. അത്രയും സ്നേഹത്തോടെ അല്ലെങ്കിൽ സ്നേഹിക്കാൻ മാത്രം അറിയുന്ന മനുഷ്യന്മാരാണ് ശരിക്കും കണ്ണൂർ. പല കമ്പനികളിലും സ്നേഹം മാത്രമേ കൊടുക്കാറുള്ളൂ, സാലറികൾ കറക്റ്റ് സമയത്ത് കൊടുക്കാറില്ല. നമ്മുടെ എംപ്ലോയീസോടൊന്ന് ചോദിച്ചു നോക്കാം. അതായത് നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിൽ ഞാൻ പറഞ്ഞത്, ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്ക് സാലറി കൊടുക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു അല്ലെ. എനിക്ക് തോന്നുന്നു നമ്മൾ ഒരു ദിവസം സാലറി കൊടുക്കാനില്ലാത്തതുകൊണ്ട് ക്രെഡിറ്റ് കാർഡിൽ നിന്നും നമ്മൾ അല്ലെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ വലിച്ചിട്ട് കൊടുത്ത സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സാലറിയിൽ ആ ദിവസങ്ങളിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടെങ്കിലും ഇന്ന് ഒരു ആള് പോലും എഡ്വിൻ അക്കാഡമിനെ കുറ്റം പറയുള്ള സാലറിന്റെ കേസിൽ അവർ പറഞ്ഞ ഡേറ്റ് എന്താണോ, സാലറി ഡേറ്റ് എന്താണോ 2 ദിവസം മുന്നേ എങ്കിലും ഞങ്ങൾ കൊടുത്തിട്ടുണ്ടാവും സാലറി. ഇൻഡസ്ട്രി എക്സ്പേർട്സുകൾ വന്നിട്ട് ആ ഇൻഡസ്ട്രിയിൽ വന്നിട്ടുള്ള പുതിയ ടെക്നോളജി എന്താണ്, പുതിയ പ്രോസസ്സ് എന്താണ്, ഈ കാര്യങ്ങൾ കുട്ടികളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, കുട്ടികൾ എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് പ്രൊഫഷണൽസ് എന്ന് പറയാം. കാരണം അവർ കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ജോബ് ചെയ്യാൻ തുടങ്ങിയ ആൾക്കാരായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ ഇത്തരത്തിലുള്ള ഫ്രീ സെഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഹായ്, നമസ്കാരം മലയാളീസ്. ഇന്ന് എൻ്റെ കൂടെയുള്ളത് കണ്ണൂരിൽ നിന്നുള്ള 2 യുവ ഫൗണ്ടേഴ്സാണ്. അതായത് 3 വർഷം കൊണ്ട് 4000 പേർക്ക് ഡയറക്റ്റ് ജോലി കൊടുത്തു, 8000 കുട്ടികളെ പഠിപ്പിച്ചു കഴിഞ്ഞു. അങ്ങനെയുള്ള കണ്ണൂരിൽ നിന്നുള്ള 2 ഫൗണ്ടേഴ്സ് എഡ്വിൻ അക്കാഡമിയുടെ ഫൗണ്ടേഴ്സായ അമീനും ജംഷീറുമാണ്. നമുക്കവരെ ഈ ഷോയിലേക്ക് വെൽക്കം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം അമീൻ ആൻഡ് ജംഷീർ ടു നമസ്കാരം മലയാളീസ് ബൈ അർഷാദ് ഖാദർ. ഹായ്. താങ്ക് യു. ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? സുഖമായിട്ട് പോകുന്നു കാര്യങ്ങളൊക്കെ. ഞാൻ ഒരുപാട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസികളെ പറ്റി എനിക്കറിയാം. ഞാനപ്പോൾ അവരുടെയൊക്കെ ഇങ്ങനെ സക്സസ് സ്റ്റോറീസൊക്കെ കണ്ടെത്താൻ നടക്കുന്ന ഒരാളാണ്. അവരെങ്ങനെയാണ് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തത്, അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള പെയിൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അങ്ങനെ ഞാൻ അവസാനം വന്നെത്തിയത് കണ്ണൂരിലുള്ള എഡ്വിൻ അക്കാഡമിയിലാണ്. അത് ഞാൻ ഒരുപാട് പരസ്യങ്ങളൊന്നും കണ്ടിട്ടില്ല, ശരിക്കും പറഞ്ഞു നിങ്ങളുടെ പരസ്യങ്ങളൊന്നും ഒരുപാട് കണ്ടിട്ടില്ല. പക്ഷേ പലരും പറഞ്ഞ് അറിഞ്ഞതാണ് 8000 സ്റ്റുഡൻസിന് 3 വർഷം കൊണ്ട് പഠിപ്പിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ 4000 പേർക്ക് ഡയറക്റ്റ് ജോലി കൊടുത്തു. എന്താണ് നിങ്ങളുടെ ആ ഒരു അനുഭവം? Exactly, we are so proud and happy. ഓക്കെ, കാരണം ഈ ഒരു 3 years കൊണ്ട് 4000+ ആൾക്കാർക്ക് അവരുടെ ഒരു കരിയർ അല്ലെങ്കിൽ ഒരു ജോബിലേക്ക് എത്തിക്കാൻ പറ്റുക എന്നുള്ളത് ഡെഫിനറ്റ്ലി നമ്മളെ സംബന്ധിച്ചിടത്തോളം അതെ അതെ അത്രയും പ്രൗഡായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കറിയാം, ഒരാൾക്കൊരു ജോബ് അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മൾ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ദ 1:4 ദ മിനിമം ഒരു 4 മെമ്പേഴ്സുള്ള ഒരു ഫാമിലിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ, അങ്ങനെ നോക്കുകയാണെങ്കിൽ വി ഹാവ് അല്ലെങ്കിൽ സപ്പോർട്ടഡ് മോർ ദൻ 10,000 പീപ്പിൾ അറൗണ്ട് അസ്. അത് അത്രയും നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്രയും സന്തോഷവും പ്രൗഡായിട്ടുള്ള ഒരു കാര്യമാണ്. ആക്ച്വലി ഇതിലേക്ക് എത്താൻ സഹായിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. ജസ്റ്റ് ഒരു അമീൻ ആൻഡ് ജംഷീർ നമ്മൾ മാത്രം ചെയ്ത ഒരു കാര്യമല്ല. നമ്മളെ ഇനീഷ്യലി സഹായിച്ച ഒരുപാട് നമ്മുടെ സുഹൃത്തുക്കൾ, അതുപോലെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്, പിന്നെ എസ്പെഷ്യലി നമ്മുടെ ടീം മെമ്പേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, അവരുടെ ഒരു സപ്പോർട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന എഡ്വിൻ അക്കാഡമി ഈ രീതിയിൽ, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഇത്രയും ഒരു 10,000+ ആൾക്കാരെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും പോസിബിൾ ആവില്ല വിത്തൗട്ട് ദിയർ സപ്പോർട്ട്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ 2 പേർക്കും പറയണം, നമ്മുടെ ടീം മെമ്പേഴ്സിനോട് വലിയൊരു നന്ദിയാണ്, കടപ്പാടാണ് നമുക്ക് ഈ ഒരു നിമിഷത്തിൽ ഈ ഒരു ഷോയിലൂടെ നമുക്ക് അവരെ അറിയിക്കാറുള്ളത്. ഓക്കെ, കറക്റ്റ്. നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? കണ്ണൂരാണ്? 2 പേരും കണ്ണൂരാണ്? 2 പേരും കണ്ണൂരാണ്.
കണ്ണൂർ സിറ്റി എന്നാണ് എൻ്റെ സ്ഥലം, ഓക്കെ പഴയങ്ങാടിയാണ്. അപ്പൊ നമ്മൾ പരിചയപ്പെട്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് കമ്പനിയിൽ ഒന്നിച്ചാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ അപ്പൊ അങ്ങനെ നമ്മൾ കണ്ണൂർ ആദ്യം ഒന്നിച്ച് വർക്ക് ചെയ്തു, പിന്നീട് നമ്മൾക്ക് പ്രൊമോഷൻ കിട്ടി, നമ്മൾ ഹൈദരാബാദിലേക്ക് പോവുകയുണ്ടായിരുന്നു. ഓക്കെ അപ്പൊ നമ്മൾ ഒന്നിച്ചുള്ള യാത്രയിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഈ ഒരു ആശയത്തിലേക്ക് ഞങ്ങൾ വരാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ആ പെർട്ടിക്കുലർ കമ്പനിയിൽ വർക്ക് ചെയ്ത സമയത്ത് തന്നെ കമ്പനിക്ക് ഒരുപാട് റിക്വയർമെന്റ് വരുന്നുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിക്വയർമെന്റ്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാത്രമല്ല പല റിക്വയർമെന്റ്സ്, ഇപ്പം HR വരുന്നുണ്ട്, ഈവൻ സെയിൽസ് മാർക്കറ്റിംഗിൽ വരുന്നുണ്ട്, ഓക്കെ പ്രൊഡക്ഷനിൽ വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ റിക്വയർമെന്റ് വരുന്ന സമയത്ത് നമ്മൾ കാൻഡിഡേറ്റ്സിനോട് നമ്മൾ ഹയർ ചെയ്യാൻ നോക്കും. അപ്പൊ നമ്മൾ ഹയർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് CVs വരും, പക്ഷെ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സ്കിൽ ഓറിയന്റഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് അന്ന് ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളിങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു, നമ്മൾ ഒരുപാട് ഡിസ്കഷൻ കാര്യങ്ങൾ ചെയ്ത സമയത്ത് ഞങ്ങൾക്ക് വന്നൊരു ആശയമാണ്, കുട്ടികൾക്ക് പറഞ്ഞതുപോലെ തന്നെ ജോലി ആവശ്യമുണ്ട്, കമ്പനീസിനാണെങ്കിൽ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർ ആവശ്യമുണ്ട്. അപ്പൊ ഇത് രണ്ടിന്റെയും ഇടയിലുള്ള ഗ്യാപ്പ് എന്താണോ ആ ഗ്യാപ്പിനെയാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. ശരിക്കും ആ ഗ്യാപ്പിനെ ഫില്ല് ചെയ്യുക. ഈവൻ ഒരു കാൻഡിഡേറ്റ് ആണ്, ആ കാൻഡിഡേറ്റിന്റെ ഡിഗ്രിയും അതേപോലെ തന്നെ അവരുടെ എംപ്ലോയ്മെന്റ് ആയിട്ട് ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. ആ ഗ്യാപ്പിനെ നമ്മൾ ഫില്ല് ചെയ്ത് ആളുടെ കരിയർ ഡെവലപ്പ് ചെയ്യാൻ ഞങ്ങൾ സഹായിക്കുന്നു. ഇതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. നിങ്ങളപ്പോ അവിടെ എന്തായിരുന്നു നിങ്ങളുടെ റോള്, ജോബ് എന്തായിരുന്നു? ശരി, ഞങ്ങൾ രണ്ടുപേരും മാർക്കറ്റിംഗ് ഹെഡ് ആയിട്ടാണ്, സെയിൽസ് മാർക്കറ്റിംഗ് ഹെഡ് ആയിട്ടാണ് കണ്ണൂര് തന്നെ. കണ്ണൂരോ ഹൈദരാബാദ്? കണ്ണൂർ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ പ്രൊമോട്ടഡ് ആയിട്ട് ഹൈദരാബാദിലേക്ക് പോയി. അവിടെ നമുക്ക് ആന്ധ്രാപ്രദേശും അതുപോലെ തന്നെ തെലങ്കാന 2 സ്റ്റേറ്റ് ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആ 2 സ്റ്റേറ്റ് നമ്മൾ ഡീൽ ചെയ്യും. അപ്പൊ അവിടെ നമ്മൾ ടീം ബിൽഡ് ചെയ്യേണ്ടതായിട്ട് വരും, അതിന് മാർക്കറ്റ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യേണ്ടതായിട്ട് വരും, പുതിയ ആൾക്കാരെ നമ്മൾ കണ്ടെത്തേണ്ടതായിട്ട് വരും. ഒരുപാട് ആക്ടിവിറ്റീസ് ആണ് നമ്മളെ കമ്പനി വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഈ 2 പേർക്കും ആ ഒരു ഐഡിയ ഉണ്ടല്ലോ, അത് എപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ വന്നത്? ഏത് നിമിഷത്തിലാണ്, മീൻസ് എപ്പോഴാണ് ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ഇങ്ങനെ ഒരു ഏജൻസി തുടങ്ങിയാലോ, അതെപ്പോഴാണ് നിങ്ങൾക്ക് വന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പണ്ട് മുതലേ എനിക്കൊരു എഡ്യൂക്കേഷൻ ആ ഒരു ഫീൽഡിൽ നല്ലൊരു പാഷൻ ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ പഠിക്കുന്ന സമയം തന്നെ ഈ ട്യൂഷൻ ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുക, അതോടൊപ്പം നാട്ടിലുള്ള പിന്നെ ഈ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ട് കോഴ്സുകൾ രൂപീകരിച്ചു കൊടുക്കുക, അവർക്ക് വേണ്ടി ട്രെയിനിങ് സംഘടിപ്പിക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ കരിയർ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് എഡ്യൂക്കേഷണൽ ഓർഗനൈസേഷൻസിലൂടെ തന്നെയായിരുന്നു. വിദേശത്തും നാട്ടിലൊക്കെ ആയിട്ട് പല ഓർഗനൈസേഷൻസായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ എസ്പെഷ്യലി നമ്മുടെ കേരളത്തിലെ ആൾക്കാർ എന്താണ് ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ എന്നുള്ളത് ഞാൻ നേരിട്ട് കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ കേരളത്തിൽ നമ്മളൊരു 100 പേര് എടുത്ത് നോക്കുന്ന സമയത്ത് അതിൽ 98 പേർക്കും ഡിഗ്രി ഉണ്ടാവും. ഓക്കെ, പക്ഷേ നമ്മുടെ പുറത്തുള്ള ആൾക്കാരെ നോക്കുന്ന സമയത്ത് അവർ ഒരുപക്ഷെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ അത്രയും ഉണ്ടാവില്ല, പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം എക്സ്പോഷർ എന്ന് പറയുന്നത് അത്രയും നമ്മളെക്കാളും നമ്മുടെ കുട്ടികളെക്കാളും നല്ല ആക്റ്റീവായിട്ട് സംസാരിക്കുകയും നല്ല രീതിയിൽ പ്രസന്റേഷൻ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ നമ്മുടെ കേരളത്തില് കുട്ടികൾക്ക് എല്ലാവർക്കും തന്നെ ഡിഗ്രീസ് അല്ലെങ്കിൽ UG ആയിക്കോട്ടെ PG ആയിക്കോട്ടെ പല ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിലും ക്വാളിറ്റിയിൽ വളരെ പിന്നോട്ടാണ്. ഇതിനുള്ള മെയിൻ ഒരു റീസൺ എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് നമുക്ക് ഫീൽ ചെയ്തെന്ന് വെച്ചാൽ, നമ്മുടെ ആക്ച്വലി നമ്മൾ പഠിക്കുന്നത് എന്തിനാണ്, നമുക്കൊരു ജോബിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് അല്ലേ? അപ്പൊ ജോബിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ ആ ഒരു പഠിത്തത്തിനെ കൊണ്ട് നമുക്കൊരു കാര്യമില്ല അല്ലേ? അപ്പൊ അത് എക്സാക്ട്ലി നമ്മുടെ നാട്ടിലുള്ള കോളേജുകളിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമുക്കത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ കുട്ടികൾക്ക് അത് അക്വയർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്നുള്ളത്. അപ്പൊ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഒരു പോംവഴി എന്ന് പറയുന്നത് ഈ കോർപ്പറേറ്റ്സുകളായിട്ട് കൊലാബ് ചെയ്തിട്ട് അവർക്ക് ഓരോ പൊസിഷനിലേക്കും എന്തൊക്കെയാണ് റിക്വയർമെന്റ്സ് വരുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു HR ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെയാണ് ഒരു HR-ന് ആവശ്യമായിട്ടുള്ള സ്കിൽ സെറ്റുകൾ, ഏതൊക്കെ ക്വാളിഫിക്കേഷൻ, ക്വാളിറ്റി എന്തൊക്കെയാണ് വേണ്ടത്, ഇത് മനസ്സിലാക്കിക്കൊണ്ട് അതിന് ആവശ്യമായിട്ടുള്ള ഒരു കരിക്കുലം നമ്മൾ രൂപീകരിക്കുകയും അത് ഡിഫറെൻറ്റ് നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസുമായിട്ട് കൊളാബ് ചെയ്ത് അതിൻ്റെ അക്രഡിറ്റേഷനും അപ്രൂവൽസും കൊടുത്തിട്ട് അത്തരം കരിക്കുലം അല്ലെങ്കിൽ സിലബസ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതിൽ കൂടുതലും ആക്ടിവിറ്റി ഓറിയന്റഡ് ആണ്. അൺലൈക്ക് നമ്മുടെ കോളേജുകളിൽ പഠിക്കുന്നത് പോലെ ഒരുപാട് ഇങ്ങനെ ബുക്കിഷ് നോളജ് അല്ലെങ്കിൽ ബുക്ക് ഇങ്ങനെ ഫോളോ ചെയ്ത് പോകുന്നതിന് പകരം നമുക്ക് എങ്ങനെ ഒരു കോർപ്പറേറ്റ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ ജോബ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്കിൽ സെറ്റുകൾ നമുക്ക് അക്വയർ ചെയ്തെടുക്കുക എന്നുള്ളതാണ് പ്രാക്ടിക്കലി നമ്മളത് ആ രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഏത് ജോബ് ആയിക്കഴിഞ്ഞാലും ഞാനെപ്പോഴും എൻ്റെ കുട്ടികളോട് അല്ലെങ്കിൽ എൻ്റെ സ്റ്റുഡൻസിനോട് എപ്പോഴും പറയുന്നത്, ഇനീഷ്യലി നമ്മൾ ആദ്യം നല്ലൊരു മനുഷ്യനാവുക എന്നുള്ളതാണ്.
നല്ലൊരു മനുഷ്യനായി കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ നമ്മളൊരു ജോബിലേക്ക് അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു 50% ക്വാളിറ്റി നമ്മളവിടെ നേടിയെടുക്കും. പിന്നെ നമുക്ക് വേണ്ടത് ഏതൊരു കാര്യവും നമ്മൾ പഠിക്കാൻ അല്ലെങ്കിൽ അത് കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും ഉള്ളൊരു ആഗ്രഹവും ഒരു ത്വരയുമാണ് നമുക്കത് വേണ്ടത്. നല്ലൊരു മനുഷ്യനായി ഇത്തരത്തിലൊരു ആഗ്രഹമായി അതിനനുസരിച്ചുള്ളൊരു നല്ലൊരു ഗൈഡൻസും കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ്ലി ഒരു ബ്രിഡ്ജ് കടന്ന് നല്ലൊരു ജോലി എന്നുള്ളൊരു സ്വപ്നത്തിലേക്ക് പോകാൻ വേണ്ടി പറ്റും. അതാണ് ആക്ച്വലി നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു റൂള് എന്ന് പറയുന്നത്. അപ്പോഴും ആ ഒരു ചിന്ത എപ്പോഴാണ് വന്നത് എന്നുള്ള രീതിയിൽ ഹൈദരാബാദ് വെച്ചാണോ അതോ കണ്ണൂർ വെച്ചാണോ അല്ലെങ്കിൽ ആരാണ് അമീനാണോ ജംഷീറാണോ പറഞ്ഞത് നമുക്ക് ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങിയാലോ? നമ്മൾ ലാസ്റ്റ് വർക്ക് ചെയ്ത സമയത്ത് തന്നെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് ഒരുപാട് സ്കിൽഡ് ആയിട്ടുള്ള ജോബ്സുകൾ അല്ലെങ്കിൽ റിക്വയർമെന്റുകളാണ് വരുന്നത്. അപ്പം ഇങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മൾ ഒരുപാട് റിസർച്ച് ചെയ്തു. ശരി, ഇത് എന്താണ് ലാക്ക് ചെയ്യപ്പെടുന്നത്, എങ്ങനെയാണ് ഈ കുട്ടികൾക്ക് ഇല്ലാത്തെന്നുള്ള കാര്യം. അതായത് നമ്മൾ ഒരുപാട് റിക്രൂട്ട്മെന്റുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. വരുന്ന കുട്ടികളൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 50% ഓക്കെ, അത് മാത്രമാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ക്വാളിറ്റി ഉള്ളൂ. തീരെ നിവർത്തി ഇല്ലാത്ത സിറ്റുവേഷനിൽ ഞങ്ങൾ അങ്ങനെയുള്ള 2 പേരെ നമ്മൾ സെലക്ട് ചെയ്തു. ആ 2 പേരെ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം ഞങ്ങളുടെ സൈഡിൽ നിന്ന് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം അവർ ജോബ് റെഡി ആക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബേസിൽ ഞങ്ങൾക്ക് തോന്നിയൊരു ഐഡിയ ആണ് ശരിക്കും നമുക്ക് എന്തുകൊണ്ട് ഈ 2 സ്റ്റുഡൻസ് എന്നതിൽ മാത്രം ഉൾക്കൊള്ളു നിൽക്കാതെ നമുക്ക് ബാക്കിയുള്ള സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്തുകൂടാ എന്ന രീതിയിൽ. ഇപ്പം നമുക്കൊരു പണ്ടൊക്കെ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട് ശരിക്കും, IIT അല്ലെങ്കിൽ IIM പഠിച്ചാൽ നമുക്ക് ഇത്ര ക്രോസ് ഓഫ് റുപ്പീസ് നമുക്ക് സാലറി കിട്ടും എന്നുള്ള കാര്യം. അത് എന്തുകൊണ്ടാണ്? അവിടെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവർ പഠിപ്പിച്ചു കൊടുക്കുന്നതല്ല. അപ്പോൾ ഈ പ്രാക്ടിക്കൽ നോളജ് ഇല്ലാത്തതാണ് ഞങ്ങളുടെ കുട്ടികൾക്കുള്ള അല്ലെങ്കിൽ ഇന്നത്തെ കുട്ടികൾക്കുള്ള ഒരു കുഴപ്പം എന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയും അവിടെ നിന്നാണ് നമ്മൾ ഇതിനുള്ള ഒരു റിസർച്ച് വർക്ക് ആയിക്കോട്ടെ നമ്മുടെ സൈഡിൽ നിന്നുള്ള എഫേർട്ടുകളായിക്കോട്ടെ നമ്മൾ ഇടാൻ തുടങ്ങിയതും. പിന്നീട് നമ്മൾ കണ്ണൂരേക്ക് വരെ ഉണ്ടായിരുന്നു. കണ്ണൂർ വന്നതിന് ശേഷം അതിൻ്റെ ചെറിയൊരു സ്റ്റാർട്ടിങ് എന്ന രീതിയിലേക്ക് ഞങ്ങൾ ഒരു സ്പേസ് എടുത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ് എഡ്വിൻ അക്കാഡമി എന്ന് പറയുന്ന ഫേം. ഓക്കെ, ആ 2 കുട്ടികളുണ്ടല്ലോ, അവർക്ക് നിങ്ങൾ എന്ത് തരം ട്രെയിനിങ് ആണ് കൊടുത്തത്? മെയിൻലി നമ്മളെല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ് ശരിക്കും നമുക്ക് ചോദിച്ചതിന് എന്താ ശരിക്കും. ഇപ്പം നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പറയുന്ന കാര്യമുണ്ട്, ഡിഗ്രി ഉണ്ടോ? ആ ഡിഗ്രി ഉണ്ട്, ഞാൻ BCom പാസ് ആണല്ലേ, അല്ലെങ്കിൽ എനിക്ക് MBA ഉണ്ട്, BTech ഉണ്ടല്ലേ. പക്ഷേ ഈ BTechകാരനോട് ഞാനൊരു പ്രോജക്റ്റോട് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ എത്ര BTechകാർ കംപ്ലീറ്റ് ചെയ്യും അല്ല. പക്ഷേ BTechകാരെ കുറ്റം പറയുന്നില്ല കേട്ടോ എനിക്ക്. സോ നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഒരു കുഴപ്പമാണ് ശരിക്കും. അപ്പം ആ ഒരു നോളജ് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ കുട്ടികളെ ഇപ്പം എന്ത് സ്റ്റേജിലാണെന്നുള്ള അതിലെ ഡബിൾ സ്റ്റേജിലേക്ക് അവർക്ക് ഉയരാൻ പറ്റും. ഇത് ഞങ്ങൾ പ്രൂവ് ചെയ്തിട്ടുണ്ട് ശരിക്കും. ആ 2 കുട്ടികൾക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഒരു ജോലി അന്വേഷിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ. മെയിൻലി നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ഏത് സെക്ടറിലാണ്? നമ്മൾ ആക്ച്വലി എഡ്വിൻ അക്കാഡമി ഞങ്ങളുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് എന്താണെന്ന് പറയുക, അതായത് ഒരു കുട്ടി എഡ്വിനിലേക്ക് വന്നു കഴിഞ്ഞാൽ അവൻ്റെ സ്കില്ല് ഡെവലപ്പ് ആവണം ശരിക്കും. ഓക്കെ, സ്കില്ല് എന്ന് പറഞ്ഞാൽ എബിലിറ്റി ടു ഡു ആ ജോബ്. ഓക്കെ, സോ ഈ സ്കില്ല് ഡെവലപ്പായി നാളെ അവന് ജോലി കിട്ടണം. ജോലി കിട്ടിയാൽ മാത്രം പോരാ, അവൻ്റെ കരിയറിലുള്ള ഡെവലപ്മെൻറ്റും കൂടി വേണം. ഇതാണ് ഞങ്ങളുടെ ഒരു കോർ വാല്യൂ അല്ലെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം ഞങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പം നമുക്ക് ഒരു കമ്പനി എടുത്ത് നോക്കുകയാണെങ്കിൽ പല ഡിഫറെൻറ്റ് സെക്ടേഴ്സ് ഉണ്ടാവും. ഓക്കെ, ഇപ്പം നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ HR നമ്മൾ പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, മെഡിക്കൽ കോഡിംഗ് ഉണ്ട്, തുടങ്ങി 12ഓളം മേഖലകളിലാണ് ഞങ്ങൾ ഈ പറഞ്ഞതുപോലെ തന്നെ ട്രെയിനിങ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ജസ്റ്റ് ട്രെയിനിങ് മാത്രമല്ല, ഞങ്ങളിപ്പം ഒരു കുട്ടി വരികയാണെങ്കിൽ അവന് ഞങ്ങളുടെ സൈഡിൽ നിന്നുള്ള ട്രെയിനിങ് ഹൗസ് ആയിട്ടുള്ള ട്രെയിനിങ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതായത് പ്രീ ജോബ് ട്രെയിനിങ് പ്ലസ് അതിൻ്റെ കൂടെ തന്നെ ഇന്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യും. പിന്നെ നമ്മൾ പ്ലേസ്മെന്റ് സപ്പോർട്ടും കാര്യങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കുട്ടി ഡിഗ്രി പഠിച്ച് കഴിഞ്ഞ് വന്നതിന് ശേഷം നേരെ എഡ്വിനിൽ വന്നിട്ടുണ്ടെങ്കിൽ ആൾക്ക് ജോലി സെറ്റാണ്? ഡെഫിനറ്റ്ലി. അത് ആക്ച്വലി എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും പഠിക്കാനും അറിയാനും ഉള്ളൊരു ത്വര, പിന്നെ അവരുടെ ഭാഗത്തു നിന്ന് ഒരു എഫേർട്ട് കൊടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കത് കരിയർ സക്സസിലേക്ക് എത്താൻ വേണ്ടി പറ്റും. പിന്നെ ഏത് ഡൊമൈൻ എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. പറഞ്ഞ പോലെ നമുക്ക് ഏത് കോഴ്സ് പഠിച്ചു കഴിഞ്ഞ് വന്ന ആൾക്കാരാണെങ്കിലും അതൊരു BBA ആയിക്കോട്ടെ, BCom ആയിക്കോട്ടെ, അല്ലെങ്കിൽ BSc ആയിക്കോട്ടെ, അല്ലെങ്കിൽ BA ആയിക്കോട്ടെ, നമ്മളെപ്പോഴും കുട്ടികളോട് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ഡിഗ്രിയെയോ അല്ലെങ്കിൽ PGയെയോ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ പാഷൻ എന്താണ് അതിനനുസരിച്ചാണ് പോകുന്നത്. ഇത് പറയുമ്പോഴാണ് എനിക്കൊരു ഒരു കാര്യം എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത്. നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് പല കോളേജുകളിലും ട്രെയിനിങ്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കോഴിക്കോടുള്ള ഒരു കോളേജിൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജാണ്. ഇവിടെ നമ്മുടെ പ്രോഗ്രാംസും മറ്റു കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തതിന് ശേഷം BTech സ്റ്റുഡൻസ് ആകുമ്പോൾ നമുക്കറിയാം അവർക്ക്
അവർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രോഗ്രാംസ് ആയിരുന്നു അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ സെഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇറങ്ങുന്ന സമയത്ത് ഒരു പെൺകുട്ടി പിന്നെ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, സർ നമുക്കിവിടെ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്ന ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നല്ലോ, അതല്ലാതെ നമുക്ക് ഈ ഗ്രാഫിക് ഡിസൈനിങ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും കോഴ്സ് ഇവിടെ ട്യൂൺ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? പിന്നെ ഞാൻ പറഞ്ഞു യെസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ നിങ്ങൾക്കത് എത്രത്തോളം അത് യൂസ്ഫുൾ ആവും അല്ലെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, അതുകൊണ്ടാണ് ഞാനത് ഇൻട്രൊഡ്യൂസ് ചെയ്യാതിരുന്നത്. പക്ഷെ ആ കുട്ടി എനിക്ക് പറഞ്ഞു എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്, എനിക്കത് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, ഞാൻ പിന്നെ മൊബൈലിൽ ഫോട്ടോസും അതുപോലെ വീഡിയോസും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാറുണ്ട്, അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ പിന്നെ അപ്പം ബിടെക് അതെൻ്റെ വീട്ടുകാരുടെ നിർബന്ധം കൊണ്ട് ഞാൻ ചെന്ന് പഠിക്കുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല, എന്തായാലും ലാസ്റ്റ് സെമിസ്റ്റർ ആയിരുന്നു, അത് കഴിഞ്ഞ ശേഷം നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. എക്സാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം അഗെയിൻ ബന്ധപ്പെട്ടു. നമ്മുടെ ഗ്രാഫിക് ഡിസൈനിങ് ആൻഡ് വീഡിയോ എഡിറ്റിംഗ് എന്ന് പറയുന്ന പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്തു. ഇന്റേൺഷിപ്പ് ഒക്കെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ഇന്ന് ആ കുട്ടി ബാംഗ്ലൂരിൽ ഒരു കമ്പനിയിൽ 6 LPAയിൽ അവർ വർക്ക് ചെയ്യുന്നുണ്ട്. അവർ ബേസിക്കലി ഒരു എഞ്ചിനീയർ ആണ്, എല്ലാ സെമിസ്റ്ററും വളരെ പെർഫെക്റ്റ്ലി ആയിട്ട് ഒരു കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് വർക്ക് ചെയ്യുന്ന മേഖല എന്ന് പറയുന്നത് അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് പാഷൻ അനുസരിച്ച് താല്പര്യത്തോട് ചെയ്യുന്ന ഒരു ജോബാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഡെഫിനറ്റ്ലി നമുക്ക് അതിലൊരു സന്തോഷം ഉണ്ടാവും. നമ്മളൊരു ജോബ് ചെയ്യുന്നതാണെന്നുള്ളൊരു ഫീല് പോലും നമുക്ക് ഉണ്ടാവില്ല നമ്മൾ ഇഷ്ടപ്പെട്ട ജോലി ചെയ്യുന്ന സമയത്ത്. അത്രയും പ്രൗഡായിട്ടൊരു മൊമെന്റ് ആണ്, ഇപ്പോഴും എവിടെയും എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും നമ്മളെന്ത് പഠിച്ചു എന്നതിൽ മെയിൻ ചെയ്യേണ്ട കാര്യമില്ല. ആക്ച്വലി നമുക്ക് എന്താണോ ഇഷ്ടം, നമ്മുടെ പാഷൻ എന്താണോ അതിനാവശ്യമായിട്ടുള്ള സ്കിൽ സെറ്റുകൾ അല്ലെങ്കിൽ കോഴ്സുകൾ, ട്രെയിനിങ് പ്രോഗ്രാംസ് ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. അത്തരം മേഖലയിലേക്ക് നമുക്ക് പോയിട്ട് അതിൽ സ്കിൽ അക്വയർ ചെയ്യും, ആ മേഖലയിൽ ജോബ് ചെയ്യും തന്നെയാണ് ഏറ്റവും നല്ലത്. ഓക്കെ. അപ്പോൾ പലപ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും പഠിക്കുന്നത് ചിലപ്പോൾ വീട്ടുകാരുടെ നിർബന്ധത്തിനാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും കോഴ്സ് ചെയ്താൽ മതി എന്നുള്ള രീതിയിലാകാം. പക്ഷെ അതിനുശേഷമാണ് ഇവരൊക്കെ ചിന്തിച്ച് തുടങ്ങുന്നത് എന്താകണം എന്നുള്ളതൊക്കെ. ഒരു ഭൂരിപക്ഷം ആളുകൾ, ഞാനും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ പലപ്പോഴും എനിക്കറിയാം മെഡിക്കൽ പഠിച്ചിട്ടുള്ള BDS പഠിച്ചിട്ടുള്ള ഒരു കണ്ടന്റ് റൈറ്റിലേക്ക് വരുന്നു, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലേക്ക് വരുന്നു. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ കുറച്ച് കുട്ടികൾ അല്ലെങ്കിൽ കുറച്ച് പാസ് ഔട്ടായ ആൾക്കാർ വരുമ്പോൾ നിങ്ങൾക്ക് ആദ്യം മുതലേ അവർക്ക് പറഞ്ഞു കൊടുക്കുമോ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ആ കരിയർ സെറ്റപ്പ് ചെയ്യാം എന്നുള്ളതൊക്കെ? അതായത് നമ്മുടെ സൊസൈറ്റീൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം കൊണ്ടുവന്ന അല്ലെങ്കിൽ സിസ്റ്റം അനുസരിക്കുന്നതിൻ്റെ ഒരു കുഴപ്പമാണ് ശരി ഇത്. ഇപ്പം നമ്മൾ പണ്ട് അല്ലേ നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യമുണ്ട്, LKG UKG കഴിഞ്ഞു അല്ലേ, പിന്നെ നമ്മൾ 10ാം ക്ലാസ് വരെ എന്താണോ സിസ്റ്റം പറയുന്ന കാര്യങ്ങൾ അതുപോലെ നമ്മൾ ചെയ്യും, റൈറ്റ്? 10ാം ക്ലാസ് കഴിഞ്ഞ് നമുക്ക് 3 സ്ട്രീം മെയിൻലി വരും. അതായത് ഒന്ന് കൊമേഴ്സ് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഹ്യൂമാനിറ്റീസ് എടുക്കാം, അല്ലെങ്കിൽ സയൻസ് എടുക്കാം. അതും നമ്മൾ ആരെങ്കിലും പറഞ്ഞു തരികയാണ് ശരിക്കും അല്ലെ. 90% ഓഫ് ദ ആൾക്കാർക്കും ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടാണ് ശരിക്കും എന്താണ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നോക്കാം. ഫോർ എക്സാമ്പിൾ ഒരാൾ കൊമേഴ്സ് എടുത്തെന്ന് വിചാരിക്കുക, കൊമേഴ്സ് +1 എടുത്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ മുമ്പിൽ കുറച്ച് ഓപ്ഷൻസ് വരും. കൊമേഴ്സ് ആണെങ്കിൽ BCom BBA വരും അല്ലെ. സോ അത് നമ്മൾ ഓൾറെഡി പ്രീ സെറ്റ് ചെയ്ത കാര്യമാണ്. ഒരു 10-15 വർഷം വരെ അത് കംപ്ലീറ്റ് ആക്കി നമ്മൾ എന്തായാലും ചെയ്യും. അതിനുശേഷമാണ് ഞാൻ ചിന്തിക്കുക ഞാൻ ഏത് ഫീൽഡാണ് ഞാൻ പോകുന്നത്, അല്ലെങ്കിൽ ഏത് ഫീൽഡിലേക്കാണ് ഞാൻ വർക്ക് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം അല്ലേ. ഞങ്ങളുടെ അടുത്ത് വരുന്ന മിക്ക സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന അല്ലെങ്കിൽ +2 കഴിഞ്ഞ് നിൽക്കുന്ന സ്റ്റുഡൻസ് ആണ് വരും. ഞങ്ങളുടെ അടുത്ത് വന്ന് ഞങ്ങൾ ആദ്യം ചെയ്യുന്ന കാര്യം അവരൊന്ന് കൗൺസിൽ ചെയ്യാം. അതായത് ഇയാൾക്ക് ഞങ്ങളുടെ കോഴ്സ് റിയലി ആവശ്യമുണ്ടോ നിങ്ങൾ ആദ്യം നോക്കും. ശരി, എപ്പോഴും എല്ലാ ആൾക്കാർക്കും ഒരേപോലെ നമുക്ക് കോഴ്സ് യൂസ്ഫുൾ ആവണം എന്നില്ല, അത് ഞാൻ കുറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പം ഞങ്ങൾ ആദ്യം ചെയ്യുന്ന കാര്യം എന്ന് പറയുന്ന ആൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ കൗൺസിൽ ചെയ്യും. ബൈ ഓവർ ദ ടെലിഫോൺ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡയറക്റ്റ് മീറ്റിംഗ് ആയിക്കോട്ടെ. ആ കാര്യം അവന് പറയാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ ആദ്യം കേൾക്കും. ഓക്കെ, എന്നിട്ട് അവന് സ്യൂട്ടബിൾ ആവുന്ന കാര്യങ്ങൾ എന്താണ് ഞങ്ങളുടെ കയ്യിലുള്ള കാര്യങ്ങൾ ഞങ്ങൾ അവതരിപ്പിക്കും. അത് ഓക്കെ ആണെങ്കിൽ അതിൻ്റെ ആ ഫ്യൂച്ചർ എന്താണെന്നുള്ള കാര്യം കുട്ടിക്ക് വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങളൊരു പ്രോഗ്രാമിൽ ഒരു കുട്ടിക്ക് നമ്മൾ അഡ്മിഷൻ കൊടുക്കുള്ളൂ ശരിക്കും. ഓക്കെ, പിന്നെ മേജർ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പം നമ്മൾ കാണുന്ന ഒരു കാര്യം ശരിക്കും 5-10 ലക്ഷം കൊടുത്ത് പല ആൾക്കാരും പല കോഴ്സുകൾ പഠിക്കുന്നത്. പക്ഷെ ഇതൊക്കെ പഠിച്ച് അവർക്ക് അവരുടെ ലൈഫിൽ ഒരു യൂസ്ഫുൾ ഇല്ലാത്ത രീതിയിലേക്ക് വരുന്നത്. ഇപ്പം ഞങ്ങളടുത്തേക്ക് വരുന്ന ഒരു സ്റ്റുഡൻറ്റ് എഡ്വിൻ അക്കാഡമി എന്ന് പറയുന്ന ബ്രാൻഡ് വിശ്വസിച്ച് വരുന്നത്. നാളെ അവനൊരു ജോലി കിട്ടണം. ആ ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ അവൻ്റെ കയ്യിൽ ഒരുപാട് കാര്യങ്ങൾ സ്കില്ലുകൾ വേണം. അതിനേക്കാൾ ഉപരി അവൻ നാളെ എന്താണോ ചെയ്യാൻ പോകുന്നതിനെ പറ്റിയുള്ള ധാരണ ആ കുട്ടിക്ക് ഉണ്ടായിരിക്കണം. അത് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ബേസിൽ തന്നെയാണ് ഞങ്ങൾ കുട്ടികളെ ഈ പറഞ്ഞതുപോലെ തന്നെ ജോബിലേക്ക് എത്തിക്കുന്നതും ട്രെയിനിങ് കൊടുക്കുന്നതും. മാത്രമല്ല ഈ ചെറിയ സ്പാൻ ഓഫ് ടൈം ആകെ 3 വർഷം എഡ്വിൻ അക്കാഡമി ആയിട്ടുള്ളൂ ശരി. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഞങ്ങൾക്ക് 4000+ പ്ലേസ്മെന്റ് കിട്ടാൻ അല്ലെങ്കിൽ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേജർ റീസൺ ഇത് തന്നെയാണ് ശരി. ഞങ്ങൾ അത് തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കുട്ടി വന്നിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾ അഡ്മിഷൻ ഒരിക്കലും കൊടുക്കില്ല അല്ലേ?
ഓക്കെ, അവരുടെ ബാക്ക്ഗ്രൗണ്ടും അവരെ എന്തൊക്കെ പഠിക്കാനുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ സ്കില്ലുകൾ കൊടുക്കാനുണ്ട്. ഇതിൽ ഏറ്റവും വലിയ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പം ഞങ്ങളുടെ അടുത്തേക്ക് വരുന്ന പല കുട്ടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഗ്രി കഴിഞ്ഞ് വിട്ടുന്ന കുട്ടികളുണ്ട്. പല ഇൻസ്റ്റിറ്റ്യൂഷൻസിലും പോയിട്ട് പെട്ട സ്റ്റുഡൻറ്, അങ്ങനെ തന്നെ വേണമെങ്കിലും പറയാൻ പറ്റുന്നത്, പെട്ട സ്റ്റുഡൻസ് ഉണ്ട് ശരിക്കും. അവർ വന്നിട്ട് കഷ്ടപ്പാട് പറയാം ശരിക്കും. അത് ഞാൻ അവിടെ പോയിട്ട് അങ്ങനെ. അപ്പം ഞങ്ങൾ എപ്പോഴും നോക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുട്ടി എഡ്മിനിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവന് സമയം അല്ല, ഇപ്പം നമ്മളൊരു 3 മാസത്തെ കോഴ്സ് അല്ലെങ്കിൽ 6 മാസത്തെ കോഴ്സ് ആണെങ്കിൽ അത് തന്നെ ഡെഫിനറ്റ്ലി അതിന് ഫീസ് നമ്മൾ വാങ്ങിക്കുന്നുണ്ട്, ആരാണെങ്കിലും വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ നോർമലി ഈ ഫീസിന് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവന് പൈസയാണ് പോകുന്നുണ്ടെങ്കിൽ പൈസ നമുക്ക് വീണ്ടും നമുക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ ഏൺ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, പക്ഷെ അവന്റെ സമയമാണ് ശരി. ഈ 3 മാസം വന്നൊരു കുട്ടി ഞങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുവാണെങ്കിൽ അവൻ ആ സമയത്തിന് വേർത്ത് ഉണ്ടാവണം ശരി. ആ വേർത്ത് എങ്ങനെയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ആലോചിക്കുക. ഓക്കെ, അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ കോഴ്സുകൾ അവന് പ്രൊവൈഡ് ചെയ്യുന്നതും അവനെ ഒരു ജോബിലേക്ക് നമ്മൾ മാറ്റുന്നതും ചെയ്യുന്നത്. ഓക്കെ, പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും പോയ പെട്ട സ്റ്റുഡൻറ്റുകളാണ് കൂടുതൽ വരുന്നത്. അതെ അതെ അതെ. ഓക്കെ, എന്താണ് നിങ്ങൾക്ക് അവരെ കുറിച്ച് പറയാനായിട്ടുള്ളത്? ഞാൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റിയിട്ട് ഒന്നും പറയുന്നില്ല, എല്ലാവർക്കും ഡിഫറെന്റ് സ്ട്രാറ്റജീസ്. അല്ല, അവർക്ക് കൊടുക്കാനുള്ള എന്തെങ്കിലും ഒരു ഉപദേശം ഉണ്ടല്ലോ? നിങ്ങൾക്ക് വരുന്നത് ഇങ്ങനെയുള്ള സ്റ്റുഡൻറ്റുകളാണല്ലോ. ഓക്കെ, അപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സെലക്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞങ്ങൾ എപ്പോഴും എടുത്ത് പറയുന്നവരെ അല്ലെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കുന്ന കാര്യം, ആ കുട്ടിക്ക് ഒരു ക്വാളിഫിക്കേഷൻ കയ്യിലുണ്ട്, സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഡോറ് മുട്ടിയാകുമ്പോൾ വരുന്നുണ്ടെങ്കിൽ നാളെ അവന് സർട്ടിഫിക്കറ്റ് അല്ല വേണ്ട. ഈ സർട്ടിഫിക്കറ്റ് തൂക്കി നോക്കിയിട്ടല്ല ഒരു ഇൻഡസ്ട്രിയും ഒരു കോർപ്പറേറ്റ് അവന് ജോലി കൊടുക്കുന്നത്. അവന്റെ കയ്യിൽ എന്തുണ്ട് എന്നുള്ള കാര്യം നോക്കിയിട്ടാണ് ജോലി കൊടുക്കുന്നുണ്ടായിരിക്കുക. ഇപ്പൊ ഞാൻ എന്റെ കമ്പനിയിൽ വരുന്ന ഒരാൾക്ക് 10,000 റുപ്പീസ് സാലറി ഞാൻ കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ 10,000 എത്ര മടങ്ങ് ഇവനെ കൊണ്ട് അല്ലെങ്കിൽ ഈ ആളെ കൊണ്ട് എനിക്ക് ഗുണം ഉണ്ടെന്നുള്ള കാര്യം ഞാൻ നോക്കും. അതിനുശേഷമായിരിക്കും ഞാൻ ജോലി കൊടുക്കുന്നുണ്ടായിരിക്കും. അപ്പൊ ആ പെർട്ടിക്കുലർ സ്കില്ലും കാര്യങ്ങളും എന്താണോ ആ സ്കില്ലിന് വേണ്ടിയിട്ടാണ് കുട്ടികൾ ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിലൂടെ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ ശരിക്കും. അതായത് കുട്ടികളെ ലൈഫ് സെക്യൂർഡ് ആക്കാനാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അടുത്തേക്ക് വരുന്നത്. അവരുടെ കയ്യിൽ ഡിഗ്രി ഉണ്ട്, PG ആണ്. പക്ഷെ ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് അവർ നോക്കുന്ന കാര്യം എന്താ, എനിക്ക് ജോബ് കിട്ടുമോ, അല്ല എനിക്ക് എൻ്റെ സെൽഫ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും, എൻ്റെ സ്കില്ലുകൾ ഇൻക്രീസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ് നോക്കുന്നുണ്ടായിരിക്കും. അപ്പം എനിക്ക് പറയാൻ ഒറ്റ കാര്യമുള്ളൂ, ഞങ്ങളെ വിശ്വസിച്ച് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ വിശ്വസിച്ച് വരുന്നുണ്ടെങ്കിൽ അവനെ മാക്സിമം സഹായിക്കാനായിട്ട് നോക്കുക. നമ്മൾ അവന് സമയം മെനക്കെടുത്തി അല്ലെങ്കിൽ സമയം സ്പെൻഡ് ചെയ്തിട്ടാണ് അവൻ വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളെ ലൈഫിൽ സഹായിക്കുക, ലൈഫിൽ അവൻ എന്താണ് ഗോൾസ് ഉള്ള അച്ചീവ് ചെയ്യാനായിട്ട് നമ്മൾ സഹായിക്കുക. അവരുടെ ഫീലിങ്സ് വെച്ച് ഒരിക്കലും നമ്മൾ കളിക്കാതിരിക്കുക. ഓക്കെ, ഇതൊരു ബിസിനസ് ആക്കരുത് എന്നാണ് നിങ്ങൾക്ക് പറയാനായിട്ടുള്ളത്. മലയാളത്തിൽ ബിസിനസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സൈഡിൽ നമ്മൾ ബിസിനസ് ചെയ്യുന്നുണ്ട്, അതിനേക്കാൾ ഉപരിയായിട്ട് കോർ വാല്യൂസ് ഉണ്ട്. നമ്മൾ എഡ്യൂക്കേഷൻ ആണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത് അല്ലെ. ബാക്കി വേറെ എന്ത് ബിസിനസ് ആണെങ്കിലും പക്ക നമ്മൾ പ്രോഫിറ്റ് എന്ന രീതിയിലേക്ക് പോവാം. നമ്മൾ എഡ്യൂക്കേഷൻ ചെയ്യുന്ന സമയത്ത് കുട്ടികളെ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ആ കുട്ടികൾക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ ലൈഫിൽ വിജയിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് വരുന്നത് ശരിക്കും. അത് ആ ഒരു മേഖലയിലും കൂടി ഞങ്ങൾ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി സ്ട്രെസ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം, ഞങ്ങളുടെ ഒരു അഭിപ്രായം. നമ്മളെപ്പോഴും ഒരു ഇൻഡസ്ട്രി നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കുട്ടികളുടെ ഭാഗം നോക്കുന്ന സമയത്ത് കുട്ടികളെപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അവിടെ പോയിക്കാനാൾ സെറ്റാണ്. നേരത്തെ അർഷാദൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, എഡ്വിൻ അക്കാഡമിയിൽ വന്നു കഴിഞ്ഞാല് പിന്നെ ഒന്നും നോക്കണ്ട, ജോബ് സെറ്റാണ് അല്ലേ. ഇപ്പൊ ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ എത്രത്തോളം എഫേർട്ട് ഇടുന്നുണ്ടോ എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അതായത് ഈ എഡ്വിൻ അക്കാഡമിയിൽ ഒരു കോഴ്സിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ആദ്യത്തെ ഒരു ഫ്രഷേഴ്സ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ എന്ന് പറഞ്ഞൊരു കോഴ്സ് ഓറിയന്റേഷനാണ്. അതിൽ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് പ്ലേസ്മെന്റ് കിട്ടില്ല. എഡ്വിൻ അക്കാഡമിയിൽ ഒരു കോഴ്സിന് ജോയിൻ ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഒരു ജോബിലേക്ക് എത്തിക്കണം. ഡയറക്റ്റ് പറയും പ്ലേസ്മെന്റ് അസിസ്റ്റൻസേ ഇല്ല എന്നുള്ളത്. സാധാരണ എല്ലാവരും പറയുന്നത് 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ. നിങ്ങൾ പറയുന്നത് പ്ലേസ്മെന്റ് തരില്ല. ഓക്കെ, അപ്പൊ അതിന് സർട്ടൻ കണ്ടീഷൻസ് ഉണ്ട്. ഓക്കെ, അതിൽ ആ ഒരു കോഴ്സ് ഓറിയന്റേഷൻ നമ്മൾ അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മുടേതായിട്ടൊരു മെത്തഡോളജി ഉണ്ട്. ഓക്കെ, വിച്ച് ഈസ് കോൾഡ് SPR എന്ന് പറയും, സ്റ്റുഡൻറ് പെർഫോമൻസ് ആൻഡ് പ്ലേസ്മെന്റ് റെക്കോർഡ് എന്നാണ് അതിൻ്റെ ഒരു ഡോക്യുമെന്റിന്റെ പേര്. ഓക്കെ, ഈ ഡോക്യുമെന്റിൽ പറഞ്ഞിട്ടുണ്ട് ഒരു കുട്ടി എഡ്വിൻ അക്കാഡമിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ ഓരോ ഡേയും എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്നുള്ളത്. ഓക്കെ, ദാറ്റ്സ് അവർ നമ്മുടെ ഓരോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വേണമെന്നെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു കോഴ്സിന്റെ ഒരു രൂപരേഖ എന്ന് പറയാം. അതിൽ നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. നമ്മൾ കോളേജുകളിലും പഠിക്കുന്ന സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് കുറേ അസൈൻമെന്റ്, പ്രൊജക്റ്റ് അങ്ങനെയൊക്കെ പറയുന്നത് പോലെ ഇവിടെയും ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്, വിച്ച് ഈസ് അവരുടെ
അവരെ സ്കിൽഡ് ആക്കി മാറ്റുന്ന വേണ്ടിയിട്ടും അല്ലെങ്കിൽ അവരുടെ ജോബ് റെഡി ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ്? അത് ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് അവിടെ മോക്ക് ഇന്റർവ്യൂസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഡിപ്ലോമ പ്രോഗ്രാം ആണെങ്കിലും ആ ഒരു കുട്ടി പഠിച്ചിറങ്ങുമ്പോഴേക്കും ഇത്ര മോക്ക് ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യണം. അല്ലെങ്കിൽ ഒരു PG കുട്ടിയാണെങ്കിൽ ഇത്ര ഇന്റർവ്യൂസ് വരും, അത് ഇത്ര പ്രസന്റേഷൻസ് വരും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇവരെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് സെഷൻസ് ക്ലാസ്സസ് വരുന്നുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ്. എത്രത്തോളം നമ്മൾ ആ കുട്ടിയെ ജോബ് റെഡി ആക്കേണ്ടതുണ്ടോ അതിനനുസരിച്ചുള്ള ആക്ടിവിറ്റീസ് വരും. ഇതെല്ലാം സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം എന്നതുപോലെ തന്നെ ഈ കുട്ടിക്കുണ്ട്. അപ്പോൾ അത്തരം കുട്ടികളോടാണ് നമ്മൾ പറയുന്നത്, നമ്മൾ ഈ പറയുന്ന രീതിയിലേക്ക് നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പ്ലേസ്മെന്റ് കിട്ടില്ല. കാരണം നിങ്ങൾ ജോബ് റെഡി ആവില്ല. ജസ്റ്റ് നിങ്ങൾ എഡ്വിൻ അക്കാഡമിയിൽ വരുന്ന കോഴ്സ് ജോയിൻ ചെയ്യുന്നു, പോകുന്നു എന്നുള്ളതിനപ്പുറം ഒരു പ്ലേസ്മെന്റ് അസിസ്റ്റൻസിലേക്ക് അല്ലെങ്കിൽ പോകണം, അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി ആ കുട്ടിയെ നമുക്ക് ജോബ് റെഡി ആക്കി മാറ്റണം. ആ ജോബ് റെഡി ആക്കി മാറ്റണമെങ്കിൽ ഈ കുട്ടി സഹകരിച്ചു കഴിഞ്ഞാൽ മാത്രമേ നടക്കൂ. അല്ല, ഞാൻ ചോദിക്കുകയാണ്, അങ്ങനെയുള്ള ജോലി കിട്ടാത്ത സ്റ്റുഡൻസും കാണും അല്ലേ? പഠിച്ചിറങ്ങിയിട്ട് ഈ ടാസ്കുകളൊന്നും കംപ്ലീറ്റ് ചെയ്യാത്തവരും കാണും അല്ലേ? അത് ഞങ്ങൾ ആദ്യം പറയുന്നത്, അതായത് ഇപ്പം ഈവൻ ഓറിയന്റേഷൻ ക്ലാസ്സിൽ ഞങ്ങൾ പറയുന്ന കാര്യം, ജോലി എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് ആരും നമ്മുടെ കൈകളിൽ കൊണ്ടുവച്ച് തരുന്നൊരു സംഭവമല്ല. നമ്മുടെ ഭാഗത്ത് അതിന് എഫേർട്ട് എടുക്കണം. ഓക്കെ, ആ എഫേർട്ട് എടുക്കുക എന്ന് പറയുമ്പോൾ എപ്പോഴും നിങ്ങൾ പറയുന്ന കാര്യമാണ്, എഡ്വിൻ അക്കാഡമിയിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ മാത്രം നിങ്ങൾക്ക് ജോലി കിട്ടത്തില്ല. ഓക്കെ, കാരണം നിങ്ങളുടെ ഉള്ളിൽ ഒരു ഫയർ ഉണ്ടാവണം, എനിക്ക് ജോലി കിട്ടണം, ഞാൻ ജോലിക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ വരുന്നത്, എൻ്റെ സമയം ഞാൻ ഇവിടെ ഈ പറഞ്ഞ പോലെ തന്നെ എൻ്റെ സമയം ഞാൻ ഇവിടെ ചെലവഴിക്കുന്നുണ്ടെങ്കിൽ അതിന് ഈ പറഞ്ഞ പോലെ എനിക്ക് നാളെ ജോബ് കിട്ടാൻ വേണ്ടിയിട്ടാണെന്നുള്ളൊരു ഫയർ ഉള്ളിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഈ പറയുന്ന 3 മാസം കഴിയുമ്പോഴത്തേക്കും ജോബിൽ പ്ലേസ്ഡ് ആയിരിക്കും. ഒരുപാട് കുട്ടികളുണ്ട്, ഈവൻ ഞങ്ങൾ അല്ല കോഴിക്കോട് ആയിക്കോട്ടെ അല്ലെങ്കിൽ കണ്ണൂർ ആയിക്കോട്ടെ, ഈവൻ ഞങ്ങളായിട്ട് ഇപ്പോഴും കോൺടാക്ട് ചെയ്യുന്ന പല സ്റ്റുഡൻസ് ഉണ്ട്. ഈവൻ ഡിഗ്രി ഇല്ലാണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ വന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ജോയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ശരി, ഓക്കെ. സാധാരണഗതിയിൽ ഇപ്പോൾ പഠിച്ചിറങ്ങിയിട്ടുണ്ടെങ്കിൽ പല സർട്ടിഫിക്കേഷൻസും 8ഉം 10ഉം സർട്ടിഫിക്കറ്റ് ആയിട്ടാണ് എല്ലാവരും ഇറങ്ങുന്നത്. നേരത്തെ സർട്ടിഫിക്കറ്റ് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് നിന്ന് പഠിച്ചിറങ്ങിയാലും ഇത്രയും സർട്ടിഫിക്കറ്റുകൾ കൊടുക്കുന്നുണ്ടോ അതോ ഒരു സർട്ടിഫിക്കറ്റാണ്? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, വർഷം ഒരു കമ്പനി റൺ ചെയ്യാന്ന് വിചാരിക്കും. ഇപ്പൊ ഞാൻ വരാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കാൻഡിഡേറ്റ് വന്നൊരു 10 സർട്ടിഫിക്കറ്റ് മുമ്പിൽ നിരത്തിയെന്ന് വിചാരിക്കും. അർഷാദ് അവർ കൊടുക്കുന്ന 20,000 സാലറിയാണ്. അർഷാദ് എന്ത് ബേസിലാണ് ഈ 20,000 റുപ്പീസ് സാലറി കൊടുക്കുന്നത്? അവന്റെ കഴിവ് അല്ല, പിന്നെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നോക്കും, ആ ഒരു പെരുമാറ്റം, അങ്ങനെയുള്ള. അതായത് ഇനി നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, പല ഇൻസ്റ്റിറ്റ്യൂഷൻസും മാർക്കറ്റ് ചെയ്യുന്നത് തന്നെ ശരിക്കും 25+ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ 50-ലധികം സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടും അല്ലെ? ഈ സർട്ടിഫിക്കറ്റ് തൂക്കി നോക്കിയിട്ട് എല്ലാവരും കോർപ്പറേറ്റ് ജോലി കൊടുക്കുന്നത്. അപ്പൊ വർഷത്ത് പറഞ്ഞതുപോലെ തന്നെ ഒരാൾ വന്നു കഴിഞ്ഞാൽ എന്റെ പോക്കറ്റിൽ നിന്നാണ് ഞാൻ സാലറി കൊടുക്കുന്നത് അല്ലെ? അപ്പൊ ഞാൻ സാലറി കൊടുക്കുമ്പോൾ അവന് ഞാൻ നോക്കുന്ന കാര്യം എന്റെ ജോലി അവന് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും, എന്റെ കമ്പനിക്ക് എന്ത് ഗുണമുണ്ട് അവനെ കൊണ്ട്, ഈ കാര്യങ്ങളായിരിക്കും നോക്കുന്നുണ്ടായിരിക്കും അല്ലെ? അപ്പൊ നിങ്ങൾക്ക് 100% പറയാൻ പറ്റും, അതായത് നിങ്ങൾ പഠിച്ചിറങ്ങിയ അല്ലെങ്കിൽ നിങ്ങൾ ടാസ്ക് കൊടുത്ത സ്റ്റുഡന്റ് ഉറപ്പായിട്ടും ജോലി കിട്ടുമെന്ന് 100% നിങ്ങൾക്ക് പറയാൻ പറ്റും? തീർച്ചയായിട്ടും. നമ്മൾ കാണിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള ഇത്തരം ആക്ടിവിറ്റീസിലൂടെ സക്സസ്ഫുള്ളി ആ ക്രൈറ്റീരിയകളൊക്കെ മീറ്റ് ചെയ്ത് പോകുന്ന സ്റ്റുഡൻറ്റിന് 100% പ്ലേസ്മെന്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ. പിന്നെ ഒരു ചോദ്യം എന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് എഡ്വിൻ അതിലേക്ക് എത്തിയത്? എന്താണ് എഡ്വിൻ? പല ആൾക്കാർ നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ്, ആരാണ് എഡ്വിൻ കാണുന്ന സമയത്ത്. അപ്പൊ എഡ്വിൻ ആരാ? അതെ, അല്ല ഞാനും ഓർത്തിരുന്ന വെച്ചാൽ എഡ്വിൻ ആയിരിക്കും നമ്മുടെ ബൈജൂസ് എന്നൊക്കെ പറയുന്ന പോലെ അല്ലേ? നമ്മള് സാധാരണഗതിയിൽ ഇപ്പൊ അങ്ങനെയാണല്ലോ. ഉറപ്പായിട്ടും അല്ലെ, ഒരുപാട് നമ്മുടെ പേരെന്താണോ പ്ലസ് അക്കാഡമി അല്ലെങ്കിൽ അല്ലെ, നമ്മള് ഒരുപാട് നമ്മള് പേരിന്റെ പുറകെ നമ്മൾ പോയി അല്ലെ. ഫസ്റ്റ് എന്താണ് നമ്മൾ പേര്, പല പല പേരുകൾ നോക്കി. ആ സമയത്ത് എനിക്കൊന്നും ChatGPT ഇല്ല അല്ലെ, ഗൂഗിളിൽ കുറെ നമ്മള് ഇതേപോലെ നമ്മൾ സെർച്ച് ചെയ്തു, ഫൈനലി നമ്മൾ എത്തി. ഓക്കെ, അതായത് എഡ്വിൻ നമ്മൾ ഇടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് എഡ്യൂക്കേഷൻ പ്ലസ് വിൻ, അതായത് എഡ്യൂക്കേഷൻ ത്രൂ അവന് ലൈഫിലും കരിയറിലും അവന് സക്സസ് ആവാൻ പറ്റും. ആ രീതിയിലൊരു പേരാണ് നമ്മൾ ഇനീഷ്യലി നമ്മൾ എഡ്വിൻ അക്കാഡമി എന്ന രീതിയിലേക്ക് നമ്മൾ കണ്ടുപിടിച്ച് നമ്മൾ ഫേമിന് നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ജോലി ശരിക്കും എന്തായിരുന്നു? മീൻസ് എത്ര വർഷം നിങ്ങൾ ജോലി ചെയ്താൽ? ഇതേപോലെ നിങ്ങൾ കോഴ്സുകളൊക്കെ പഠിച്ചിട്ടുണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാം. ആക്ച്വലി ഞാൻ 11 വർഷത്തോളമാണ് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. HR ആയിട്ടുണ്ടായിരുന്നു, അഡ്മിനിസ്ട്രേഷനിലുണ്ടായിരുന്നു, സെയിൽസിലുണ്ടായിരുന്നു. അതുപോലെ എനിക്ക് ആക്ച്വലി ഇന്ത്യയിലും വിദേശത്തായിട്ടാണ് എൻ്റെ വർക്ക് എക്സ്പീരിയൻസ് വരുന്നത്. ഈ പറയുന്ന ഹ്യൂമൻ റിസോഴ്സിലും അതുപോലെ മാനേജ്മെന്റിലും
പിന്നെ ഓപ്പറേഷൻസിൽ ഉണ്ടായിട്ടുണ്ട്. സെയിൽസ് ഈ മേഖലകളിലൊക്കെയാണ് എൻ്റെ എക്സ്പീരിയൻസ് വരുന്നത്. ഓക്കെ, നിങ്ങൾ പഠിച്ചിറങ്ങിയ സമയത്ത് അല്ലെങ്കിൽ ഇതേപോലെ ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അതായത് പഠിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് ജോലിയൊന്നും ആയില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പഠിച്ച സ്ഥലം ശരിയായില്ല എന്നുള്ള അനുഭവങ്ങൾ ചിലപ്പോൾ കാണാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഡെഫിനറ്റ്ലി. അതായത് ഞാൻ ബികോം ആണ് ചൂസ് ചെയ്തത്. ഈ ബികോം ചൂസ് ചെയ്യാൻ എന്താണ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ബികോം എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും +2 ഞാൻ കൊമേഴ്സ് എടുത്തത്. ഈ +2 കൊമേഴ്സ് എടുത്തുകൊണ്ട് മാത്രം ബികോം ചൂസ് ചെയ്ത ഒരാളാണ് ഞാൻ. ബികോം ചൂസ് ചെയ്തപ്പോഴും എന്തിനാണ് ബികോം എന്ന സംഭവം നമുക്കറിയില്ല. പക്ഷെ ബികോമിൽ ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഏത് സ്റ്റുഡൻറ്റിനോട് പക്ഷേ ചോദിക്കുകയാണെങ്കിൽ ആൾ പറയും എനിക്കൊരു അക്കൗണ്ടന്റ് ആവണം, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്താണെങ്കിൽ ആൾക്കാർ പറയും ശരിക്കും CA ആവണം, CM ആവണം. ഇത് എന്താണ് ആക്ച്വലി CA CMA എന്ന് പോലും ഇന്നത്തെ കുട്ടികൾക്ക് അറിയില്ല. അത് ഒരുപാട് മാർക്കറ്റിങ്ങിന്റെ പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാർക്കറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് അവരിപ്പോൾ ഇന്നത്തെ കാലത്ത് ആ കാര്യങ്ങൾ പറയുന്നത്. ഞാൻ അന്ന് പറഞ്ഞൊരു കാര്യം, എനിക്ക് അക്കൗണ്ടന്റ് ആവണം എന്നുള്ള കാര്യം. ഈ എന്താണ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ എന്താണ് അക്കൗണ്ടന്റ് ജോലി എന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ ഞാൻ അക്കൗണ്ടന്റ് എന്ന രീതിയിലേക്ക് ഞാൻ വിശ്വസിച്ചു. ഞാൻ അക്കൗണ്ടന്റ് ആവുമെന്ന് ഞാൻ ഉള്ളിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ബികോം ഞാൻ പഠിച്ച് പാസ്സായി. ബികോം പഠിച്ച് പാസ്സായ സമയത്ത് പല ഇൻസ്റ്റിറ്റ്യൂഷൻസിലും പല കമ്പനീസിലും ഞാൻ അക്കൗണ്ടിങ് എന്ന് പറയുന്ന വേക്കൻസി ഞാൻ പോയ സമയത്ത് എല്ലാവരും എന്നോട് അക്കൗണ്ടിങ് എന്താണ് എന്നല്ല ചോദിക്കുന്നത്. ഒരു പ്രോബ്ലം തന്നിട്ട് അത് സോൾവ് ചെയ്യാനാണ് പറയാം. ഇപ്പോൾ 2-3 കമ്പനീസിലേക്ക് പോയി പിന്നെയാണ് എനിക്ക് മനസ്സിലായി ഈ പറഞ്ഞ പരിപാടി നമുക്ക് പറ്റുന്ന പരിപാടിയല്ല എന്നുള്ള കാര്യം. സോ അതുകൊണ്ട് ഇപ്പം ഏത് കരിയർ അല്ലെങ്കിൽ ഏത് സിറ്റുവേഷൻ ആണെങ്കിലും എൻ്റെ കരിയർ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഈവൻ അതിലൊരിക്കലും ഞാൻ തോറ്റു കൊടുക്കില്ല. എൻ്റെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകാൻ അതിയായ ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. അപ്പം അതിൽ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് എൻ്റെ കരിയറിൽ അത്രയും സെൽഫിഷാണ്. അപ്പം അങ്ങനെ ഞാൻ ചൂസ് ചെയ്തു. ഞാൻ ഒരുപാട് കാര്യങ്ങൾ നോക്കി പഠിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ പഠിക്കാൻ തീരുമാനിച്ച സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കോഴ്സസ് നോക്കി. ഓക്കെ, PG ചെയ്യാനാണ് തീരുമാനിച്ചത്. എനിക്ക് MCOM ചെയ്യാം അല്ലെങ്കിൽ MBA ചെയ്യാം. ഓക്കെ, അതിൽ ഞാൻ MBA ചൂസ് ചെയ്തു. ചൂസ് ചെയ്യാൻ വേറെ റീസൺസ് കാര്യങ്ങളൊന്നുമില്ല. MBA എന്ന് പറയുമ്പോൾ നമുക്ക് 2 വർഷം അടിപൊളിയായി നടക്കാം, കളറാക്കാം അല്ലെ. MBA എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ വെയിറ്റ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിച്ചു അന്നത്തെ കാലത്ത്. എനിക്ക് ബ്ലേസർ ഇട്ട് നടക്കാം. ഡെഫിനറ്റ്ലി ഒരുപാട് ആൾക്കാർ അന്ന് പോയിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ. അങ്ങനെ MBA ഞാൻ ജോയിൻ ചെയ്തു. ഭയങ്കര രസമായിട്ടാണ്. MBA ജോയിൻ ചെയ്ത സമയത്ത് ഒരു ഓറിയന്റേഷൻ ക്ലാസ് ഉണ്ടാവും നമുക്ക്. ഈ ഓറിയന്റേഷൻ ക്ലാസ് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഓറിയന്റേഷൻ ക്ലാസ് എടുക്കാൻ വരുന്ന അത്രയും വലിയ മോട്ടിവേറ്റേഴ്സ് ആണ്. അല്ല, അന്നും ഇതേപോലെ പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾക്ക് ജോലി കിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? അത് ഈ പറഞ്ഞതുപോലെ തന്നെ മോട്ടിവേഷൻ ആയിട്ടുള്ള ആൾക്കാർ വന്നല്ലോ. അപ്പൊ അവര് ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് നമ്മൾ ചെയ്യും. അപ്പം മോട്ടിവേഷൻ കിട്ടുമ്പോൾ നമ്മൾ വിചാരിക്കും നാളെ നമ്മളൊരു അംബാനിയാവും അല്ലെ, അല്ലെങ്കിൽ നാളെ ജോലിയല്ല ഇവിടെ അംബാനിയായി അല്ലെങ്കിൽ അദാനിയായി MBAക്കല്ലേ വരുന്നത്. അപ്പം പൊതുവെ നമ്മൾ മലയാളീസ് ആണ്. മോട്ടിവേഷൻ കാണുമ്പോൾ ഭയങ്കര മോട്ടിവേറ്റഡ് ആയിരിക്കും. ഞാൻ അംബാനിയല്ലേ നെക്സ്റ്റ് അല്ലെ, ആ ലെവലിൽ ഞാൻ എന്നെ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ മലയാളീസിന്റെ പൊതു കുഴപ്പമാണ് എനിക്കുള്ള കുഴപ്പമാണ് ശരിക്കും അത്. മോട്ടിവേഷൻ കേൾക്കുമ്പോൾ മാത്രം മോട്ടിവേറ്റഡ് ആവുക, ഇതാണ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ ഫസ്റ്റ് സെമസ്റ്റർ കഴിഞ്ഞു, സെക്കൻഡ് കഴിഞ്ഞു, തേർഡ് കഴിഞ്ഞു, ഫോർത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും അംബാനിയും ഇല്ല അദാനിയും ഇല്ല, എങ്ങനെയെങ്കിലും പഠിച്ച് പാസ്സായാൽ മതി, ലക്ഷങ്ങൾ കൊടുത്തിട്ട് ഞാൻ പഠിക്കണം. അപ്പൊ അങ്ങനെ പാസ്സായാൽ മതി എന്നുള്ള സംഭവത്തിലേക്ക് വന്നു. ഫൈനലി പാസ്സായി, ജസ്റ്റ് പാസ്. എനിക്ക് ആ രീതിയിലേക്കാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം ഞാനിങ്ങനെ ജോബ് അന്വേഷിക്കാൻ തുടങ്ങി. എൻ്റെ കോളേജ് പ്ലേസ്മെന്റ്സ് എല്ലാം ഉണ്ട്. നോക്കിയ സമയത്ത് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. പക്ഷെ എല്ലാത്തിനും 8,000 അല്ലെങ്കിൽ 10,000 ഒക്കെയാണ്. പക്ഷെ ഞാൻ പറഞ്ഞു ഒരിക്കലും ഞാൻ അതിൽ കംഫർട്ടായിട്ട് ഒതുങ്ങിക്കൂടെ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അങ്ങനെ ഞാൻ തന്നെ കണ്ടുപിടിക്കാൻ തുടങ്ങി ജോബ്. അപ്പൊ അങ്ങനെ ഫൈനലി ഞാൻ കണ്ടുപിടിച്ച് ഈ പറഞ്ഞ പോലെ തന്നെ ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയിൽ എത്തിപ്പെട്ടു. 2018 ഈ പറയുന്ന കമ്പനി വേൾഡ് തന്നെ ടോപ്പ് 3 എഡ്യൂക്കേഷൻ ഫേം എടുത്ത് നോക്കിയാൽ അതിലുണ്ടാവും. ദാറ്റ് ഇസ് ബൈജൂസ്. ഞങ്ങളെപ്പോലുള്ള കുറച്ച് ആൾക്കാരെ സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ചൊരു കമ്പനിയാണ് ശരിക്കും ബൈജൂസ്. ഇന്ന് നിലനിൽക്കുന്നില്ലെങ്കിൽ പോലും ഞങ്ങളെപ്പോലുള്ള പല ആൾക്കാരും കടപ്പാടുള്ള കമ്പനിയാണ് ബൈജൂസ് എന്ന് പറയുന്നത്. അതാണ് ബൈജൂസിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ കോളേജിലെ കംപ്ലീറ്റ് റെക്കോർഡ്സും പ്ലേസ്മെന്റ് റെക്കോർഡും ബ്രേക്ക് ചെയ്തിട്ടാണ്, കംപ്ലീറ്റ് കിട്ടിയ പാക്കേജും ബ്രേക്ക് ചെയ്തിട്ടാണ് ആക്ച്വലി ഞാൻ വരുന്നത്. ശരിക്കും എൻ്റെ അന്നത്തെ സാലറി എന്ന് പറയുന്നത് 7 LP ആയിരുന്നു. ശരിക്കും മന്ത്ലി നമുക്ക് എങ്ങനെയാണെങ്കിലും ഒരു 54,000 rupees ആണ് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ എപ്പോഴും പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ കുട്ടികളോട് പറയാം. അതായത് ഇപ്പം പല ആൾക്കാരും ചിന്തിക്കുന്ന ഒരു കാര്യം, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ
ഞാൻ അങ്ങനെയല്ല, അല്ലെങ്കിൽ ഞാൻ ബാക്ക് ബെഞ്ചർ അല്ലേ, എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ എല്ലാവരും നിങ്ങൾ പറയുന്ന കാര്യം ശരി, ഞാൻ എൻ്റെ എക്സാമ്പിളായി ഞാൻ പറയാം. എനിക്ക് പറ്റിയ 2 മക്കളെ നിങ്ങൾക്ക് എന്തായാലും പറ്റും. ഓക്കെ, സോ അങ്ങനെയാണ് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്തല്ല, ഞാൻ എൻ്റെ കാര്യങ്ങളാണ് ഞാൻ അവരോട് പറയാം, സജഷൻസ് കാര്യങ്ങൾ കൊടുക്കുക, അവരെ ഗൈഡ് ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക. ഇതാണ് ആക്ച്വലി നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾ മറ്റേ അംബാനിയാകും അദാനിയാകും എന്ന് പിള്ളേരോട് പറയാറില്ല? ഇല്ല, ഒരിക്കലും ഇല്ല. നമ്മളിപ്പോഴും പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങളുടെ കരിയർ ഡെവലപ്പ് ചെയ്യണം അല്ലെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു കുട്ടിക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവന്റെ ലൈഫ് രക്ഷപ്പെടും, അവന്റെ ഫാമിലി രക്ഷപ്പെടും അല്ലെ. അപ്പൊ ആ ഫാമിലിയിൽ രക്ഷപ്പെടാനായിട്ടുള്ള ഒരാളായിട്ട് നമ്മൾ മാറാം. അതേപോലെ തന്നെ ഏത് ഫാമിലിന്റെയും തലവര മാറ്റാൻ ഒരാളുണ്ടാവും നമ്മളിപ്പം പറയില്ല, ആ ആളാവാം എന്നുള്ള കാര്യമാണ് ഞാൻ ഇപ്പോഴും പറഞ്ഞു കൊടുക്കുന്നത്. ഇനി അമ്മീൻ എങ്ങനെയായിരുന്നു? ഞാൻ ആക്ച്വലി ഈ പറഞ്ഞ പോലെ ഡിഗ്രി നാട്ടിൽ നിന്ന് കഴിഞ്ഞു. പിന്നെ PG ആയിട്ട് ഞാൻ ശ്രീനഗറിലാണ്, ജമ്മു കാശ്മീരിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ പോകാൻ കാര്യം ഇത് തന്നെയാണ്, എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ എനിക്കൊരു ഇന്റർനാഷണൽ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്തുകൊണ്ട് പഠിക്കാനുള്ള ഒരു സൗകര്യം കിട്ടിയപ്പോൾ അങ്ങനെ പോയതാണ്. അത് കഴിഞ്ഞ് ബാംഗ്ലൂരിൽ കുറച്ചു കാലം ഉണ്ടായിരുന്നു, മുംബൈയിൽ കുറച്ചു കാലം ഉണ്ടായിരുന്നു. പിന്നെ മൂവ് ടു UAE. പിന്നെ ഈ പറഞ്ഞ പോലെ അവിടെയുള്ള വലിയ കമ്പനികളിൽ വർക്ക് ചെയ്യാൻ അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഗവൺമെന്റ് കമ്പനീസിൽ വർക്ക് ചെയ്യാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. കൊറോണ സമയത്തായിരുന്നു ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. ഈ നിങ്ങൾ എഡ്വിൻ തുടങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നാളെ തുടങ്ങാൻ പോവാണ് എഡ്വിൻ, നിങ്ങൾ റിസൈൻ ചെയ്തോ? ജോലിയെല്ലാം കംപ്ലീറ്റ് ആയിട്ട് നിർത്തിയിട്ടാണോ ഇതിലേക്ക് ഇറങ്ങിയത്, അല്ലെങ്കിൽ ജോലിയോടൊപ്പം തന്നെയാണ് എഡ്വിൻ സ്റ്റാർട്ട് ചെയ്തത്? ഞാൻ കംപ്ലീറ്റ്ലി വിട്ടതിന് ശേഷമാണ്, കാരണം നമ്മൾ വർക്കിംഗ് ഹൈദരാബാദ്. ഓക്കെ, അപ്പോൾ നാട്ടിലേക്ക് തിരിച്ചു വന്നതിന് ശേഷമാണ്. നാട്ടിലേക്ക് വന്നത് കമ്പനി തുടങ്ങണം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ തന്നെയാണ് രണ്ടുപേരും? നമ്മൾ ആക്ച്വലി അന്ന് എഡ്വിൻ എന്നുള്ള രീതിയിനെക്കാളും എനിക്ക് തോന്നുന്നു 2-3 കാര്യങ്ങളുണ്ടായിരുന്നു. നമ്മൾ ഇന്നിപ്പം അല്ലെ ശുദ്ധമായിട്ടുള്ള വെള്ളം, അത്രയും ക്ലീൻ വാട്ടർ കിട്ടുന്നില്ല ആൾക്കാർ. അപ്പൊ അതിന്റെയൊക്കെ നമ്മള് പല കാര്യങ്ങളുണ്ടായിരുന്നു. ഇ-കൊമേഴ്സിന് ആമസോണിന് വെല്ലുവിളിയായിട്ട് നമ്മളൊരു കമ്പനി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പല പല കാര്യങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ശരിക്കും ഹൈദരാബാദിൽ നാട്ടിലേക്ക് വരുമ്പോ പ്ലാനിങ്ങുകളായിരുന്നു. അതിൽ നിന്നാണ് നമ്മൾ എഡ്വിനിലേക്ക് നമ്മൾ എത്തിപ്പെട്ട. എന്തായാലും അല്ലെ നമുക്ക് ആ പ്ലാനുകൾ ഉണ്ട് അല്ലെ. സോ വരും ദിവസങ്ങളിൽ നമ്മൾ എന്തായാലും ഇംപ്ലിമെന്റ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ പ്ലാൻസും കാര്യങ്ങളൊക്കെ. അല്ല, ജോലി ക്വിറ്റ് ചെയ്തിട്ടാണ് എഡ്വിനിലേക്ക് ഇറങ്ങുന്നത്. ആ ഒരു ദിവസം അല്ലെങ്കിൽ പിറ്റേ ദിവസം മുതൽ നിങ്ങളുടെ ചിന്തകൾ എന്തായിരുന്നു? രക്ഷപ്പെടുമെന്നോ പണ്ടത്തെ പോലെ അംബാനിയോ ഒക്കെ ആകുമെന്നാണോ? എന്തായിരുന്നു? അതായത് ഒരു ഡു ഓർ ഡൈ സിറ്റുവേഷൻ ആണ് അല്ലെ. ഈവൻ ഫാമിലിക്ക് എനിക്ക് തോന്നുന്നു ലൈക്ക് നമ്മുടെ 2 ഫാമിലിക്ക് അറിയില്ല നമ്മൾ ജോബ് നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ജോബ് നമ്മൾ റിസൈൻ ചെയ്ത കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ വരും. അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പിന്നീട് നമ്മൾ ജോലിക്ക് പോവാണ്, പുതിയ കമ്പനിയിൽ നമ്മൾ ജോയിൻ ചെയ്തു. ഇതാണ് നമ്മുടെ ഫാമിലിക്ക് അറിയുന്ന കാര്യങ്ങൾ. നാട്ടിൽ തന്നെ ജോയിൻ ചെയ്തു? നാട്ടിൽ തന്നെയാണ് ജോയിൻ ചെയ്യുന്നത്. ഇപ്പൊ രാവിലെ എണീറ്റ് പോകുന്നുണ്ട്, പക്ഷെ രാത്രി വരുന്ന സമയത്ത് ലേറ്റ് ആയിട്ട് വരുന്നുണ്ട്. വലിയ ഏതോ കമ്പനിക്ക് കയറി സാധാരണ 5 മണിക്ക് 6 മണിക്ക് എത്തേണ്ടത് ഇപ്പൊ 10 മണിയാണ്. വലിയ സെറ്റപ്പിലാണ്, വലിയ ഉയരങ്ങളിലെത്തി എന്നാണ് വീട്ടുകാർ വിചാരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഫൈനലി ലാസ്റ്റ് ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു 1-2 വർഷം അല്ലെ കഴിഞ്ഞപ്പോഴാണ് വീട്ടിൽ പോലും നിങ്ങൾ പറഞ്ഞത് ഇത് ഞങ്ങളുടെ കമ്പനിയാണ്. ഇപ്പൊ ലാസ്റ്റ് ഞങ്ങളുടെ കോഴിക്കോട് ഓഫീസിൽ നമ്മുടെ ഇനോഗ്രേഷൻ സെറിമണി ഉണ്ടായി. നമ്മുടെ 2 പാരന്റ്സ്, നമ്മുടെ 2 ആൾക്കാരുടെ പാരന്റ്സ് എനിക്ക് തോന്നുന്നു അന്നാണ് അവർ അറിഞ്ഞ എഡ്വിൻ അക്കാഡമിയിൽ ഇത്ര ആൾക്കാർ പഠിക്കുന്നുണ്ട്, ഇത്രയും വലിയ സംഭവമാണ്, ഇവർ ഭയങ്കര സെറ്റപ്പാണ്. അന്നാണ് നമ്മുടെ പാരന്റ്സ് പോലും അറിഞ്ഞിട്ടുണ്ടാവുക. ഓക്കെ, അതുവരെ അപ്പൊ നിങ്ങൾ എങ്ങനെ മീൻസ് ഫസ്റ്റ് 1-2 മാസം സ്ട്രഗ്ലിംഗ് പീരീഡ് ഉണ്ടാകും? ഒരുപാട് കാലത്തെ സ്ട്രഗിൾ ആണല്ലോ. നമ്മുടെ ലൈഫ് ഒരുപാട് നമ്മള് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങളും. ഇപ്പോൾ സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് ആ സമയത്ത് പിന്നെ ബൈക്ക് ഉണ്ട്, കാറുണ്ട്. ദറ്റ് ഈസ് ഞാൻ യൂസ് ചെയ്യുന്നത് റോയൽ എൻഫീൽഡ് ആയിരുന്നു. കമ്പനി തുടങ്ങിയതിന് ശേഷം ഞാനത് വിറ്റ് ഒരു ഇലക്ട്രിക് സ്കൂട്ടറിലേക്ക് മാറി. അപ്പൊ അങ്ങനെ നമ്മള് ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ട്, ഒരുപാട് ഡെഡിക്കേഷൻ. ജംഷീറിന് എന്തായിരുന്നു അവസ്ഥ? ക്രെഡിറ്റ് കാർഡിന്റെ വില ഞാൻ മനസ്സിലാക്കുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ അന്ന് അതുവരെ ഞാൻ ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ടില്ല കേട്ടോ. നമ്മള് മെട്രോയിൽ പോകുമ്പോഴും നമ്മൾ എവിടെ പോകുകയാണെങ്കിലും ബാങ്കുകാർ നമ്മൾ ബാക്കിൽ വരും അല്ലെ. ഈവൻ പ്രീ അപ്രൂവ്ഡ് ക്രെഡിറ്റ് കാർഡ് എനിക്ക് കിട്ടി, പക്ഷെ ഞാൻ വേണ്ടാന്ന് വെച്ചു. പക്ഷെ അന്നേരം എനിക്ക് മനസ്സിലായി ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ബെറ്റർ. അന്നൊരു കോള് വന്നു HDFC ബാങ്കിൽ നിന്നാണ്. അപ്പൊ അവർ പറഞ്ഞു പ്രീ അപ്രൂവ്ഡ് ആയിട്ട് 2.5 lakh ഉണ്ട്, എടുക്കുന്നു. ഓക്കെ, കണ്ണും പൊടി ഞാൻ പറഞ്ഞു ഓക്കെ എടുത്തോ അല്ലെ. ആ ഒരു ക്രെഡിറ്റ് കാർഡിന്റെ വില മനസ്സിലാക്കി നമ്മൾ അന്നാണ്. ശരി, ഓക്കെ. ഇപ്പൊ ഈവൻ മീൻ പറഞ്ഞതുപോലെ തന്നെ
ഐ മീൻ നമ്മൾ രണ്ടുപേരും ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പുള്ളിയുടെ കയ്യിൽ ബൈക്കായിരുന്നു. ശരിക്കും ബൈക്കിൽ വരുമ്പോൾ റോയൽ എൻഫീൽഡ്, ബുള്ളറ്റിൽ വരുമ്പോൾ ഒരു വിലയുണ്ട്. ഈ വില ശരിക്കും പറഞ്ഞാൽ നമ്മള് ബൈക്കിലേക്ക് നമ്മൾ സ്കൂട്ടറിലേക്ക് മാറിയ സമയത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ വീട്ടിൽ നിന്നാണെങ്കിലും എന്തൊക്കെ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ഡൗട്ട് അടിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും ബുള്ളറ്റ് നേരെ. പക്ഷേ EV ആണെന്ന് എടുത്തല്ലേ, EV എടുത്തോണ്ട് ഞങ്ങൾ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റ് കട്ടിങ് അല്ലെ, കമ്പനി തുടങ്ങുന്നു. സോ നമ്മൾ കോസ്റ്റ് കട്ടിങ് ആണ്. പിന്നെ EV എന്നൊക്കെ പറയുന്ന പുതിയ അല്ലെ സംഭവങ്ങളല്ലേ, ഒന്ന് നമ്മൾ ട്രൈ ചെയ്തു. എനിക്ക് അന്ന് എനിക്കൊരു സ്കൂട്ടർ, എൻ്റെ ബാബ ഡിഗ്രി ഫൈനൽ ഇയർ എനിക്ക് വാങ്ങിച്ചു തന്നൊരു ബൈക്ക് ഉണ്ടായിരുന്നു. ബൈക്കല്ല, ആക്റ്റീവ അന്നത്തെ കാലത്ത്. അതെടുത്തിട്ടാണ് ഞാൻ വരാം. എനിക്ക് അതെടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഓഫീസ് എന്ന് പറയുന്നത് കണ്ണൂരിന്ന് അറൗണ്ട് 30 കിലോമീറ്റേഴ്സ് അല്ലേ. അന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ബൈക്ക് എടുത്തിട്ട് വരികയാണെങ്കിൽ എനിക്ക് ഡെയിലി 100 രൂപ 150 രൂപ സ്പെൻഡ് ആവും. എനിക്ക് ആ കാരണത്താൽ ഞാൻ ബസ്സിനാണ് വരിക. ശരി, എനിക്ക് ബസ്സിന് വന്നിട്ട് നമ്മളെ ഓഫീസിൽ കുറച്ച് നടക്കാണ്ട് ഞാൻ മീറ്റിംഗ് വിളിക്കും. ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്, ഒന്ന് പിക്ക് ചെയ്യാൻ വരണേ. സോ അങ്ങനെ നമ്മൾ ഒരുപാട് നാളും അങ്ങനെ ഓടിച്ചിട്ടുണ്ടാകും. ശരിക്കും ഇന്ന് നമ്മൾ പഠിച്ചോസായി നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ രണ്ടുപേരും പോകും നമ്മുടെ 2 സ്വന്തം കാറുകളിലാണ്. കാറെന്ന് പറഞ്ഞ സത്യം പറഞ്ഞാൽ തീരെ ചെറിയ കാറോ അങ്ങനെയൊന്നും അല്ല. അത്യാവശ്യം നമുക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള വണ്ടി തന്നെയാണ് നമ്മൾ എടുത്തിട്ടുണ്ടാകുന്നത്. അന്ന് അമ്മീൻ പോയിരുന്നത് കിട്ടി ബുള്ളറ്റിലാണ്. പിന്നെ അതിനുശേഷം പിറ്റേ ദിവസം മുതൽ സ്കൂട്ടറിൽ പോകുമ്പോൾ സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? സങ്കടങ്ങള് ശരിക്കും പറഞ്ഞാൽ ഇല്ല. കാരണം നമ്മൾ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് നടക്കുന്ന, അതിനു വേണ്ടിയിട്ട് അത്രയും സമയവും നമ്മുടെ അധ്വാനവും നമ്മൾ ചിലവഴിച്ചിട്ടുണ്ട്. അപ്പോ സങ്കടപ്പെടാനുള്ള സമയം ഉണ്ടായില്ല. അതെ, സ്വപ്നം കാണാനായിരുന്നു നമുക്ക് സമയം കൂടുതൽ നമ്മൾ സ്പെൻഡ് ചെയ്തത്. നമ്മുടെ സമയം ശരിയാണെങ്കിൽ ഇതിനേക്കാൾ വലിയ വണ്ടികൾ മേടിക്കും അല്ലെങ്കിൽ ആ ഒരു. തീർച്ചയായിട്ടും. കാരണം നമ്മൾ എപ്പോഴും കാണുന്നുണ്ട് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ എല്ലാത്തിനും അതിന്റെ റിസൾട്ട് ഉണ്ട്. അപ്പൊ നമ്മൾ വിശ്വസിച്ചു, നമ്മളത് എഫേർട്ട് ഇടുന്നുണ്ടായിരുന്നു, എഫേർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട്. അപ്പൊ അതിനുള്ള റിസൾട്ട് ഇന്നല്ലെങ്കിൽ നാളെ വരും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പായിരുന്നു. അപ്പോ ദൈവദൂതനെ പോലെ വന്ന സ്റ്റുഡൻസ് കാണുമല്ലോ, എത്ര പേരുണ്ടായി ഫസ്റ്റ് ബാച്ചിൽ? എനിക്ക് തോന്നുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ ഫേസ് ചെയ്ത പ്രോബ്ലം ആണ് ശരിക്കും കുട്ടികളെ കണ്ടുപിടിക്കുക എന്നുള്ള കാര്യം. അപ്പം നമ്മളിതിൽ പല കുട്ടികളും നമ്മൾ കോൺടാക്ട് ചെയ്യാൻ തുടങ്ങി, പല ആഡുകൾ റൺ ചെയ്യാൻ തുടങ്ങി, ഒന്നും വർക്ക്ഔട്ട് ആവുന്നില്ല. പല കുട്ടികളും കൂടെ ചോദിക്കും നിങ്ങൾ സ്കാം ആണോ അല്ലെ, ആ രീതിയിൽ പോലും പല ആൾക്കാരും നമ്മൾ ചോദിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ഞങ്ങൾ രണ്ടുപേരും തന്നെ ഇറങ്ങി എല്ലാ കാര്യത്തിലും. ഈവൻ കുട്ടികളെ ഡയറക്റ്റ് നമ്മൾ കാണാൻ തുടങ്ങി. അത് അവരുടെ കോളേജിലായിക്കോട്ടെ അല്ലെങ്കിൽ അവർ എവിടെയാണോ അവർ ഉള്ളത് അവരെ പോയി ഡയറക്റ്റ്ലി നമ്മൾ കാണാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ കുട്ടികളെ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ കൗൺസിലിംഗ് കാര്യങ്ങളും ചെയ്ത് അവർക്ക് ഇന്ന കാര്യങ്ങളാണ് വേണ്ടത് എന്ന കാര്യങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷമാണ് കുട്ടികൾ ഞങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ആദ്യത്തെ മാസം ജസ്റ്റ് 2-3 സ്റ്റുഡൻസ് മാത്രമാണ് ആദ്യത്തെ മന്തിൽ വിളിച്ചത്. പക്ഷെ ഇന്നിപ്പോ ദൈവം സഹായിച്ച ഞങ്ങളുടെ എല്ലാ മാസവും 300-ലധികം കുട്ടികളാണ് ഞങ്ങളുടെ കോഴ്സിന് വന്നിട്ട് ജോയിൻ ചെയ്യുന്നത്. ആ 2 സ്റ്റുഡൻസിന് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഉറപ്പായിട്ടും യെസ്. അതിലൊരാള് ഇന്ന് മലപ്പുറം ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പിൽ വർക്ക് ചെയ്യുന്നത്. സ്റ്റാർട്ടപ്പില്ല, അത്യാവശ്യം നല്ലൊരു കമ്പനി ആയിട്ട് അത് മാറിയിട്ടുണ്ട്. അതിൽ വർക്ക് ചെയ്യാണ് അവിടെ കയറിയ സമയത്ത് HR ഇന്റേൺ ആയിട്ടാണ് കയറിയിട്ടുണ്ടായത്. ഇന്ന് എനിക്ക് തോന്നുന്നത് HR അസിസ്റ്റന്റ് മാനേജർ ആയിട്ടാണ് പുള്ളി അവിടെ വർക്ക് ചെയ്യുന്നത്. എന്താവശ്യത്തിനാണ് ഈ ആള് ഞങ്ങളെയും കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ആ ഒരു ബന്ധം നിലനിർത്തിയിട്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നത്. രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് ബാംഗ്ലൂർ, അത്യാവശ്യം നമുക്ക് എല്ലാവർക്കും അറിയപ്പെടുന്ന കമ്പനിയായ ഊബറിൽ വർക്ക് ചെയ്യാണ്. ഊബറിൽ HR ആയിട്ട് തന്നെയാണ് ഊബർ വർക്ക് ചെയ്യുന്നത്. ഈ ഒരു യാത്രയിൽ നിങ്ങളെ സ്വാധീനിച്ച വ്യക്തികൾ ഉണ്ടാകുമല്ലോ, മീൻസ് പല രീതിയിൽ സ്വാധീനിച്ച ആളുകൾ ഉണ്ടാകും. ചിലപ്പോൾ നേരത്തെ ഫസ്റ്റ് പറഞ്ഞതുപോലെ ടീം മെമ്പേഴ്സ് ഉണ്ടാകാം, ഫാമിലി ഉണ്ടാകാം, ഫ്രണ്ട്സ് ഉണ്ടാകാം. അങ്ങനെ സ്വാധീനിച്ച വ്യക്തികൾ പറയാം. കണ്ണൂർ ബേസ് ചെയ്തിട്ടുള്ള PCEC എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി. ആ കമ്മ്യൂണിറ്റി ചെയ്യുന്നത് ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുക, അവർക്ക് വേണ്ടിയിട്ടുള്ള ഗൈഡൻസ് കൊടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഇന്നത് കണ്ണൂരിൽ ഒതുങ്ങിയിരിക്കുന്നതല്ല. അത് എനിക്ക് തോന്നുന്നു ലോകം എല്ലാ സ്ഥലങ്ങളിലും അതിൻ്റെ മെമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്രയും വലിയൊരു നെറ്റ്വർക്ക് ഉള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ആ ഒരു കമ്മ്യൂണിറ്റിയുടെ പയ്യന്നൂരിൽ വെച്ച് നടന്നിട്ടുള്ള ഒരു ബിസിനസ് മീറ്റിലാണ് നമ്മൾ ആദ്യം പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതായത് നമ്മൾ പ്ലാൻ ചെയ്തു ഇങ്ങനൊരു എൻറ്റിറ്റി ചെയ്യണം. ഇനി ഇതിൻ്റെ ലീഗൽ വശങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാം നമ്മൾ അറിയണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു മീറ്റിംഗ് നമ്മൾ അറ്റൻഡ് ചെയ്തായിരുന്നു. അത് വലിയൊരു വഴിത്തിരിവായിരുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഇനീഷ്യലി ചെയ്തു തുടങ്ങാം എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് അവരുടെ സപ്പോർട്ടിനനുസരിച്ച് അവരുടെ ഗൈഡൻസിനനുസരിച്ച് നമ്മൾ നീങ്ങുകയും ചെയ്തു. അപ്പോൾ അതിൽ ഇന്നും നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് എല്ലാവരും. ഒന്നാമതെന്ന് പറയുന്നത് ഇത് ഒരുപാട് ഓൺട്രപ്രണേഴ്സിൻ്റെ ഒരു കമ്മ്യൂണിറ്റിയാണ്.
അപ്പോൾ അത് കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ മാത്രം ഒതുങ്ങിയിരിക്കുന്നതല്ല, പല രാജ്യങ്ങളിലും ഉള്ള ആൾക്കാരൊക്കെ അടങ്ങിയിട്ടുള്ളൊരു ഗ്രൂപ്പാണ്. നമുക്ക് പല രീതിയിലുള്ള സപ്പോർട്ടുകൾ എല്ലാവരുടെ ഭാഗത്തും നമുക്ക് കിട്ടിയിട്ടുണ്ട്. എസ്പെഷ്യലി നമ്മുടെ സ്വന്തം മൂസാക്കാനെ നമുക്ക് എന്തായാലും നമ്മുടെ എല്ലാ ഇതിലെ മെമ്പറാണോ? മൂസാക്കിയാണ് PCCന്റെ മെയിൻ ആള് എനിക്ക് തോന്നുന്നു അറിയപ്പെടാത്ത അല്ലെങ്കിൽ അറിയാത്ത ഒരു Entrepreneur അത്രയും എന്താ പറയാ നമ്മളെ സഹായിക്കുന്ന, അല്ലെങ്കിൽ മൂപ്പരുടെ ചിരി തന്നെ കണ്ടാൽ മതിയല്ലേ, അത്രയും അടിപൊളിയായിട്ട് മനുഷ്യനാണ് ശരിക്കും. ഓക്കെ, ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. എന്തിനും ഏതിനും മൂസാക്ക എന്നാണ് നമ്മൾ മൂസാക്കൻ തന്നെ പറയുന്നത് ശരിക്കും. അപ്പൊ അങ്ങനെ മൂസാക്ക ഉണ്ടായിരുന്നു. പിന്നെ രവിയേട്ടൻ, പിന്നെ നമ്മുടെ ഡോക്ടർ മാധവൻ സർ നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നും നമ്മുടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും സാറിന്റെ പിന്നെ ഹെൽത്ത് കണ്ടീഷനും എല്ലാം മാറ്റി, അതെല്ലാം മാറ്റി നിർത്തി നമ്മുടെ കൂടെ വന്ന് സഹകരിച്ചു പോകും. കണ്ണൂർ എന്ത് പരിപാടി തുടങ്ങണമെങ്കിലും ഈ പറഞ്ഞ മൂസാക്കാനെ തീർച്ചയായിട്ടും. ഇത് മാത്രല്ല, നമുക്കറിയാം നമ്മളെ ആസ് എൻ ഓൺട്രപ്രണർ നമുക്ക് ഒരു ഓൺട്രപ്രണർ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് ആൾക്കാർ ഈ ഇത്തരം ബിസിനസ്സുകളിൽ അവർക്ക് അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടുള്ള സഹായം സപ്പോർട്ട് ചെയ്യണം നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റുഡൻസിൽ തന്നെ നമ്മൾ അത്തരം കാര്യങ്ങൾ പറയാറുണ്ട്. ഇപ്പം പല ആക്ടിവിറ്റീസ് ഞാൻ പറഞ്ഞതുപോലെ പല ആക്ടിവിറ്റികളിലൂടെയാണ് നമ്മുടെ ഒരു പ്രോഗ്രാം പോകുന്നത്. ഈവൻ നമ്മുടെ സിലബസിൽ പോലും നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ദ കമൻസ്മെന്റ് ഓഫ് എ ബിസിനസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന, ഇന്ത്യയിലൊരു സംരംഭം തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള എന്തൊക്കെയാണ് ലീഗൽ വശങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെ ടൈപ്പ് ഓഫ് രജിസ്ട്രേഷൻസ് ആണ് വരുന്നത്, എന്തൊക്കെ ലൈസൻസിങ് പ്രൊസീജിയേഴ്സ് ആണ് വരുന്നത്. അപ്പൊ അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതുപോലും ആ ഒരു കോഴ്സുകളിൽ പോലും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ടാലന്റ് സമ്മിറ്റ് എന്ന രീതിയിൽ നമ്മുടെ സ്റ്റുഡൻസിന് എന്തെങ്കിലും ഇത്തരത്തിലുള്ള ഒരു ബിസിനസ് ഐഡിയ അവർക്ക് ഉണ്ടെങ്കിൽ അത് അവതരിപ്പിക്കാനും അതിന്റെ ഒരു പ്രസന്റേഷനും നമ്മൾ രീതിയിലാണ് നമ്മൾ ടാലന്റ് സമ്മിറ്റ് സംഘടിപ്പിക്കാറുള്ളത്. അപ്പൊ ഈ ടാലന്റ് സമ്മിറ്റ് നമ്മൾ എല്ലാ ബ്രാഞ്ചുകളിലും കണ്ടക്ട് ചെയ്യുകയും അതിൽ നിന്ന് നല്ല ഐഡിയകൾ കണ്ടെത്തി കഴിഞ്ഞാൽ അതിനെ പ്രൊമോട്ട് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന രീതിയിലൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ അത്തരത്തില് നമ്മൾ വിശ്വസിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരു കോഴ്സിന് ജോയിൻ ചെയ്ത് ഒരു ജോബിലേക്ക് എത്തുന്നത് എന്നതിനേക്കാൾ ഉപരി ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഒരാൾ വന്നൊരു നമ്മുടെ കോഴ്സിൽ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്ത് അയാളൊരു ബിസിനസ് തുടങ്ങി കഴിഞ്ഞാലേ അയാൾക്ക് മിനിമം ഒരു 10 ആൾക്കാർക്ക് ജോലി കൊടുക്കാൻ കഴിയും അല്ലെ. അപ്പൊ ഒരാള് രക്ഷപ്പെടുന്നത് 10 ആൾക്കാരെ ഒരുമിച്ച് രക്ഷപ്പെടുത്താനുള്ള ഒരു കാപ്പബിലിറ്റി ഉണ്ട് ഈ ഒരു ഓൺട്രപ്രണർഷിപ്പിന് അല്ലെ. അപ്പൊ ആ രീതിയിലേക്ക് മാക്സിമം നമ്മുടെ സ്റ്റുഡൻസിന്റെ ഇടയിലുള്ള അത്തരം ആക്ടിവിറ്റീസ് നമുക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയത് ഈ ഒരു PCC കമ്മ്യൂണിറ്റി നമ്മളുമായിട്ട് ചുറ്റിപ്പറ്റി കിടക്കുന്ന ആൾക്കാരുടെ ആ ഒരു ഇൻഫ്ലുവൻസ് തന്നെയാണ്. PCEC അല്ലേ, ആ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് നല്ല അനുഭവങ്ങൾ കിട്ടി. അപ്പൊ നിങ്ങൾ തിരിച്ച് ആ കമ്മ്യൂണിറ്റിയിലും അതുപോലെ തന്നെ വളർന്നു വരുന്ന ഓൺട്രപ്രണേഴ്സിനൊക്കെ സപ്പോർട്ടുകൾ കൊടുക്കുന്നുണ്ടോ? ഉറപ്പായിട്ടും അതിന്റെ ബേസിലാണ് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ടാലന്റ് സമ്മിറ്റ് എന്ന് പറഞ്ഞ പ്രോഗ്രാം. മാത്രമല്ല ഞങ്ങളിപ്പം ഏത് കോളേജിലും നമ്മൾ സെഷൻസ് കാര്യങ്ങൾ നമ്മൾ എടുക്കാൻ പോകാറുണ്ട്. അതിൽ അവിടെ ഈ ഓൺട്രപ്രണറുകളായിട്ട് താല്പര്യമുള്ള കുട്ടികളെ പോലും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈവൻ ബൂട്ട് സ്റ്റാപ്പ് ചെയ്യാനായിട്ടാണെങ്കിൽ പോലും ഞങ്ങൾ അവരെ എപ്പോഴും സഹായിക്കുന്നുണ്ട്. അതായത് ഞങ്ങൾക്കറിയാം ശരിക്കും ഒരു ഓൺട്രപ്രണറുടെ പെയിൻ എന്താണെന്നുള്ള കാര്യമല്ലേ. അത്രയും പെയിനുകൾ അനുഭവിച്ച് അത്രയും കഷ്ടപ്പാടുകൾ അനുഭവിച്ചാണ് ഒരു ഓൺട്രപ്രണർ വളർന്നു വരുന്നത്. അപ്പൊ ആ ഒരു കാര്യത്തിൽ ഞങ്ങൾ അത്രയും ഹാപ്പി ആയിട്ട് തന്നെ ശരിക്കും അങ്ങനെയുള്ള ആൾക്കാരെ ഞങ്ങൾ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട് ശരിക്കും. ഓക്കെ, സാധാരണ ഇതിൽ പത്രങ്ങളിലൊക്കെ ഇങ്ങനെ വരുന്നതാണ് കണ്ണൂര് ബിസിനസ് ചെയ്യാൻ പറ്റിയൊരു അന്തരീക്ഷമല്ല എന്നുള്ളത്. ശരിക്കും അത് ഉള്ളതാണോ? കണ്ണൂരെ പറ്റി ഇങ്ങനെ പറയലാണ്. കണ്ണൂര് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ സ്നേഹമുള്ള മനുഷ്യന്മാരെ കാണുന്നത്, നല്ല ഫുഡുകൾ ഇങ്ങനെ കഴിക്കണം. കണ്ണൂർ ഇപ്പം നിങ്ങൾ കണ്ട മനസ്സിലായിട്ടുണ്ടാവും. ഈവൻ ഒരാൾ പോലും വിശന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻ കണ്ണൂർ കാണണം. അത് എവിടെ പോയിട്ട് നോക്കുകയാണെങ്കിൽ ഇത് വീടുകളിൽ നിങ്ങൾക്ക് കയറി ചെല്ലാൻ പറ്റും അല്ലെ. വീടുകളിൽ ചെന്നാൽ പോലും നമുക്ക് ഇഷ്ടത്തോട് അത്രയും സ്നേഹത്തോട് കൂടിയിട്ട് ഭക്ഷണങ്ങൾ പോലും വിളമ്പത്തിരുന്ന ആൾക്കാരാണ് കണ്ണൂരാരെന്ന് പറഞ്ഞത്. ഓക്കെ, മാത്രമല്ല ഇപ്പം പലപ്പോഴും ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ പല ആൾക്കാരും പറയുന്ന കാര്യമാണ് കണ്ണൂർ ഈസിക്കൽ ബോംബ് അല്ലെ, കണ്ണൂർ ഈസിക്കൽ വടിവാൾ. അപ്പം ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പുറത്തുനിന്ന്. പക്ഷെ അങ്ങനെയൊന്നല്ല കണ്ണൂർ. ഈവൻ അപ്പൊ ഞങ്ങൾ ആദ്യം തന്നെ ഞങ്ങൾ സെലക്ട് ചെയ്തൊരു കാര്യം ശരിക്കും, അതായത് ഞങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ കണ്ണൂരാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്നുള്ള കാര്യം. ഓക്കെ, സോ അത്രയും അടിപൊളിയായിട്ടുള്ള നാടാണ് കണ്ണൂർ. അത്രയും സ്നേഹത്തോടെ അല്ലെങ്കിൽ സ്നേഹിക്കാൻ മാത്രം അറിയുന്ന മനുഷ്യന്മാരാണ് ശരിക്കും കണ്ണൂരുള്ള. ഈവൻ ഞങ്ങളുടെ കോർ ടീം മെമ്പേഴ്സ് ആണെങ്കിൽ പോലും ഞങ്ങളുടെ അത്രയും ടീം മെമ്പേഴ്സ് ഉള്ളതും കണ്ണൂരാണ് ശരിക്കും. ആ ഒരു സ്നേഹം നിങ്ങളുടെ ഈ എഡ്വിൻ അക്കാഡമിയിലൂടെയും പോകുന്നുണ്ടോ? ഉറപ്പായിട്ടും. ഇതിൽ നേരത്തെ പറഞ്ഞല്ലോ ആരൊക്കെയാണ് ഇൻഫ്ലുവൻസ് ചെയ്തെന്നുള്ള കാര്യം. ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിനേക്കാളും കൂടുതലായിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങളെ വിശ്വസിച്ച കുറേ ആൾക്കാരുണ്ട് നമ്മുടെ പുറകിൽ ശരിക്കും.
അവരുടെയും കൂടിയാണ് എഡ്വിൻ അക്കാഡമി എന്ന് പറയുന്നത്. ഒരിക്കലും ജംഷീറിൻ്റെയോ അല്ലെങ്കിൽ അമീൻ്റെയും മാത്രം കമ്പനിയല്ല എഡ്വിൻ അക്കാഡമി. ഈവൻ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ വാക്ക് വിശ്വസിച്ച് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. ശരിക്കും എനിക്ക് തോന്നുന്നു അന്നത്തെ സമയത്തല്ലേ മിനിമം അല്ല, നമുക്കൊരു മിനിമം വേതന ഉണ്ട് ഏത് കാലത്താണെങ്കിൽ, അതുപോലും കൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ഞങ്ങളുടെ കൂടെ അത്രയും കട്ടൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായി. ഇപ്പൊ നേരത്തെ ഇൻഫ്ലുവൻസ് ചെയ്ത ആൾക്കാരെ പറ്റി പറഞ്ഞല്ലേ, അതേപോലെ തന്നെ ഞങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്ത മാത്രമല്ല അത്രയും സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ് ഞങ്ങളുടെ ടീം മെമ്പേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ. അപ്പം എഡ്വിൻ അക്കാഡമി കമ്പനി ആരാണ് ഓണേഴ്സ് അല്ലെങ്കിൽ ഡയറക്ടേഴ്സും ചോദിച്ചാൽ ഞങ്ങൾ എപ്പോഴും പറയുന്ന കാര്യം ജസ്റ്റ് അമീൻ്റെയോ അല്ലെങ്കിൽ ജംഷീറിന്റെ കമ്പനി മാത്രമല്ല എഡ്വിൻ അക്കാഡമി എന്ന് പറയുന്നത്. ഞങ്ങളുടെ പുറകിൽ ഞങ്ങളുടെ ഫോഴ്സ് ഉണ്ട്. ഓക്കെ, എനിക്കും ഏതോ സിനിമയിൽ എനിക്കും ഫോഴ്സ് ഉണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ ഞങ്ങളുടെ അത്രയും ബലമായിട്ടുള്ള അല്ലെങ്കിൽ അത്രയും സ്ട്രോങ് എന്ന് പറയുന്ന സ്ട്രോങ്ങസ്റ്റ് പോയിന്റ് നമ്മുടെ ടീം മെമ്പേഴ്സ് തന്നെയാണ് ശരിക്കും. അതും ആൾക്കാർ ഇനീഷ്യലി ഇപ്പം ഇന്നത്തെ കാലത്ത് നമ്മൾ ഒരു കമ്പനി സെലക്ട് ചെയ്യുമ്പോൾ എല്ലാ ബാക്ക്ഗ്രൗണ്ടും ചെക്ക് ചെയ്യുമല്ലേ. ഞങ്ങളുടെ 2 ആൾക്കാരുടെ വാക്കുകളും വിശ്വസിച്ച് വന്ന ആൾക്കാരാണ് ഞങ്ങളുടെ കൂടെയുള്ളത്. അപ്പൊ എന്താണ് ഞങ്ങൾ ആ സമയത്ത് പ്രോമിസ് ചെയ്ത് കൊടുത്ത കാര്യങ്ങൾ, അത് ഇന്ന് ദൈവം സഹായിച്ച് ഞങ്ങൾ കൂടെ നമ്മളത് സപ്പോർട്ട് ചെയ്തിട്ട് ആ വാക്കുകൾ പാലിച്ചുകൊണ്ട് നിങ്ങൾ അവരുടെ കൂടെ തന്നെ കൂട്ടിയിട്ടുണ്ട്. അവരിപ്പോൾ നാളെ എന്ത് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ടെങ്കിലും ഞങ്ങളെ വിട്ടു പോകാത്ത ആൾക്കാരാണ് ഞങ്ങളുടെ കൂടെ ഇന്ന് നമ്മുടെ കൂടെ നിലനിൽക്കുന്നത്. സാധാരണ മുതലാളിമാരെ പോലെ അല്ല. സാധാരണ മുതലാളിമാര് ചിലപ്പോ അത് ഈടാ ഇത് ഈടാ വാട്സപ്പ് ഉപയോഗിക്കാൻ പാടില്ല, മറ്റൊന്നും നോക്കാൻ പാടില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓഫീസുകളിലുണ്ട്. മുതലാളി അല്ലെങ്കിൽ ഒരു ഫേം 1-2 സ്ഥലങ്ങളിൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ലെവല് മാറി വന്ന വഴികളൊക്കെ മറക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അതുപോലെ അല്ല നിങ്ങൾ. ഉറപ്പായിട്ടും ഒരാൾ വന്നു കഴിഞ്ഞാൽ ഒരാൾ എഡ്വിൻ അക്കാഡമിയിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആള് എഡ്വിൻ അക്കാഡമി ഇട്ടിട്ട് പോവില്ല. അതാണ് ഞങ്ങളുടെ ഒരു വർക്ക് കൾച്ചർ എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു റീല് കാണാൻ വിടില്ല അല്ലെ, വാട്സപ്പ് യൂസ് ചെയ്യാൻ വിടില്ല. അപ്പൊ ഞങ്ങളുടെ ഒരു കോർ വാല്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വർക്ക് അസൈൻഡ് ആയിട്ടുള്ള വർക്കുകൾ എന്താണോ ആ വർക്കുകൾ ചെയ്ത് അവർക്ക് സമയം ഉണ്ടെങ്കിൽ പറഞ്ഞ പോലെ റീല് കാണാം, റീല് വേണമെങ്കിൽ ഷൂട്ട് ചെയ്യാം അല്ലെ, അവർക്ക് ഫുഡ് കഴിക്കണം, ഫുഡ് കഴിക്കുന്ന സമയം ഞങ്ങൾ കൊടുക്കാം, അവർക്ക് എന്താണ് എന്റർടൈൻമെന്റ് വേണ്ട കാര്യങ്ങൾ, ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൂടെ കൊണ്ട് നടന്നിട്ടാണ് അവർ ഇത്രയും സപ്പോർട്ട് ചെയ്ത് മുന്നോട്ടേക്ക് പോകും. ആദ്യം മുതലുള്ള എംപ്ലോയീസ് ഇപ്പോഴും ഉണ്ട്? തീർച്ചയായിട്ടും. ഓക്കെ, എന്തൊക്കെ എന്റർടൈൻമെന്റ്സ് നിങ്ങൾ കൊടുക്കാറുണ്ട്? എന്റർടൈൻമെന്റിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ആൾക്കാർക്ക് വേണ്ട ഒരു കാര്യമാണ് ശരിക്കും അവരെ അംഗീകരിക്കുക എന്നുള്ള കാര്യം അല്ലെ. അതായത് ഒരു എംപ്ലോയി പല ഇൻസ്റ്റിറ്റ്യൂഷനിലും അല്ലെങ്കിൽ പല കമ്പനിയിലും കാണുന്ന ഒരു കാര്യമാണ് എംപ്ലോയീസ് എന്ന് പറഞ്ഞ ഈക്വൽ ടു റോബോട്ട് എന്നാണ് പല ആൾക്കാരും കൺസിഡർ ചെയ്യുക. ഓക്കെ, സോ ഞങ്ങൾ കാണുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അവരെ മനുഷ്യരായിട്ട് നമ്മൾ കാണും, അവരുടെ ഫീലിങ്സിന് വാല്യൂ കൊടുക്കുക. 90% ഓഫ് ദ എംപ്ലോയീസ് എന്ന് പറയുന്നത് ഫീമെയിൽസ് ആണ്. ഓക്കെ, അപ്പം ആ ഫീമെയിൽസിനൊക്കെ പറയുന്ന സമയത്ത് ഞങ്ങൾ ഗാർഡിയനാണ് നമ്മൾ 2 പേരും. അതായത് അവർ കാരണന്മാരായിട്ടാണ് നമ്മൾ കാണുന്നത്. ഈവൻ അവരുടെ ഫാമിലിയിൽ എന്തെങ്കിലും വിശേഷങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ അറിയിക്കുക അല്ലെ, ഞങ്ങളുടെ പ്രസൻസ് അവർ ആഗ്രഹിക്കുക. തിരിച്ചു ഞങ്ങൾ അങ്ങനെ തന്നെയാണ്. അതായത് എഡ്വിൻ അക്കാഡമി എന്ന് പറയുന്ന ഒരു കോർപ്പറേറ്റ് കമ്പനീനേക്കാൾ ഉപരിയായിട്ട് ഒരു ഫാമിലി ആയിട്ടാണ് നമ്മൾ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് സ്നേഹം വാരി വിതറുക എന്നൊക്കെ കേട്ടിട്ടില്ല ശരിക്കും. സ്നേഹം നമ്മൾ വിതറുക, അതേപോലെ തന്നെയാണ് നമ്മൾ സ്നേഹം കൊടുക്കുക, സ്നേഹം വാങ്ങിക്കുക അല്ലെ. ആ ഒരു മെന്റാലിറ്റി തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്തത്. ഓക്കെ, പല കമ്പനികളിലും സ്നേഹം മാത്രമേ കൊടുക്കാറുള്ളൂ, സാലറികൾ കറക്റ്റ് സമയത്ത് കൊടുക്കാറില്ല. നമ്മുടെ എംപ്ലോയീസിനോടൊന്ന് ചോദിച്ചു നോക്കാം. അതായത് നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിൽ ഞാൻ പറഞ്ഞല്ലോ, ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്ക് സാലറി കൊടുക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു അല്ലെ. എനിക്ക് തോന്നുന്നു നമ്മൾ ഒരു ദിവസം സാലറി കൊടുക്കാനില്ലാത്തതുകൊണ്ട് ക്രെഡിറ്റ് കാർഡിൽ നിന്നും നമ്മൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ വലിച്ചിട്ട് കൊടുത്ത സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സാലറിയിൽ ആ ദിവസങ്ങളിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടെങ്കിലും ഇന്ന് ഒരു ആള് പോലും എഡ്വിൻ അക്കാഡമിനെ കുറ്റം പറയുള്ള സാലറിന്റെ കേസിൽ അവർ പറഞ്ഞ ഡേറ്റ് എന്താണോ, സാലറി ഡേറ്റ് എന്താണോ 2 ദിവസം മുന്നേ എങ്കിലും ഞങ്ങൾ കൊടുത്തിട്ടുണ്ടാവും സാലറി. അതും അവർ ഈ പറഞ്ഞ പോലെ തന്നെ അവരെടുക്കുന്ന എഫേർട്ടുകൾ എന്താണോ അത് ആ എഫേർട്ടുകളെ ബേർത്തായിട്ടുള്ള രീതിയിൽ തന്നെയാണ് സാലറി കാര്യങ്ങളൊക്കെ ഞങ്ങൾ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നത്. അല്ല, ഞാൻ ചോദിക്കാൻ കാര്യം എന്ന് വെച്ചാൽ ഞാൻ വർക്ക് ചെയ്ത സമയത്ത് എനിക്ക് 5-ാം തീയതി സാലറി കിട്ടുന്ന. ഓക്കെ, 4-ാം തീയതി ആകുമ്പോ ബോസ് മുങ്ങും, പിന്നെ വരണത് 10-ാം തീയതി ബോസ് വരട്ടെ. അപ്പൊ HR ആണല്ലോ ബാക്കി കാര്യങ്ങൾ. ബോസ് വരട്ടെ, ബോസ് ഔട്ട് ഓഫ് സ്റ്റേഷൻ ആണ് എന്നുള്ള രീതിയിലൊക്കെ ഉണ്ട്, സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അത് ചോദിക്കാൻ കാരണം കേട്ടോ. പിന്നെ നിങ്ങളുടെ എംപ്ലോയീസിനെ പറ്റി പറയാൻ നേരത്ത് ആദ്യത്തെ ഒരു എംപ്ലോയി ഉണ്ടാവുമല്ലോ, അപ്പോ അയാൾ അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടി ആയിരിക്കുമല്ലോ, അവരെ പറ്റി എന്താണ് പറയാനുള്ളത്? ആദ്യത്തെ എംപ്ലോയി എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ബിക്കോസ് ഞാൻ എൻ്റെ ഗുരുനാഥനാണ് എൻ്റെ MBA പഠിപ്പിച്ച പ്രൊഫസറാണ്.
എൻ്റെ ലൈഫിലാണെങ്കിലും ഞാനൊരു മെന്ററായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് ശരിക്കും അരുൺ സർ. ഓക്കെ. അപ്പം മൂപ്പരാണ് ശരിക്കും ഞങ്ങൾ ഈ ഒരു ആശയം വന്ന സമയത്ത് ഞങ്ങൾ അത്രയും സപ്പോർട്ട് ചെയ്ത്. ഈവൻ ഇന്ന് എഡ്വിൻ അക്കാഡമിയിൽ വന്ന് പഠിക്കുന്ന കുട്ടികൾ ഭൂരിഭാഗം കുട്ടികൾ HR പഠിക്കുന്ന കുട്ടികളാണ്. ഈ HR എന്ന് പറയുന്ന കോഴ്സ് തന്നെ നമുക്ക് വേണ്ടി രൂപീകരിച്ച് തന്നത് അരുൺ സാറാണ്. അരുൺ സാറിനോടുള്ള അത്രയും കടപ്പാട് ഞങ്ങൾക്ക് രണ്ടുപേർക്കുണ്ട് ശരിക്കും. അദ്ദേഹത്തിനെ ഒരിക്കലും എംപ്ലോയി എന്നുള്ള രീതിയിലേക്കല്ല, ഞങ്ങളുടെ ഒരു പാർട്ട്ണർ എന്ന രീതിയിലേക്ക് തന്നെയാണ് നമ്മൾ കാണുന്നത്. അതിനുശേഷമാണ് ഈ എഡ്വിൻ അക്കാഡമിക്ക് ഇത്രയും വളർച്ച വന്നത് പോലും എന്ന് ഞങ്ങൾ വിശ്വസിക്കും. പലരും പറയുന്നത് എഡ്വിൻ അക്കാഡമി ഈക്വൽ ടു HR എന്നുള്ള രീതിയിലാണ് പറയുന്നത്. മറ്റുള്ള കോഴ്സുകളെക്കാൾ ഉപരി HR-ന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് പലരും പറയുന്നത്. നിങ്ങൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതുകൊണ്ടാണോ, എന്താണ് ആ ഒരു റീസൺ? ഇന്ന് അർഷാദ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും, നമ്മൾ കുറച്ച് ഇയേഴ്സ് ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ എപ്പോഴും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു കോഴ്സുകളാണ് ശരിക്കും ടാലി എന്ന് പറയുന്ന കോഴ്സ്, അല്ലെങ്കിൽ അക്കൗണ്ടിങ് എന്ന് പറയുന്ന കോഴ്സ്. ആ ട്രെൻഡുകളൊക്കെ മാറി ഇന്ന് അത് HR എന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് അല്ലേ. അത് ഇപ്പോഴും ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഞങ്ങൾ പ്രൗഡായിട്ട് പറയുന്ന ഒരു കാര്യം, ആ ട്രെൻഡ് സെറ്റർ ആവാൻ എഡ്വിൻ അക്കാഡമിക്ക് കഴിഞ്ഞിട്ടുണ്ട് ശരിക്കും. ഇപ്പൊ ഞങ്ങൾ 3 വർഷം മുന്നേ HR സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എല്ലാവരും ചോദിച്ച ചോദ്യമാണ്, MBA HR-കാർക്ക് പോലും പണി കിട്ടുന്നില്ല, അല്ലെങ്കിൽ ജോലി കിട്ടുന്നില്ല, നിങ്ങൾ എങ്ങനെയാണ് ഈ സംഭവം ചെയ്യാൻ പോകുന്നത് അല്ലെ. ഒരുപാട് ആൾക്കാർ നിങ്ങൾ ചോദിച്ചായിരിക്കും. ഇന്ന് ഞങ്ങൾക്ക് അത്രയും കോൺഫിഡന്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഇപ്പൊ 4000+ കുട്ടികൾ പ്ലേസ്ഡ് ആയിട്ടുള്ള, അതിൽ വലിയൊരു പെർസെൻറ്റേജ് കുട്ടികൾ പ്ലേസ്ഡ് ആയിട്ടുള്ള HR-ലേക്ക് തന്നെയാണ്. അത് വിത്തൗട്ട് MBA വിത്തൗട്ട് PG ആണ് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ HR എന്ന രീതിയിൽ കോഴ്സ് പ്രൊവൈഡ് ചെയ്തതും അവർ ജോബിലേക്ക് എത്താൻ ഞങ്ങൾ സഹായിച്ചു. ഇപ്പോൾ സാധാരണഗതിയിൽ HR ആകണമെങ്കിൽ എല്ലാവരും ഒന്നല്ലെങ്കിൽ MBA പഠിക്കണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഈ HR ആക്കി മാറ്റുന്നത്? ഇപ്പൊ നമുക്ക് ഡോക്ടർ ആവാൻ MBBS അല്ലെങ്കിൽ BDS അങ്ങനെയുള്ള കോഴ്സുകൾ നമുക്ക് ചെയ്യണം അല്ലേ. വക്കീലാവാനായിട്ടാണ് നമുക്ക് LLB ചെയ്യണം അല്ലേ. പക്ഷെ ഒരിക്കലും HR ആവണമെന്നുണ്ടെങ്കിൽ ഇന്ന ക്വാളിഫിക്കേഷൻ ഗ്ലോബലി എവിടെയും പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇവ നമുക്ക് വേണമെങ്കിൽ എടുത്തു നോക്കാൻ പറ്റുന്ന കാര്യമാണ് ശരിക്കും ലിങ്ക്ഡിൻ അല്ലേ. നമ്മളെല്ലാവരും ലിങ്ക്ഡിൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ലിങ്ക്ഡിനിൽ തന്നെ നമ്മൾ HR മാനേജർ അല്ലെങ്കിൽ HR എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ HR നമ്മൾ നോക്കുകയാണെങ്കിൽ പോലും ഭൂരിഭാഗം കമ്പനീസ് 90% ഓഫ് ദ കമ്പനീസ് പറയുന്ന കാര്യം ജസ്റ്റ് ഗ്രാജുവേഷൻ. ഓക്കെ, അതിൻ്റെ കൂടെ HR നോളജ് ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, അല്ലെങ്കിൽ HR-ന് എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കമ്പനീസ് നോക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ HR ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ഏത് ഫീൽഡ് ആയിക്കോട്ടെ, ആ ഫീൽഡിൽ ഈ പുള്ളിക്കാരൻ അല്ലെങ്കിൽ പുള്ളിക്കാരിക്ക് കഴിവുണ്ടോ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള നോളജ് ഉണ്ടോ എന്നാണ് നോക്കുക. അതാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇപ്പം MBA-നെ പറ്റി ചോദിക്കുകയാണെങ്കിൽ ഞാനൊരു MBA-കാരനാണ്. ഓക്കെ, സോ എനിക്കറിയാം MBA-ൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത് എന്നുള്ള കാര്യം. ഒരിക്കലും MBA-കാരെ മോശമായിട്ട് പറയുന്നില്ല, ആ ഡിഗ്രീനെ മോശമായിട്ട് പറയുന്നില്ല. സോ MBA എന്ന് പറയുമ്പോൾ ടോട്ടലി 4 സെമസ്റ്റേഴ്സ് ആണല്ലേ. സോ ഈ 4 സെമസ്റ്ററിലും പർഷനെ അറിയുന്നുണ്ടായിരിക്കും. 2 സെമസ്റ്ററിൽ നമ്മൾ കോമൺ പേപ്പേഴ്സ് പഠിക്കുക. അപ്പോൾ ഒരു BBA BCom സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് പഠിക്കാൻ പുതിയതായിട്ട് ഒന്നും ഉണ്ടാവില്ല ഫസ്റ്റ് ഇയറിൽ. ഓക്കെ, സെക്കൻഡ് ഇയറിലേക്ക് എത്തുമ്പോഴത്തേക്കാണ് സ്പെഷ്യലൈസേഷൻ വരിക. ഈ സ്പെഷ്യലൈസേഷൻ തന്നെ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ പല യൂണിവേഴ്സിറ്റീസും ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഡ്യുവൽ എന്ന് പറയുന്ന സമയത്ത് ഒന്നിക്കൽ HR-ന്റെ കൂടെ മാർക്കറ്റിംഗ് ഉണ്ടാവും, അല്ലെങ്കിൽ HR-ന്റെ കൂടെ ഫിനാൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോഴ്സ് സബ്ജക്റ്റ് ഉണ്ടാവും അതിൻ്റെ കൂടെ. നമ്മൾ 3rd-ലും 4th-ലും ഇതിനെ പറ്റിയിട്ടുള്ള 4 സബ്ജക്റ്റുകൾ പഠിക്കുക. 3rd-ൽ നമ്മൾ 2 സബ്ജക്ട് പഠിക്കും റിലേറ്റഡ് ടു HR. 4th സെമസ്റ്ററിലും ഇതേപോലെ നമ്മൾ 2 സബ്ജക്റ്റാണ് പഠിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, പക്ഷേ യൂണിവേഴ്സിറ്റി കോളേജിന് കൊടുത്തിട്ടുള്ള 4 സബ്ജക്റ്റ് മാത്രമല്ല, കോളേജുകാർക്ക് എന്താണ് പഠിപ്പിക്കാൻ ഈസി അതാണ് ഈ 4 സബ്ജക്ട് ചൂസ് ചെയ്യാം. ഓക്കെ, സോ എൻ്റെ കമ്പനിയിൽ ഇപ്പോൾ ഞാനൊരു HR-നെ ഹയർ ചെയ്യുന്നുണ്ടെങ്കിൽ HR-ന്റെ എല്ലാ ജോലികളും ആ പുള്ളിക്ക് അറിയാവുന്നതാണ് ഞാൻ നോക്കുക. അല്ലെങ്കിൽ അല്ലാണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ 4 സബ്ജക്റ്റാണ് പഠിച്ചത്, എനിക്ക് HR ജോലി തരും എന്നൊരിക്കലും ഞാനൊരിക്കലും പറയില്ല. ഓക്കെ, സോ അതുകൊണ്ട് തന്നെയാണ് ഈവൻ ഞങ്ങളുടെ കുട്ടികൾ ഇന്നൊരു ജോബിന് അല്ലെങ്കിൽ ഇന്റർവ്യൂവിന് പോയി കഴിഞ്ഞാലും MBA സ്റ്റുഡൻസിനെക്കാളും ഒരു പടി മുകളിൽ ഞങ്ങളുടെ സ്റ്റുഡൻസ് നിൽക്കാൻ പറ്റും. അത് അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് ഞങ്ങൾ പറയുന്നത്. ഈ HR-ന്റെ ഡ്യൂറേഷൻ, നിങ്ങൾ കൊടുക്കുന്ന കോഴ്സിന്റെ ഡ്യൂറേഷൻ എത്ര നാളാണ്? നമ്മുടെ 6 month പ്രോഗ്രാംസ് ആണ് ഡിപ്ലോമ പ്രോഗ്രാംസ് വരുന്നത്. പിന്നെ നമുക്ക് PG ഡിപ്ലോമയാണ്, അതൊരു 1 year പ്രോഗ്രാമാണ്. ഈ ഒരു 6 month വരുന്ന ഡിപ്ലോമ പ്രോഗ്രാംസിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഓൺ ദി ജോബ് ട്രെയിനിങ് നമ്മൾ ഫസ്റ്റ് 3 to 4 months എന്നുള്ള രീതിയിലാണ്. അതിനുശേഷം നമ്മുടെ ഇന്റേൺഷിപ്പ് സപ്പോർട്ടാണ്, നമ്മുടെ ഇന്റേൺഷിപ്പും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു 3 to 4 months നമ്മൾ എക്സാക്ട്ലി നമുക്ക് ഈ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കോർപ്പറേറ്റിന് ആവശ്യമായിട്ടുള്ള ആസ് എൻ HR എൻട്രി ലെവലിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെയാണോ ആ കമ്പനിക്ക് റിക്വയർമെന്റ്സ് വരുന്നത് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് വരുന്നത് അതിനനുസരിച്ചുള്ള ഒരു കരിക്കുലം നമ്മൾ സെറ്റ് ചെയ്യുന്നു പറഞ്ഞു. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു MBA അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ റിസോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു തിയറി പേപ്പറിലേക്ക് പോകുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നമുക്ക് അവിടെ ഒരു ചാപ്റ്റർ ഉണ്ട് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. അത് നമ്മളിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, എന്താണ് റിക്രൂട്ട്മെന്റ്, ആര് എന്താണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അല്ലേ,
അങ്ങനത്തെ കുറെ ചരിത്രവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഒരിക്കലും ആ പുസ്തകത്തിൽ അല്ലെങ്കിൽ കോളേജിൽ റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കേണ്ട പിന്നെ ടൂൾസ് എന്താണ്, സോഫ്റ്റ്വെയർ എന്താണ്, അതെങ്ങനെയാണെന്നുള്ളത് കാര്യമൊന്നും എവിടെയും പഠിപ്പിക്കുന്നില്ല. പക്ഷെ ആക്ച്വലി നമ്മൾ ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ ആ തിയറി പേപ്പറിന് പകരം ഡെഫിനറ്റ്ലി ഏത് കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് ഒരു ഫൗണ്ടേഷൻ അവിടെ ഉണ്ടായിരിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള നമുക്കൊരു തിയറി പേപ്പറും കാര്യങ്ങളൊക്കെ വരും. അതോടൊപ്പം തന്നെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏത് സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് ചെയ്യുന്നത്, പ്രാക്ടിക്കലി നമ്മൾ ഇപ്പം റിക്രൂട്ട്മെന്റ് ഹയറിംഗ് പ്രോസസ്സുകൾ നമ്മൾ ചെയ്യുന്നു. ഈ ലിങ്ക്ഡിൻ പോലുള്ള ഇൻഡീഡ് പോലുള്ള മെയിൻ പ്ലാറ്റ്ഫോംസ് കുട്ടികൾക്ക് പരിചയപ്പെടുത്തുകയും അതിലൂടെ ആൾക്കാരെ എങ്ങനെയാണ് ഹയർ ചെയ്യുന്നതെന്നുള്ളതും അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുന്ന രീതിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ സ്റ്റാറ്റ്യൂട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ എങ്ങനെയാണൊരു പേറോൾ പ്രോസസ്സിലേക്ക് പോകുന്നത്. ഇപ്പോൾ പേ സ്ലിപ്പ് എന്താണ്, സാലറി എന്താണ്, സാലറി കോമ്പണൻസ് എന്താണ് അഡിഷൻസ് വരുന്നത്, എന്തൊക്കെയാണ് ഡിഡക്ഷൻസ് വരുന്നത്, EPF എന്താണ്, ESI എന്താണ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തതിന് ശേഷം അത് ആക്ച്വലി പ്രാക്ടിക്കൽ 3 ലെവൽ എന്നാണ് നമ്മൾ പറയും. ഫസ്റ്റ് ലെവൽ, സെക്കൻഡ് ലെവൽ, തേർഡ് ലെവൽ. ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് നമ്മളത് സാധാരണ ചെയ്യുന്നത് പോലെ നോട്ട്ബുക്ക് ഇങ്ങനെ പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചെയ്യുന്നു. ദെൻ വിൽ ബി ഡൂയിങ് ദിസ് വിത്ത് മൈക്രോസോഫ്റ്റ് എക്സൽ ഓർ ഗൂഗിൾ ഷീറ്റ്. അതിനുശേഷം നമ്മൾ സോഫ്റ്റ്വെയറിൽ അത് ചെയ്യുന്ന രീതിയിലേക്കാണ് അത് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു 3 സ്റ്റേജിലൂടെ പോകുന്ന സമയത്ത് തന്നെ അവർക്ക് എക്സാക്ട്ലി അത് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാനും കമ്പനിയിൽ എന്താണ് പ്രോസസ്സ് നടക്കുന്നുള്ളത് കൃത്യമായിട്ട് അറിയാനും അത് പ്രാക്ടിക്കലി അവർക്ക് ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യാനും വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ, ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു കമ്പനി തുടങ്ങിയതിന് ശേഷം കുറച്ചായി കഴിയുമ്പോൾ ആ ഒരു ഫൗണ്ടേഴ്സിൻ്റെ ഒരു വാല്യൂ അല്ലെങ്കിൽ ആ ഒരു വിഷനിൽ നിന്നും മാറിപ്പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ 4000 പേര് അല്ലെങ്കിൽ 8000 പേർക്ക് ജോലിയൊക്കെ കൊടുത്തല്ലോ. നിങ്ങളുടെ ആ വിഷൻ ഇപ്പോഴും ഈ 4000 പേരിലേക്കോ അല്ലെങ്കിൽ 8000 ആളുകളിലേക്ക് എത്തുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്താറുണ്ടോ? ഡെഫിനറ്റ്ലി. അതായത് നമ്മുടെ നാട്ടിൽ നമ്മുടെ യങ് ജനറേഷൻ ഇപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്, ഏറ്റവും വലിയ പ്രോബ്ലമാണ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. അൺഎംപ്ലോയ്മെന്റ് മാത്രമല്ല, അണ്ടർ എംപ്ലോയ്മെന്റ്. ഓക്കെ, സോ ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് മാറേണ്ടത്. പക്ഷെ അതിനറിയുന്നുണ്ടായിരിക്കും മിക്ക കുട്ടികളും +2 കഴിഞ്ഞ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ അവർ വിദേശത്തോട്ട് പോവാണ് ശരിക്കും അല്ലെ. നമ്മുടെ നാട്ടിൽ നിൽക്കേണ്ട അവർക്ക് അവർ ഉദ്ദേശിക്കുന്ന സാലറി കിട്ടുന്നില്ല, ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ല അല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് പല കുട്ടികളും അബ്രോഡിലേക്ക് അവർ ഓടി ഒളിക്കുകയാണ് ശരിക്കും, റൈറ്റ്. അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോഴും ഞങ്ങളുടെ ഇപ്പോഴും നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ ഇനിയുള്ള നെക്സ്റ്റ് പ്ലാൻ ആണെങ്കിൽ പോലും അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെടും. ഇവിടെ നമുക്കറിയാം ഇന്നത്തെ ലോകം എന്ന് പറയുന്നത് വളരെ വേഗത്തിൽ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന അല്ലേ, ചേഞ്ചസ് ആൻഡ് ഡെവലപ്മെന്റ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ടെക്നോളജീസ് മാറിക്കൊണ്ടേയിരിക്കുന്നു, പുതിയ ആപ്ലിക്കേഷൻസ്, സോഫ്റ്റ്വെയർസ് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു, കമ്പനികളുടെ പിന്നെ പ്രോസസ്സുകൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഒരു കാര്യം നമ്മൾ ഇന്ന് പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ അവിടെ അത് അവസാനിക്കുന്നില്ല. നമ്മൾ നമ്മുടെ സ്കില്ലുകൾ അപ്ഡേറ്റ് ചെയ്യുന്നതോട് കൂടിയാണ് അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യുമ്പോഴാണ് വീണ്ടും നമുക്ക് ആ ഒരു മാർക്കറ്റിൽ വാല്യൂ ഉണ്ടാവുന്നുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ആൾക്കാർക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഡെഫിനറ്റ്ലി നമ്മുടെ സ്റ്റുഡൻസിന് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരം അപ്ഡേഷൻസുകൾ വരുന്ന സമയത്ത് കുട്ടികളെ അതിനനുസരിച്ച് അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവരിക, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ഗൈഡൻസ്, സപ്പോർട്ട് കൊടുക്കുക എന്നതാണ്. അതിനാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എഡ്വിൻ അക്കാഡമി ചെയ്യുന്നുണ്ട്. എഡ്വിൻ ടോക്സ് എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ആൻഡ് നമുക്ക് മന്ത്ലി ഏറ്റവും കുറഞ്ഞത് 2 സെഷൻസുകൾ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്തരം സെഷൻസ് ഹാൻഡിൽ ചെയ്യുന്നത് ഇൻഡസ്ട്രി എക്സ്പേർട്സുകൾ വന്നിട്ട് ആ ഇൻഡസ്ട്രിയിൽ വന്നിട്ടുള്ള പുതിയ ടെക്നോളജി എന്താണ്, പുതിയ പ്രോസസ്സ് എന്താണ്, ഈ കാര്യങ്ങൾ കുട്ടികളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, കുട്ടികൾ എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് പ്രൊഫഷണൽസ് എന്ന് പറയാം. കാരണം അവർ കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ജോബ് ചെയ്യാൻ തുടങ്ങിയ ആൾക്കാരായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ ഇത്തരത്തിലുള്ള ഫ്രീ സെഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പിന്നെ നമുക്ക് എപ്പോഴും ഈ പറഞ്ഞതുപോലെ നമ്മുടെ വിഷൻ എന്തായാലും നമ്മുടെ ഒരു നമ്മൾ എന്തിനാണോ ഓരോ കാര്യം ചെയ്യുന്നത് എന്നുള്ളതുണ്ടല്ലേ. നമ്മളിപ്പം ഒരു കാര്യം ചെയ്യുന്നത് അതിനൊരു ഒബ്ജക്റ്റീവ് ഉണ്ടാവും. അപ്പോൾ എഡ്വിൻ അക്കാഡമിയിലേക്ക് ഒരു സ്റ്റുഡൻറ്റ് വരുന്നുണ്ടെങ്കിൽ അയാളുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഒന്നുകിൽ അയാൾക്കൊരു ജോബ് നേടിയെടുക്കണം, അല്ലെങ്കിൽ നിലവിലുള്ള ജോബിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരുത്തണം, അല്ലെങ്കിൽ അയാളുടെ പാഷൻ അനുസരിച്ച് വേറൊരു ഫീൽഡിലേക്ക് ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഏതെങ്കിലും സർട്ടിഫിക്കേഷൻസോ മറ്റു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അയാൾക്ക് പ്രൊമോഷൻസോ മറ്റു കാര്യങ്ങളൊക്കെ എത്തണം. ഇങ്ങനെയുള്ള ഓരോ ഒബ്ജക്റ്റീവ് ആയിരിക്കും ഉണ്ടാവാം. ആ ഒബ്ജക്റ്റീവ് ഫുൾഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കും എന്തുള്ളൂ, നിലനിൽപ്പുള്ളൂ അല്ലേ. അപ്പൊ ഈ ഒരു ഒബ്ജക്റ്റീവ് നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അതാണ് ദാറ്റ്സ് അവർ സർവീസ്.
ആ സർവീസ് നമ്മൾ ഡെയിലി അത് പുതിയ രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും കൂടുതൽ ആൾക്കാരിലേക്ക് ജോബ് എത്തിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും നമുക്ക് ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നമ്മുടെ മാത്രമായിരിക്കില്ല. വലിയൊരു ചാലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഒരു മൈൻഡ് സെറ്റ് തന്നെയാണ്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള കുട്ടികളുടെ ഒരു മൈൻഡ് സെറ്റ് തന്നെയാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് വരും. ഇപ്പം എഡ്വിൻ അക്കാഡമിയിൽ ജോയിൻ ചെയ്തൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ അവർ എഡ്വിൻ കണക്റ്റ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എൻറോൾഡ് ആവും. ആ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഡെയിലി ജോബ് ഓപ്പർച്യൂണിറ്റീസ് വാക്കൻസീസ് ലിസ്റ്റ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പൊ ആ പ്ലാറ്റ്ഫോമിൽ വരുന്ന വാക്കൻസീസിനെല്ലാം തന്നെ എഡ്വിൻ അക്കാഡമിയിൽ ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു അലൂമിനി മെമ്പർ ആണെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യാം. അതൊരു ലൈഫ് ടൈം സപ്പോർട്ടാണ്. അപ്പൊ അത് എത്ര കാലം കഴിഞ്ഞാലും അവിടെ ആ ഒരു കുട്ടിക്ക് ഇപ്പം ജോബ് മാറണം എന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി അവിടെ കാണുകയാണെങ്കിൽ അയാൾക്ക് അപ്ലൈ ചെയ്യാം. അതൊരു ഒരു സർവീസ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോഴും നമുക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസ് ചില സിറ്റികളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ്. കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കണ്ണൂരിനേക്കാൾ കോഴിക്കോടിനേക്കാൾ പക്ഷേ കൂടുതൽ വന്നേക്കാം, ബാംഗ്ലൂർ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് വന്നേക്കാം അല്ലേ. അപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ കുട്ടികൾ ആക്ച്വലി ദേ ആർ നോട്ട് റെഡി ടു റീലൊക്കേറ്റ്. അത് വലിയൊരു ചാലഞ്ചാണ്. ഒരു പക്ഷേ ആ ഒരു ചാലഞ്ച്, ഇത്തരം ചാലഞ്ചുകളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പക്ഷേ നമ്മുടെ സ്റ്റുഡൻസിലേക്ക് ഒരു 100% പ്ലേസ്മെന്റ് സപ്പോർട്ടൊക്കെ കൊടുക്കാൻ പറ്റും അല്ലേ. അപ്പോൾ അവർ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഇപ്പം കണ്ണൂരിലായിക്കോട്ടെ മലബാർ ഏരിയയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയും സർട്ടിഫിക്കേഷൻ നേടുകയും ക്വാളിഫിക്കേഷൻ നേടിയിട്ട് വീട്ടിലിരിക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒന്നുകിൽ അവരുടെ ഹസ്ബൻഡോ അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ വീട്ടുകാരോ അല്ലെങ്കിൽ വീട്ടിൽ നിന്നോ അവരൊരു ജോലിക്ക് വിടാനോ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് വിടാനോ അവർ സമ്മതിക്കുന്നില്ല. ഈ ഒരു മെന്റാലിറ്റി മാറിയാൽ തന്നെ നമ്മുടെ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് എത്രയോ നമുക്ക് ഭേദമാക്കാൻ പറ്റും. അപ്പൊ അത് വലിയൊരു ചാലഞ്ചാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഇനി അടുത്തതെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാലത്ത് ജെൻസി ഒരു തരംഗമാണല്ലോ. നമ്മളൊക്കെ ജെൻസി ആയിരുന്നു എന്ന് വെച്ചാൽ ആ കാലഘട്ടങ്ങളിലായിരിക്കാം. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ജെൻസിനെ ജോലിക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ജോലിക്ക് എടുക്കുന്നവർക്ക് ബുദ്ധിമുട്ടാണെന്ന് പറയുന്ന ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ ഒരു നല്ല രീതിയിൽ വർക്ക് പറയുന്ന ആൾക്കാരുമാണ്. ജെൻസി കാറ്റഗറിനെ ജോലിക്ക് എടുക്കൂല എന്ന് പറയുന്ന ആൾക്കാർ പോലും ഉണ്ട്. ഇതൊക്കെ ഇന്റർവ്യൂസ് ഞാൻ കണ്ടിട്ടുണ്ട്. ആണല്ലേ, ഓക്കെ. അപ്പോൾ അവരെ പറ്റി നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? നിങ്ങൾ ഈ ഒരു HR റിക്രൂട്ടിങ് അതാണല്ലോ മെയിനായിട്ട് ചെയ്യുന്നത്. ആ ഒരു മിഥ്യാധാരണ എങ്ങനെ ഒഴിവാക്കാം? നമ്മളെപ്പോഴും ചിന്തിക്കുന്നു ശരിക്കും സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ട ഒരു വിഭാഗമാണോ ജെൻസി എന്ന് പറയുന്ന ആൾക്കാർ അല്ലെ. എപ്പോഴും ജെൻസിക്കാരെ കുറ്റം പറയാൻ മാത്രമേ നമ്മൾ നാവൊന്തിക്കാറുള്ളൂ. ഇപ്പം നിങ്ങളെ നോക്കിയാൽ മതി, ഒന്നിക്കൽ ലൂസ് ടീഷർട്ട് ഇട്ട് നടക്കുകയാണെങ്കിൽ ആ ജെൻസിയാണോ മറ്റേതാണ് അല്ലെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ മുടി ഒന്ന് കേൾ ചെയ്തവൻ കഞ്ചാവാണ് അല്ലെ. ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളാണ് ജെൻസി പിള്ളേരെ പറ്റി ഈ പറയുന്ന ആൾക്കാരെ പോലെ ഈവൻ സമൂഹത്തിൽ പ്രബുദ്ധത നേടി നിൽക്കുന്ന ആൾക്കാരെന്ന് പറയുന്ന ആൾക്കാരില്ല, സ്വയം വിചാരിക്കുന്ന ആൾക്കാർ പോലും ഈ പറഞ്ഞുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ശരിക്കും. ഇവരെപ്പോഴെങ്കിലും അടുത്തറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ ശരിക്കും? അതായത് ഞങ്ങളുടെ 99% എംപ്ലോയീസ് ജെൻസിക്കാരാണ് ശരി. അതേപോലെ ഞങ്ങളെ വിശ്വസിച്ച് വരുന്ന 99% ഓഫ് ദ സ്റ്റുഡൻസ് ജെൻസിയാണ്. അവരുടെ പൾസ് അറിയാനായിട്ട് നമ്മൾ എപ്പോഴെങ്കിലും ശ്രമിക്കുക ശരിക്കും. അവരെ കൂടെ നിർത്തുക, നമ്മൾ അവരെ ഗൈഡ് ചെയ്യുക അല്ലെ. അവരെ ഗൈഡ് ചെയ്യാൻ ചിലപ്പോൾ ആരും ഉണ്ടായിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കാം മേ ബി അല്ലെ. ചെറിയൊരു പെർസെൻറ്റേജ് ആൾക്കാർ മേ ബി ഇപ്പം നമ്മൾ കേൾക്കുന്ന പോലെ തന്നെ ജെൻസിക്കാരെ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ ആ ലെവലിലേക്ക് വരുന്ന ആൾക്കാരെന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം, നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്ന് പറയുന്നത് അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ഗൈഡ് ചെയ്യുക, കറക്റ്റ് വഴികൾ ത്രൂ അവരെ ഗൈഡ് ചെയ്യാനായിട്ട് നമ്മൾ എപ്പോഴും ശ്രമിക്കുക ശരിക്കും അല്ലെ. ചിലപ്പം ഞാൻ എവിടെയോ വായിച്ചതാണ് ശരിക്കും, ഇന്നത്തെ കാലത്ത് അത്രയും ഈ പറഞ്ഞതുപോലെ തന്നെ കഴിവുള്ള കുട്ടികൾ വേറെ ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അതായത് ഇപ്പോൾ ഈവൺ പബ്ജി കളിക്കാന്ന് പറയാം അല്ലെ. നിങ്ങൾക്ക് ആരെങ്കിലും പറ്റുമോ പബ്ജി കളിക്കാൻ വേണ്ടി? 1 മണിക്കൂർ കുത്തിയിരുന്ന് പബ്ജി കളിക്കാൻ അല്ലെ. അത്രയും സ്കില്ല് നേടിയെടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് പബ്ജി കളിക്കാൻ, എങ്ങനെയാണെന്നുള്ള പരിപാടികൾ നമുക്ക് അറിയില്ല അല്ലെ. അത്രയും അവർ പേഷ്യൻസ് ആയിട്ട് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അത്രയും സ്കില്ലുകൾ നേടിയെടുക്കുക എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. ഈവൻ ഗെയിമിൽ മാത്രമല്ല ഞാൻ പറയുന്നത്, ഈ കാര്യങ്ങൾ ഒരു ടാസ്ക് ചെയ്യാൻ അവരെ ഏൽപ്പിച്ചു നോക്കുക, അവർ അടിപൊളിയായിട്ട് ചെയ്തു തരും. അതിന് കറക്റ്റായിട്ട് നമ്മൾ അവരെ ഇൻസ്ട്രക്ട് ചെയ്യുക, ഗൈഡ് ചെയ്യുക മാത്രം നമ്മൾ ചെയ്താൽ മതി. എനിക്ക് എനിക്ക് തോന്നുന്നു ജെൻസി പിള്ളേരുടെ എന്താ പറയുക ആ ഒരു കഴിവുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു പവർ കൊണ്ട് തന്നെയാണ് ഇന്ത്യ അക്കാഡമി ഇവിടെ എത്തി നിൽക്കുന്നത് പോലും. ഞാനിപ്പോൾ ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ നിങ്ങളുടെ കമ്പനിയിൽ ഒരു 90% ആളുകളും എംപ്ലോയീസും പെൺകുട്ടികളാണ്. മലബാർ പോലുള്ള സ്ഥലത്ത്, കണ്ണൂർ പോലുള്ള സ്ഥലത്ത് അതൊരു പ്രൗഡ് മൂവ്മെന്റ് അല്ലേ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ? തീർച്ചയായിട്ടും. ഇതിൽ ഒരു വലിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഡ്വിൻ അക്കാഡമിൻ്റെ 90% ഓഫ് ദി എംപ്ലോയീസ് ഫീമെയിൽസ് ആണ്. ഫീമെയിൽ എന്ന് പറയുമ്പോൾ അതിൽ തന്നെ മെജോറിറ്റി പെർസെൻറ്റേജ് കല്യാണം കഴിഞ്ഞ കുട്ടികളുള്ള ആൾക്കാരാണ്.
സോ ഇതിൽ അവർ രണ്ട് കാര്യത്തിൽ ഹാപ്പിയാണ്. അതായത് അവർ അവരുടെ പേഴ്സണൽ ലൈഫും ഒരേപോലെ കൊണ്ടുപോകുന്നുണ്ട്. ഞങ്ങളുടെ പല ഡിപ്പാർട്ട്മെന്റിന്റെയും തലപ്പത്തിരിക്കുന്നത് പോലും ഫീമെയിൽസ് ആണ്. ഓക്കെ, സോ ഈ പല കമ്പനീസിൽ ഞാൻ മുന്നേ വർക്ക് ചെയ്ത കമ്പനീസിലുള്ള ഞാൻ കണ്ടിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീമെയിൽസിന് റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ അതോറിറ്റി കൊടുക്കാത്ത സിറ്റുവേഷൻ കാണുന്നുണ്ട്. ഞങ്ങളത് വിശ്വസിച്ച് അവരുടെ കൈകളിലേക്ക് കൊടുക്കുന്നു. അവരത് അതിനേക്കാളും അടിപൊളിയായിട്ട് തിരിച്ചത് തരുന്നുള്ള കാര്യമാണ് ശരിക്കും. ഇതിൽ എനിക്ക് ഹാപ്പിയുടെ എടുത്ത് പറയാൻ പറ്റുന്നത് 3 പേരുകളാണ് നമ്മുടെ കമ്പനിയിൽ. ഒന്ന് റഫ്ന, ആള് കോഴിക്കോട് ബ്രാഞ്ചിൽ ഇപ്പോൾ ഡെപ്യൂട്ടി മാനേജറായിട്ട് വർക്ക് ചെയ്യാണ്. മറ്റൊന്ന് ബാസില, കണ്ണൂർ ബ്രാഞ്ചിൽ ഡെപ്യൂട്ടി മാനേജറായിട്ട് വർക്ക് ചെയ്യാണ്. മറ്റൊന്ന് അർഷാന, കണ്ണൂർ ബ്രാഞ്ചിൽ തന്നെ ടീം ലീഡായിട്ട് വർക്ക് ചെയ്യാണ്. ശരി, ഇവരൊക്കെ വരുന്ന സമയത്താണെങ്കിൽ പോലും ഇവര് ഞങ്ങളോട് പറഞ്ഞൊരു അഭിപ്രായമാണ്, ഞങ്ങളോട് പറഞ്ഞൊരു എക്സ്പീരിയൻസ് ആണ്. അവരുടെ വീട്ടിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട് അവർ എന്തിനാണ് പോകുന്നത് എന്നുള്ള കാര്യം അല്ലെ. സോ വീട്ടിലിരിക്കാൻ പാടില്ലേ, പക്ഷെ അവര് വീട്ടുകളിലെ ആ ഒരു വിലക്ക് പോലും ഈ പറഞ്ഞതുപോലെ തന്നെ തടസ്സമല്ല എന്ന രീതിയിലേക്കാണ് ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. അതിനനുയോജ്യമായിട്ടുള്ള ഗ്രോത്ത് ലെവലിൽ ഇപ്പൊ അവർ അച്ചീവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ ഈ പറഞ്ഞതുപോലെ തന്നെ എംപ്ലോയീസ് സ്ത്രീയാണോ പുരുഷനാണോ എന്നൊരു ഭേദം ഇല്ലാതെയാണ് ഞങ്ങൾ ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, എന്തും ഈ പറഞ്ഞതുപോലെ തന്നെ വിശ്വസിച്ച് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അത് കൊടുത്തു കഴിഞ്ഞാൽ അവർ അടിപൊളിയായിട്ട് ചെയ്യും എന്നുള്ള കോൺഫിഡൻസ് ഞങ്ങൾക്കുണ്ട്. അതിൽ ഞങ്ങൾ 2 ആൾക്കാരും ഹാപ്പിയാണ്. അതിനേക്കാളും നമ്മൾ പ്രൗഡാണ് ശരിക്കും ആ വിഷയത്തിൽ. ഇനിയിപ്പോൾ ബിസിനസ്സിലേക്ക് വരാനായിട്ട് ഉദ്ദേശിക്കുന്ന ആളുകളുണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാവരും പഴയതുപോലെ ഒരു അമീനായിരിക്കാം, അല്ലെങ്കിൽ ജംഷീർ ആയിരിക്കാം, പഴയ ബസ്സിലൊക്കെ പോയതും സ്കൂട്ടി വിറ്റ് ബുള്ളറ്റ് വിറ്റ ആളുകളൊക്കെ ആയിരിക്കാം ഇതിലേക്ക് വരുന്നത്. അവരോട് എന്താണ് പറയാൻ? ഒന്ന് പേഷ്യൻസ് തന്നെയാണ്, മറ്റൊന്ന് എഫേർട്ട് ഇടുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ബോധ്യം ഉണ്ടാവും. ആ എഫേർട്ട് ഇടുന്ന കാര്യം അത് എക്സാക്ട്ലി കറക്റ്റ് ആണെന്നുള്ള കാര്യം കൂടി കൺഫേം ചെയ്തിരുന്നാൽ ഡെഫിനറ്റ്ലി ഞാൻ പറഞ്ഞതുപോലെ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. എനിക്ക് പറയാനൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്വപ്നങ്ങൾ കാണാന്നുള്ള കാര്യം ശരിക്കും അല്ലെ. നമ്മുടെ APJ അബ്ദുൽ കലാം പറഞ്ഞിട്ട് നിങ്ങളെ ഉറങ്ങാൻ കെടുത്ത അല്ലെങ്കിൽ ഉറക്കം കെടുത്തുന്നത് എന്താണോ അതാണ് നിങ്ങളുടെ സ്വപ്നം എന്നുള്ള കാര്യം. അപ്പം ഞങ്ങളുടെ വിഷയത്തിൽ ഇപ്പം ഞാൻ ഉറച്ച് വിശ്വസിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ സ്വപ്നങ്ങൾ കാണാന്നുള്ള കാര്യം. നമ്മൾ എപ്പം ട്രെയിനിലായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്തായിക്കോട്ടെ ഞങ്ങൾ കോടിക്കണക്കിന്റെ കാര്യങ്ങൾ നമ്മൾ പറയും. ചെറിയ പരിപാടി നമ്മൾ മോട്ടിവേഷൻ കറക്റ്റ്. അതായത് ഈവൺ ഞാൻ പറഞ്ഞു, നമ്മളിപ്പം ഓക്കെ ഇന്ന് നമുക്കൊരു വണ്ടി ഉണ്ട്, നാളെ നമ്മളത് ബെൻസിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണം അല്ലെ. സോ നമുക്ക് മറ്റന്നാൾ നമുക്ക് ഈ പരിപാടി നമുക്ക് പിടിക്കണം. സോ ആ ഒരു ടോപ്പിക് അല്ലെങ്കിൽ അങ്ങനെ സ്വപ്നങ്ങളാണ് നമ്മൾ മെയിൻലി കാണുക. ആ സ്വപ്നങ്ങൾ കണ്ട് നമ്മൾ ഉറങ്ങുന്ന ആൾക്കാരല്ല, ആ സ്വപ്നത്തിന് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന ആൾക്കാരാണ് നമ്മൾ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളതും ഞാൻ എപ്പോഴും എൻ്റെ സ്റ്റുഡൻസിനോട് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് ആദ്യം വേണ്ട നല്ല സ്വപ്നങ്ങൾ ഉണ്ടാകുന്നുള്ള കാര്യമാണ്. രണ്ടാമത് ആ സ്വപ്നങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പണിയെടുക്കുക എന്നുള്ള കാര്യം. നിങ്ങൾ പണിയെടുത്തിട്ടുണ്ടോ ആ സ്വപ്നങ്ങൾ വിജയകരമാക്കാനായിട്ട് നിങ്ങൾക്ക് എന്തായാലും സാധിക്കും. സോ അത് തെളിയിച്ച ആൾക്കാരാണ് അമീനാണെങ്കിൽ ജംഷീർ ആണെങ്കിൽ. ജോലി നോക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടാവില്ല, പഠിച്ചിറങ്ങിയ പിള്ളേരുണ്ടാകും. അപ്പൊ അവരോട് നിങ്ങൾക്ക് എന്താണ് പറയാനായിട്ടുള്ളത്? നമ്മളിവിടെ ജെൻസിയുടെ കാര്യം ജസ്റ്റ് ഡിസ്കസ് ചെയ്തു. ഇപ്പോൾ ഈ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ജോബിന് വേണ്ടി ട്രൈ ചെയ്യുന്ന ആൾക്കാർ ജെൻസി കാറ്റഗറിയിലെ ആൾക്കാരായിരിക്കും. അപ്പൊ അതിനു മുന്നെയാണ് നമ്മള് ഈ ഒരു മിഥ്യാധാരണ എന്നൊക്കെ പറഞ്ഞല്ലേ, എന്താണ് ജെൻസി. നേരത്തെ കണ്ണൂരിനെ കുറിച്ച് പറഞ്ഞു. കണ്ണൂര് എന്താണ്, അപ്പൊ കണ്ണൂർ ഈക്വൽ ടു ബോംബ് എയറിൽ കേട്ടരുതുള്ളൂ. എനിക്ക് ഇഷ്ടമുള്ള സ്ഥലം കൂടിയാണ് കണ്ണൂർ. നല്ല ഫുഡ് കഴിച്ചിട്ട് പോകട്ടെ. ഓക്കെ, ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, കശ്മീരിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? കാശ്മീരിനെ പറ്റി പൂന്തോട്ടം അങ്ങനെയുള്ളതും അതോടൊപ്പം തന്നെ വെടിവെപ്പ്. ഈ ഒരു കാര്യമാണ് എല്ലാവർക്കും മനസ്സിലുള്ളത്. ഞാൻ 2 വർഷം കശ്മീരിൽ ജീവിച്ച ഒരാളാണ്. അപ്പൊ എനിക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. അതായത് വളരെ ഹാപ്പി ആയിട്ട് വളരെ പീസ്ഫുൾ ആയിട്ട് അവിടെ ജീവിക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് കണ്ണൂരിനെ കുറിച്ച് അറിയാത്ത ഒരാള് അർഷാദിനെ സംബന്ധിച്ചിടത്തോളം, അർഷാദ് എന്നാൽ കണ്ണൂരല്ല അല്ലേ. അപ്പൊ നമുക്കറിയാം എന്താണ് കണ്ണൂർ എന്നുള്ളത്, എക്സാക്ട് കണ്ണൂർ എന്താണെന്നുള്ളത്. അതുപോലെ തന്നെയാണ് ഈ ജെൻസി കാറ്റഗറിയിലെ കാര്യങ്ങൾ. പലരും പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് എന്തോ ഭീകരമായിട്ട് ചിന്തിക്കുന്നു, പക്ഷെ അതിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ അവരെല്ലാവരും വളരെ ലോല ഹൃദയരാണ്, അല്ലെങ്കിൽ നല്ല സ്നേഹമുള്ള കുട്ടികളാണ്. അപ്പോൾ ഈ ഒരു ജോബിന്റെ കാര്യം ചോദിച്ച സമയത്ത് ഞാൻ കുറേ ടെക്നിക്കലായിട്ടൊന്നും കാര്യങ്ങൾ പറയുന്നില്ല. ഞാൻ പറയുന്ന 3 കാര്യമുള്ളൂ. ഒന്ന്, ഏറ്റവും മർമ്മപ്രധാനം എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നല്ലൊരു മനുഷ്യനാവുക. നല്ലൊരു മനുഷ്യനാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ. ആ ക്വാളിഫിക്കേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് നമുക്ക് ഇഷ്ടമുള്ള ഒരു മേഖലയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ പാഷനെ ഫോളോ ചെയ്യാവുന്നതാണ്. ആൻഡ് 3ാമത്തെ കാര്യം എന്ന് പറയുന്നത് ആ പാഷൻ അല്ലെങ്കിൽ ആ ഒരു ജോബ് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് നമ്മൾ ഇടാവുന്നതാണ്.
ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആർക്കും എവിടെയും എപ്പോഴും സക്സസ്ഫുൾ ആവാൻ വേണ്ടി പറ്റും. ഓക്കെ, മറ്റേ സിനിമയിൽ പറയുന്ന പോലെ ആദ്യം മനുഷ്യനാകടോ എന്നിട്ട് അല്ല, ജെൻസി കാറ്റഗറി പറയുന്ന സമയത്ത് ആക്ച്വലി ജെൻസി എന്നല്ല, ഏത് കാറ്റഗറി ആണെങ്കിലും മനുഷ്യൻ നന്നായാൽ മാത്രമേ നമുക്ക് സക്സസ്ഫുൾ ആകാൻ പറ്റുള്ളൂ, എവിടെയും സെർവ് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് സസ്റ്റൈനബിലിറ്റി ഉണ്ടാവുള്ളൂ. ഓക്കെ. പിന്നെ ഒരു കാര്യം ചോദിക്കാനായിട്ടുള്ള, പലപ്പോഴും പാർട്ട്ണർഷിപ്പ് ബിസിനസ് അല്ലെങ്കിൽ ഫൗണ്ടേഴ്സ് തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകാറുണ്ട്. ഞാനും പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്ത ആളാണ്, ഫ്രണ്ട്സായിട്ടൊക്കെ ചെയ്താണ്, ലാസ്റ്റ് അടിച്ച് പിരിഞ്ഞു. പക്ഷെ നിങ്ങൾ എങ്ങനെയാണ് ഇത് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ആക്ച്വലി നമ്മള് മോഹൻലാലിന്റെ ഒരു സിനിമയില്ലേ നാടോടിക്കാറ്റ്, അതില് ദാസനും വിജയനും കണ്ടിട്ടില്ലേ, അതേപോലെ തന്നെയാണ് നമ്മുടെ അവസ്ഥ. നമ്മൾ ഓരോ പ്ലാനുകൾ പറയും, നമ്മൾ അങ്ങോട്ട് ചോദിക്കുന്നില്ല. അതായത് ഈ ബുദ്ധി എന്തുകൊണ്ട് നമുക്ക് ആദ്യം തോന്നിയിട്ടില്ല. അങ്ങനെയാണ് പല കാര്യങ്ങളും നമ്മൾ മുന്നോട്ടേക്ക് വന്നത്. പിന്നെ നമ്മൾ ലാസ്റ്റ് വർക്ക് ചെയ്ത് ഒന്നിച്ചാണ്, ഒരേ ടീമിലാണ് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടായത്. നമ്മൾ രണ്ടുപേരും അറിയാം, ഫാമിലീസും അറിയാം. ഓക്കെ, നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ രണ്ടുപേരുടെയും വിഷൻ അല്ലെങ്കിൽ നമ്മളിപ്പം ഫ്യൂച്ചർ അല്ല ഒരേ ലെവലിൽ കാണുന്ന ആൾക്കാരാണ്. സോ അങ്ങനെ കിട്ടുന്ന ആൾക്കാരെ തന്നെ ഭാഗ്യമാണ് ശരിക്കും നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പോൾ ആ ഒരു ലെവലിലാണ് നമ്മൾ മുന്നോട്ടേക്ക് വന്നതാണെങ്കിൽ പോലും, ഈവൻ എന്ത് ഡിസിഷൻസ് നമ്മൾ കമ്പനി പരമായിട്ട് എടുക്കുകയാണെങ്കിൽ പോലും നമ്മൾ ഡിസ്കസ് ചെയ്ത് നമ്മളത് ഓക്കെ ആണെങ്കിൽ മാത്രം ആ ഒരു ഡിസിഷനിലേക്ക് നമ്മൾ പോകുള്ളൂ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ എന്ത് കാര്യങ്ങൾ പുതിയതായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഞങ്ങൾ ആദ്യം പരസ്പരം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നെഗോഷിയേറ്റ് ചെയ്യും. ഓക്കെ, സോ ഇത് മുന്നേ നിൽക്കുന്ന ഒരാളോട് ഞങ്ങൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവരെങ്ങനെയാണ് ഇതിന് എടുക്കുക, അത് ആദ്യമേ കണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടാണ് പല കാര്യങ്ങളും നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാറ് പോലും. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഇതുവരെ ഒരു പ്രശ്നമില്ലാത്ത രീതിയിലാണ് മുന്നോട്ടേക്ക് പോയിട്ടുള്ളത്. ഇനിയും ഫ്യൂച്ചറിൽ ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ തന്നെ ആവട്ടെ എന്നാണ് ഞങ്ങൾ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യം. ഗിവ് ആൻഡ് ടേക്ക് റെസ്പെക്ട്. ഇതാണ് ഞങ്ങൾ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യം. അല്ല, നിങ്ങൾ ഡിസ്കസ് ചെയ്യുമെന്ന് പറഞ്ഞു, പക്ഷെ തീരുമാനങ്ങൾ ഉണ്ടാകാതെ പോയ എന്തെങ്കിലും ഐഡിയാസോ ഡിസ്കഷൻസ് ഉണ്ടായിട്ടുണ്ടോ? ആക്ച്വലി ഇതില് ജംഷീറിനെ സംബന്ധിച്ചിടത്തോളം, ജംഷീർ എക്സ്പേർട്ട് ആയിരിക്കുന്ന അല്ലെങ്കിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഒരു മേഖല ഈസ് ഡിഫറെന്റ്. ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന, ഞാൻ ഡീൽ ചെയ്യുന്ന മേഖല ഈസ് ഡിഫറെന്റ്. അപ്പൊ രണ്ടും രണ്ട് രീതിയിലേക്കാണ് നമ്മൾ. അപ്പൊ ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത് എന്താണെന്നുള്ളത് നമ്മൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. മീൻ ജംഷീർ എന്താണ്, ജംഷീറിന്റെ റോൾ എന്താണ്, റെസ്പോൺസിബിലിറ്റി എന്താണെന്നുള്ളതുണ്ട്. അപ്പൊ അത് രണ്ടും ആ രീതിയിൽ. പക്ഷെ എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും ജംഷീർ പറഞ്ഞ പോലെ പുതിയൊരു കാര്യം, ഈ തീരുമാനങ്ങൾ എടുക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ അത് അവന്റെ പിന്നെ റോളിൽ വരുന്ന കാര്യങ്ങളാണെങ്കിൽ, എൻ്റെ റോളിൽ വരുന്നതാണെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടാണ് അത് പ്ലാൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. അതല്ലാതെ കാര്യങ്ങളും എന്നെ ശല്യപ്പെടുത്താൻ ജംഷീറും ഇല്ല, ജംഷീറിനെ ശല്യപ്പെടുത്താൻ ഞാനും ഇല്ല. ആ കാര്യങ്ങൾ നമ്മുടേതായുള്ള കാര്യങ്ങൾ നമ്മളത് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതിനുവേണ്ടി നമ്മൾ രണ്ടുപേരും പണിയെടുക്കുന്നുണ്ടെന്നുള്ള കാര്യം നമുക്ക് രണ്ടുപേർക്കും അറിയാം. അതാണ് ഒരു ഈ പറയുന്ന രീതിയിൽ നല്ല രീതിയിൽ നമുക്ക്. അതിനു മുൻപ് ഞാൻ കേട്ടിട്ടുള്ള പല കാര്യങ്ങളും, അതായത് രണ്ട് പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ അവർ ബിസിനസ് നടത്തുന്നുണ്ടെങ്കിൽ പലപ്പോഴും ഇവർ തെറ്റിപ്പിരിയാനായിട്ടുള്ള ഒരു കാര്യം ഫാമിലി ഇതിലേക്ക് ഇടപെടുമ്പോഴാണെന്ന് പല കഥകളും ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് അങ്ങനെ മുന്നോട്ട് പോകുന്നത്? ഫാമിലി അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇതിൽ ഇടപെടാൻ വരാറുണ്ടോ, അല്ലെങ്കിൽ വേണ്ട അങ്ങനെ നിന്നോളൂ ഞങ്ങൾ തീരുമാനിച്ചോളാം എന്നാണ് നിങ്ങൾ ചെയ്യുന്നത്? ആക്ച്വലി നമ്മള് രണ്ടുപേരും തന്നെയാണ് നമ്മൾ ഇൻവോൾവ് ചെയ്യുന്നത്. ഇതിൽ ഫാമിലി എന്ന് പറയാനായിട്ട് നമ്മൾ ആരും ഇതേവരെ അല്ല ശല്യപ്പെടുത്താനോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഓക്കെ, ഫാമിലി ഭയങ്കര ഹാപ്പിയാണ് നമ്മുടെ ഈ ഒരു ഉയർച്ചയിലാണെങ്കിലും. ഈവൻ നമ്മുടെ രണ്ടുപേരുടെ ഈവൻ വൈഫുകളാണെങ്കിൽ പോലും ശരിക്കും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്സ് ആണ്. അവരും ഇതേപോലെ തന്നെ അവർക്കും ഓരോ പ്ലാൻസും കാര്യങ്ങളുണ്ട്, അവർ അവരുടെ വഴിക്ക് ഡിസ്കസ് ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ. ഈവൻ എനിക്ക് തോന്നുന്നു അല്ല, നമ്മൾ എന്ത് ഡ്രസ്സ് ഇടണം എന്ന് പോലും അവരാണ് ഡിസൈഡ് ചെയ്യുന്നത്. നമ്മുടെ ആനിവേഴ്സറിയുടെ തലേന്ന് നമ്മൾ 12 മണിയായിട്ട് നമ്മുടെ ഡ്രസ്സൊക്കെ എടുത്ത് കഴിയാറായിട്ട് ഈവൻ നമ്മുടെ ഭാര്യമാർ തന്നെയാണ് അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് കൂടെ നിൽക്കുന്നത് പോലും. അവരിൽ നിന്ന് എന്തെങ്കിലും ബിസിനസ് പ്രതീക്ഷിക്കാം? രണ്ടുപേരുടെ വൈഫ് ജംഷീറിന്റെ വൈഫിന് ഓൾറെഡി ഒരു എൻറ്റിറ്റി ഉണ്ട്, ബുട്ടീക്ക് ഉണ്ട് ആക്ച്വലി, ഓൺലൈനായിട്ട് ചെയ്യുന്ന ഇൻഷാ ഡിസൈൻ സ്റ്റുഡിയോ എന്നാണ് അവരുടെ പേര്. അപ്പൊ ആളുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു വഴിക്ക് പോകുന്നുണ്ട് ശരിക്കും. ഓക്കെ, അത്യാവശ്യം എന്താ പറയുക, അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ആളാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുക കാര്യങ്ങൾ. സോ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് വർക്കുകൾ ഇപ്പം പെൻഡിങ് ചെയ്ത് കാര്യങ്ങൾ വരുന്നുണ്ട്. ഈ അടുത്താണ് ഡെലിവറി കഴിഞ്ഞത്. കുട്ടിക്ക് ഈ മാസം 1 വയസ്സ് കംപ്ലീറ്റ് ആവാൻ പോവാണ്. അതിൻ്റെ ഇടയിൽ ഒരു ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ബ്രേക്ക് മാറ്റി ഇപ്പം റീകണ്ടിന്യൂ അല്ല ആ ലെവലിലേക്ക് വന്നിട്ടുണ്ട്. എനിക്ക് അത്യാവശ്യം ആളുടെ ലൈഫായിട്ട് സെറ്റ് ചെയ്തിട്ട് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ആളെ ഉപദ്രവിക്കാൻ ഞാൻ പോകാറില്ല, എന്നെ ഉപദ്രവിക്കാൻ ആൾ വരാറില്ല. സപ്പോർട്ട് ചെയ്യും, നല്ല രീതിക്ക് തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈവൻ ഇങ്ങോട്ടേക്ക് വരുമ്പോഴാണെങ്കിൽ പോലും പല രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇന്നലെ റൂമിൽ നമ്മൾ രണ്ടുപേരും ഒരേ റൂമായിരുന്നു. അപ്പം ഞാൻ നമ്മൾ ബാഗ് തുറക്കുമല്ലോ ഡ്രസ്സ് ഇടാനായിട്ട്. ബാഗ് തുറന്ന സമയത്ത് എന്തോ ഒരു സാധനം ഇറങ്ങിയിട്ട് കത്തിറങ്ങി വന്നു. എനിക്ക് തോന്നുന്നു അമ്മീൻ്റെ വൈഫാണ്
ആ കത്ത് അമീന് വേണ്ടി ബാഗിൽ ബാഗ് വെച്ചിരിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ അല്ല ആ കത്തിൽ എന്തായിരുന്നു അതായത് അല്ല അതൊന്നല്ല, അത് ആക്ച്വലി നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ മാത്രമല്ല കേട്ടോ, എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ ഓൺടർപ്രണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഫാമിലിക്ക് കൊടുക്കാൻ പറ്റുന്ന ടൈം വളരെ ലിമിറ്റഡ് ആയിരിക്കാം. ഒരുപക്ഷെ ഇനീഷ്യൽ ആയിരിക്കാം ഇങ്ങനെ ഉണ്ടാവാൻ എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പല മീറ്റിംഗ്സും സെഷൻസും കാര്യങ്ങളും യാത്രകളൊക്കെ ആയിട്ട് പിന്നെ ഒരുപാട് സമയം എപ്പോഴും നമുക്ക് ഒരുമിച്ച് ചെലവഴിക്കാൻ സമയം കിട്ടാറില്ല. അപ്പോ അങ്ങനെ ഓരോ യാത്രകൾ പോകുന്ന സമയത്ത് ഒക്കെ മിസ് ചെയ്യുന്നുണ്ട്, അങ്ങനെ കാര്യങ്ങളൊക്കെ പറയും. അങ്ങനെ അത് റിലേറ്റഡ്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒരു കത്ത് തിരിച്ചങ്ങോട്ട് പ്രതീക്ഷിക്കാമോ? കൊടുത്ത് ഇന്നലെ ഓൺലൈനിൽ വിളിച്ചു. ഓക്കെ, അതെ ഇസല്ല അവര് നല്ല രീതിക്ക് സപ്പോർട്ട്, അവര് സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്, അവരുടെ ടൈമാണ് സാക്രിഫൈസ് ചെയ്യുന്നത്. ഓക്കെ, എനിക്ക് തോന്നുന്നു ആ ഒരു സാക്രിഫൈസ് ഉള്ളതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു രംഗങ്ങളിലേക്ക് നമ്മൾ എത്തുന്നത്. സോ അവർക്ക് ഞങ്ങളെ വിശ്വാസമുണ്ട് ഫ്യൂച്ചറിൽ എന്തായാലും എന്താ പറയുക ഉയരങ്ങളിലേക്ക് എത്തും അല്ലെ. ഫ്യൂച്ചർ ടൈം നമുക്ക് എന്തായാലും ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസം അവർക്കും. ഓക്കെ, ആ ഫ്യൂച്ചറാണ് ഞാൻ ചോദിക്കുന്നത്. ഇനിയുള്ള ഫ്യൂച്ചർ നിങ്ങൾ എങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? അതായത് ഇപ്പോൾ കണ്ണൂർ, കോഴിക്കോട്, എറണാകുളം ഉണ്ട്. ഇനി എക്സ്പാൻഡ് ചെയ്യാനുള്ള താല്പര്യമുണ്ടോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇനി പ്ലാനുകൾ? നിലവിൽ നമുക്ക് 3 പ്രോജക്റ്റുകൾ നമുക്ക് പൈപ്പ് ലൈനിലുണ്ട്. അപ്പം അതിൽ ഒന്ന് എഡ്വിൻ അക്കാഡമിയുടെ എക്സ്പാൻഷനാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് 2 ഇൻവെസ്റ്റേഴ്സുമായിട്ട് നമ്മൾ ഫൈനൽ ഡിസ്കഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് ഓൾ കേരള ലെവലിൽ നമുക്ക് ഈ പറയുന്ന ഡിഫറെൻറ്റ് ലൊക്കേഷൻസിൽ പുതിയ ബ്രാഞ്ചസ് വരുന്നു. മറ്റൊന്ന് നമ്മുടെ ബാംഗ്ലൂരിൽ പുതിയൊരു ലൊക്കേഷൻ വരുന്നു. പിന്നെ UAE തന്നെ നമ്മുടെ ദുബായ് ബേസ് ചെയ്തിട്ടുള്ള നമ്മുടെ നേരത്തെ നമുക്കൊരു റെപ്രസെൻറ്റേറ്റീവ് ഓഫീസ് ഇവിടെ ദുബായിലുണ്ട്, നമ്മുടെ സ്റ്റാർട്ടപ്പ് ഇന്ത്യ ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള രീതിയിൽ. അപ്പോൾ അതിൽ നിന്ന് മാറി നമ്മുടേതായിട്ടുള്ള ഒരു സെൻറ്ററിലേക്ക് നമ്മൾ മൂവ് ചെയ്യുകയാണ്. അപ്പം അതോടൊപ്പം തന്നെ നമുക്ക് ഈ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരുപാട് ഡിഫറെൻറ്റ് കാര്യങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം, അത് നമ്മുടെ സബ്സിഡിയറി എന്ന് പറയാം, അല്ലെങ്കിൽ നമ്മുടെ ഒരു സഹോദര സ്ഥാപനങ്ങൾ എന്ന് പറയാം. അങ്ങനെയുള്ള ഒന്നാണ് എഡ്വിൻ കണക്ട് എന്ന് പറയുന്നത്. എഡ്വിൻ കണക്ട് എന്ന് പറയുന്നത് മറ്റു കമ്പനികൾക്ക് വേണ്ടിയിട്ടുള്ള പിന്നെ HR സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. റിക്രൂട്ട്മെന്റ് പോലെയുള്ള അല്ലെങ്കിൽ എംപ്ലോയീസ് റിലേറ്റഡ് EPF ESI പോലുള്ള ഫയലിങ്സ് രജിസ്ട്രേഷൻസ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള A to Z HR സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എൻറ്റിറ്റിയാണ് എഡ്വിൻ കണക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു എഡ്വിൻ കണക്ട് നമുക്ക് നേരത്തെ നമ്മൾ പിന്നെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാനറിൽ തന്നെയാണ് നമ്മുടെ റിക്രൂട്ട്മെന്റ് ആയാലും പ്ലേസ്മെന്റ് ആയാലും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡിഫറെൻറ്റ് കമ്പനീസിന് നമ്മൾ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. അതിൻ്റെ ഒരു ബ്രാഞ്ച് നമ്മൾ UAE നെക്സ്റ്റ് ഇയറോട് കൂടി വരികയാണ്. പിന്നെ നമ്മുടെ വേറെയും ഒരുപാട് പ്ലാൻസ് ഡിഫറെന്റ് രീതിയിൽ. ഈ AI കാലത്ത് ഒരുപാട് പേർക്ക് ജോലി നഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ AI വരുന്നത് കൊണ്ട് ഗുണങ്ങളാണോ ഉള്ളത് ഈ HR ഫീൽഡിൽ? HR എന്ന് പറയുമ്പോൾ ഒരു HR-ന്റെ ഡ്യൂട്ടി, ഓക്കെ നമുക്കത് നോക്കാം. HR-ന്റെ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്രം മാൻ പവർ പ്ലാനിങ് അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് മുതൽ അല്ല. അപ്പോൾ അവർ റിക്രൂട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്തു അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് ചെയ്തു, ആൾ കമ്പനിയിലേക്ക് വന്നു, ഓൺബോർഡ് ചെയ്യിപ്പിച്ചു, ട്രെയിനിങ് കൊടുക്കുക, സാലറി കൊടുക്കുക. ഫൈനലി ഒരു എംപ്ലോയി വിട്ടു പോകുന്നുണ്ടെങ്കിൽ അവരെ ഹാപ്പി ആക്കി പറഞ്ഞേക്കാം. ഇതാണ് HR-ന്റെ ജോലി എന്ന് പറയുന്നത്. സിംപ്ലി പറയുകയാണെങ്കിൽ ഒരു കാൻഡിഡേറ്റിന്റെ ജോയിനിങ് മുതൽ റിലീവിങ് വരെയുള്ള A to Z കമ്പനി റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റി ചെയ്യുന്നത് ആരോ അവരാണ് HR എന്ന് പറയുന്ന ആൾക്കാർ. ഓക്കെ, സോ ഇപ്പം ഒരാൾ ഡീമോട്ടിവേറ്റഡ് ആയി ഇരിക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, സോ അവർക്ക് ഒരിക്കലും AI വന്നിട്ട് എന്താ മോനെ നിന്റെ പ്രശ്നം അല്ലെ, സോ എനിക്ക് ഇന്നതാണ് സൊല്യൂഷൻ ഒരിക്കലും ഒരു റോബോട്ടിന് പറയാൻ പറ്റില്ല അല്ലെ. നമ്മൾ ഇത്ര ആൾക്കാർ സംസാരിക്കുന്നു അല്ലെ, ഇത് ഞാനൊരു റോബോട്ടിനോടാണെങ്കിൽ എനിക്ക് ആ ഫീല് കിട്ടൂല. റൈറ്റ്, സി ഈ HR-ലുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ശരിക്കും എംപ്ലോയി റിലേഷൻസ് എന്ന് പറയുന്ന കാര്യം. ഓക്കെ, ആ എംപ്ലോയി റിലേഷൻസ് ഇപ്പോൾ മനുഷ്യന്മാർക്ക് മാത്രമേ ആ കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. ഡെഫിനറ്റ്ലി. സോ എംപ്ലോയീസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മനുഷ്യന്മാർ എത്ര നാൾ കമ്പനീസിലുണ്ടോ അത്രയും നാൾ HR പണിയുണ്ടാവില്ല. ഓക്കെ, ഒരിക്കലും AI വന്നിട്ടുണ്ടെങ്കിൽ ടു ആൻ എക്സ്റ്റെൻഡ് HR-ന്റെ ജോലി നഷ്ടമാവില്ല. ഈ HR-ന്റെ ജോലികൾ എളുപ്പമാക്കാനായിട്ട് AIക്ക് സാധിക്കും. ഓക്കെ, നമ്മൾ ഒരുപാട് പേപ്പർ വർക്ക്സ് നമുക്ക് ചെയ്യാനുണ്ടായിരിക്കും, നമുക്ക് ഡിജിറ്റലി നമുക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, രണ്ടാമത്തെ കാര്യം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ലെറ്റേഴ്സ് ഡ്രാഫ്റ്റ് ചെയ്യാനുണ്ട്, നമുക്ക് ഇമ്മീഡിയറ്റ് അല്ല വിത്തിൻ സെക്കൻഡ്സ് ആ കാര്യങ്ങൾ ഡ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം AI വന്നതിനെ കൊണ്ട് ജോലി നഷ്ടമാവല്ല ചെയ്യുന്നത്, ജോലി എളുപ്പമാവുന്നുണ്ട്. ഓക്കെ,
മാത്രമല്ല ഈ AI ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള HR മാനേജ്മെന്റ്, അത് HR മാനേജ്മെന്റ് മാത്രമല്ല, നമ്മുടെ എല്ലാ പ്രോഗ്രാംസും AI ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടാണ് കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതുകൊണ്ട് അത്രയും നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റും, ഞങ്ങളിൽ നിന്ന് പോകുന്ന കുട്ടികൾ, അത് HR ആയിക്കോട്ടെ വേറെ ഏത് ഫീൽഡിലായിക്കോട്ടെ, അവർക്ക് ധൈര്യമായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് ആ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ പറ്റും, അവിടെ ഷൈൻ ചെയ്യാൻ പറ്റും അവർക്ക്. ഓക്കെ, മാത്രമല്ല എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ കമ്പനി, അതായത് എഡ്വിൻ അക്കാഡമി എന്ന് പറയുമ്പോൾ എംപ്ലോയേഴ്സിനും കോൺഫിഡൻ്റ് ആണ് ശരിക്കും. ഓക്കെ, ഞങ്ങൾക്ക് ഇപ്പം ഈ 4000+ പ്ലേസ്മെന്റ് കിട്ടിയെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിൽ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ അതിൽ ഏറ്റവും സൂചിപ്പിക്കുന്ന ഒരു കാര്യം എംപ്ലോയേഴ്സിൻ്റെ കോൺഫിഡൻസ് ആണ്. അത് എഡ്വിൻ അക്കാഡമിയിൽ ഞങ്ങളുടെ ഒരു സ്റ്റുഡൻറ്റ് ഒരു കമ്പനിയിൽ ഒരു എംപ്ലോയി ആയിട്ട് പോയി കഴിഞ്ഞാൽ നെക്സ്റ്റ് അവിടെ വേക്കൻസി വരുമ്പം അവർ ഞങ്ങളെയാണ് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അത് ആ കുട്ടീൻ്റെ ക്വാളിറ്റിയും എഡ്വിൻ അക്കാഡമിൻ്റെ ക്വാളിറ്റി ആയിട്ടാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ആ ക്വാളിറ്റി ഇനിയും മുന്നോട്ട് ഞങ്ങൾ എന്തായാലും കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഞങ്ങൾ വിശ്വസിച്ച് വരുന്ന കുട്ടികൾ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഡോർ തുറന്ന് വരുന്ന കുട്ടികൾ ആരൊക്കെയാണോ അവരുടെ ലൈഫിൽ സഹായിക്കുക തന്നെ എഡ്വിൻ അക്കാഡമി ചെയ്യുകയും ചെയ്യും. ഓക്കെ, നമുക്ക് അവസാനിപ്പിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് ഈ ഒരു ഇൻഡസ്ട്രി HR ഫീൽഡിൽ എഡ്വിൻ അക്കാഡമിയെ വ്യത്യസ്തമാക്കുന്ന ഒരു 5 പോയിന്റ്സ് പെട്ടെന്ന് പറയാമോ? തീർച്ചയായിട്ടും. ഇതിൽ HR എന്നല്ല, ഏത് പ്രോഗ്രാം ആയാലും ദ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ആർ ഫാക്കൽറ്റീസ് ആർ ഇൻഡസ്ട്രി എക്സ്പേർട്സ്. അതായത് ഓരോ ഫീൽഡിലായിക്കഴിഞ്ഞാൽ HR ആയിക്കോട്ടെ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, മെഡിക്കൽ കോഡിംഗ് ആയിക്കോട്ടെ, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ആയിക്കോട്ടെ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഓരോ മേഖലയിലും കുട്ടികൾക്ക് ഈ ട്രെയിനിങ് കൊടുക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് അത് ഇൻഡസ്ട്രിയിൽ ആ ഒരു സെയിം ഫീൽഡിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 5 years എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായിരിക്കും ഈ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. ദാറ്റ് മീൻസ് എന്താണോ ഇൻഡസ്ട്രിക്ക് ആവശ്യം എന്നുള്ളത് എക്സാക്ട്ലി ഡയറക്റ്റ്ലി നമ്മുടെ സ്റ്റുഡൻസിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ട്രെയിനിക്ക് എത്തിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നെറ്റ്വർക്കാണ്. നമ്മുടെ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് അമീനും ജംഷീദും മാത്രമുള്ള നെറ്റ്വർക്ക് അല്ല, എഡ്വിൻ അക്കാഡമിക്കുള്ള നെറ്റ്വർക്കാണ്. ഒരു വലിയൊരു എംപ്ലോയേഴ്സ് അല്ലെങ്കിൽ ഒരു ഓൺട്രപ്രണേഴ്സ് ആയിട്ടുള്ള ഒരു ബന്ധം, അങ്ങനെ അത്തരം കമ്പനികളിലേക്കുള്ള റിക്വയർമെന്റ്സും ആ ഒരു ഹ്യൂമൻ റിസോഴ്സ് ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ ഒരു പുതിയൊരു വാക്കൻസി എന്ന് ചിന്തിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വരുന്ന സമയത്ത് എഡ്വിൻ അക്കാഡമിയെ കണക്ട് ചെയ്യാനുള്ള ഒരുപാട് നെറ്റ്വർക്കും കമ്പനികളുമാണ് നമ്മുടെ മറ്റൊരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓരോ മേഖലയിലും നടക്കുന്ന ഒരു ചേഞ്ചസ് അല്ലെങ്കിൽ ഡെവലപ്മെന്റ്സ് നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓൺട്രപ്രണേഴ്സ് അല്ലെങ്കിൽ കമ്പനികൾ നമ്മളെ സഹായിക്കുകയും അതിനനുസരിച്ച് ഒരു പ്രോജക്ട് ബേസ്ഡ് ആയിട്ട്, ഇപ്പോൾ നേരത്തെ പറഞ്ഞു കേരളത്തിൽ ആദ്യമായിട്ട് പ്രോജക്ട് ബേസ്ഡ് ഒരു ട്രെയിനിങ് പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്തത് എഡ്വിൻ അക്കാഡമി എന്ന് പറയുന്നത്. അപ്പോൾ പലർക്കും ഒരു ഡൗട്ട് ഉണ്ട്, എന്താണ് ഈ പ്രോജക്ട് ബേസ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒറ്റൊരു ഉദാഹരണം ഞാൻ പറയാം. എഡ്വിൻ അക്കാഡമിക്ക് അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു എൻറ്റിറ്റി ഉണ്ട് വിച്ച് ഈസ് കോൾഡ് ഫോവിയ മെഡ്ടെക്. ഫോവിയ മെഡ്ടെക് എന്ന് പറയുന്ന ഒരു മെഡിക്കൽ ടെക്നോളജി ഒരു കമ്പനിയാണ്. ഓക്കെ, ഈ ഒരു കമ്പനിയിൽ എന്താ ചെയ്യുന്നത്, പല മെഡിക്കൽ ടെക്നോളജി കമ്പനിയുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് അവരുടെ വർക്കുകൾ ഔട്ട്സോഴ്സ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു എൻറ്റിറ്റിയാണ് ഈ ഫോവിയ മെഡ്ടെക് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഈ ഒരു ഫോവിയ മെഡ്ടെക്കിൽ മെഡിക്കൽ കോഡിംഗ് പ്രോജക്റ്റുകൾ വരും, മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ വർക്കുകൾ വരും. ഇങ്ങനത്തെ വരുന്ന വർക്കുകളെല്ലാം തന്നെ നമ്മൾ ഈ ആരെയാണ് ഉൾപ്പെടുത്തിയിട്ട് ചെയ്യിപ്പിക്കുന്നത്, നമ്മുടെ ഈ സ്റ്റുഡൻസിനെ ഉൾപ്പെടുത്തിയിട്ടാണ്, ട്രെയിനീസിനെ ഉൾപ്പെടുത്തിയിട്ടാണ് ചെയ്യുന്നത്. ആക്ച്വലി ഡയറക്ട്ലി ദേ ആർ ഗെറ്റിംഗ് ദ ഇൻഡസ്ട്രി എക്സ്പോഷർ. രണ്ടാമത്തെ കാര്യം ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയ എഡ്വിൻ കണക്ട് എന്ന് പറയുന്ന ഒരു HR സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന നമ്മുടെ കമ്പനി. ഈ കമ്പനിയിൽ എന്താ ഒരുപാട് ക്ലയൻസ് ഉണ്ട്, വിച്ച് ഈസ് ആ ഒരു HR സർവീസസ് ആവശ്യമായിട്ടുള്ള ക്ലയൻസ് വരുന്നതോടുകൂടി ഈ ക്ലയൻസിന്റെ വർക്കുകൾ നമ്മുടെ ഈ ഒരു എക്സ്പേർട്സിനെ കൂടെ നിർത്തി ഈ കുട്ടികളെ കൊണ്ട് നമുക്കത് ചെയ്യിപ്പിക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ദേ ആർ ഗെറ്റിംഗ് ദ റിയൽ എക്സ്പീരിയൻസ്. അപ്പോൾ എന്തുകൊണ്ടത് ചെയ്യാൻ പറ്റുന്നു എന്ന് ചോദിച്ചു ഞാൻ നേരത്തെ പറഞ്ഞത് ആദ്യത്തെ ഉത്തരമാണ്, വിച്ച് ഈസ് ആ ഫാക്കൽറ്റീസ് അല്ലെങ്കിൽ ആ ട്രെയിനേഴ്സ് ആർ ഇൻഡസ്ട്രി എക്സ്പേർട്സ്. അപ്പോൾ ഒരു HR ആയി ഒരു 5 കൊല്ലം ഒരു HR-ൽ നിന്നും HR മാനേജറായിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ HR സർവീസസ് എല്ലാം തന്നെ ഈസിയായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ വി ഹാവ് ദ ഇൻഡസ്ട്രി അല്ലെങ്കിൽ എക്സ്പേർട്സിന്റെ ഒരു പൂള് നമ്മുടെ കയ്യിലുണ്ട്. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഫാക്കൽറ്റീസ് അല്ലെങ്കിൽ ട്രെയിനേഴ്സ് എന്ന് പറയുന്നത് എക്സ്പേർട്സുകളാണ്. ഈ എക്സ്പേർട്സുകളെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള HR സർവീസസ് കൊടുക്കുന്ന ഒരു കമ്പനിയാണ് എഡ്വിൻ കണക്ട്. മെഡിക്കൽ കോഡിങ്ങിന്റെ മറ്റ് കമ്പനിയിൽ നിന്നും അമേരിക്കൻ കമ്പനികളിലൊക്കെ ഉണ്ട്. ആ കമ്പനികളിൽ നിന്നൊക്കെ വർക്കുകൾ നമ്മൾ എടുത്തിട്ട് നമ്മൾ സ്റ്റുഡൻസിലൂടെ അല്ലെങ്കിൽ മറ്റ് എക്സ്പെർട്ടുകളിലൂടെ ചെയ്യിപ്പിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രി ഓറിയന്റഡ് ആയിട്ട് ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് എക്സ്പോഷർ കൊടുത്തിട്ട് നമുക്ക് ആ ട്രെയിനീസിനെ മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ജംഷീർ പറഞ്ഞിരുന്നു ഈ അടുത്ത് റീസെൻ്റ് ആയിട്ട് ഡോക്ടറേറ്റ് കിട്ടി എന്നുള്ളത്. ആ ഒരു എക്സ്പീരിയൻസ് എന്താണ്? ആക്ച്വലി റീസെന്റ് ആയിട്ടാണ് അത് കംപ്ലീറ്റ് ചെയ്തത്.
പിന്നെ കുറച്ച് കാലമായത്. പിന്നെ പല തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നീണ്ടു പോകുമായിരുന്നു. അപ്പം എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പലരും. എൻ്റെ പിന്നെ ടീം മെമ്പേഴ്സ് ആയിക്കോട്ടെ, ജംഷീർ ആയിക്കോട്ടെ, ഫാമിലി മെമ്പേഴ്സ് ആയിക്കോട്ടെ. ഇതിൻ്റെ ഒരു പിന്നെ എന്തിലായിരുന്നു ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാക്ട്ലി എന്താണോ നമ്മൾ ചെയ്യുന്നത് അത് തന്നെയാണ്. ദീസ് ഒരു മാനേജ്മെൻറ്റ് എഡ്യൂക്കേഷനിൽ ഒരു പ്രാക്ടിക്കൽ ലേണിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് നമ്മൾ കൂടുതൽ എംപ്ലോയബിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുള്ളത് എന്നൊരു പിന്നെ സംബന്ധിച്ചുള്ളൊരു ടോപ്പിക്കാണ്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുറേ കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങൾ അത് തന്നെ ആയതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുകയും പിന്നെ എൻ്റെ അല്ലെങ്കിൽ കമ്പനി അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് അതിന് ഹെൽപ്ഫുൾ ആയിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട്. റീസെൻ്റ് ആയിട്ട് ബീൻ കംപ്ലീറ്റഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഷോ വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ്. അതിനു മുമ്പ് എന്തെങ്കിലും വൈറലായിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും കോൺട്രവേഴ്സി ആയിട്ടുള്ള സംഭവങ്ങൾ കിട്ടുമെന്നാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇനി ഇവരോടൊക്കെ എന്താണ് പറയാനുള്ളത് ഫൈനലായിട്ട്? ഓക്കെ, അതായത് എസ്പെഷ്യലി നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ യൂത്തിനോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. ഇപ്പോൾ നമ്മുടെ കൂടെ ഇന്ന് നമ്മുടെ കൂടെയുള്ള നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മുടെ സ്ട്രെങ്ത് എന്ന് പറയുന്ന നമ്മുടെ ബാക്കിൽ നിൽക്കുന്ന കുറച്ച് ആൾക്കാർ ഒരു കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അവർ അപ്രത്യക്ഷമാവും. ലൈഫിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എപ്പോഴും നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇപ്പോഴുള്ള ഈ 2-3 ചങ്ങായിമാരെയും ഇതും വെച്ചിട്ട് നമ്മൾ നമ്മുടെ സമയം വേസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഫ്യൂച്ചറിലേക്കുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെടുത്തേണ്ടി വരും. മറ്റൊന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ നല്ലൊരു മനുഷ്യനാവുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഞാൻ എപ്പോഴും ശ്രമിക്കുന്ന ഒരു കാര്യമാണ്, നമ്മളെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ പറയുന്ന സമയത്തോ അയാൾക്കത് എങ്ങനെയായിരിക്കും ഫീൽ ചെയ്യുക എന്നുള്ളത്. അതിന് നമ്മളൊരു അയാളുടെ ഷൂവിൽ നിന്ന് നോക്കുക എന്നാണല്ലോ അതിന് പ്രയോഗം. ഓക്കെ, മറ്റുള്ളവരുടെ ഷൂവിൽ നിന്ന് നമ്മളെപ്പോഴും കാര്യങ്ങളെ കേൾക്കാനും അല്ലെങ്കിൽ പറയാനും ആ ഒരു ആക്ഷനും നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക. ഓക്കെ, ജംഷീർ എന്താ പറയാനുള്ളത്? ഇപ്പോൾ ഞങ്ങൾ വിശ്വസിച്ച് വരുന്ന അല്ലെങ്കിൽ നമ്മുടെ യങ് ജനറേഷനോടാണ് ഞാൻ പറയുന്നത്. അതായത് നമ്മളെപ്പോഴും പറയുന്ന കാര്യമാണ് ഓപ്പർച്യൂണിറ്റീസ് ഇല്ല എന്നുള്ള കാര്യം അല്ലേ. നമ്മൾ ഒരു കാര്യത്തിനെ പറ്റി നോക്കി കുറ്റം പറയുകയാണെങ്കിൽ നമ്മളവിടെ ഇരിക്കുക മാത്രമേ ഉള്ളൂ അല്ലേ. നമ്മളത് തേടി പോവാനും ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാനുമായിരിക്കണം നമ്മളെപ്പോഴും മെനക്കെടുക്കണം. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞാൻ അല്ലെങ്കിൽ നമ്മളടക്കം അല്ലെ അടക്കമുള്ള ഹസ്ബൻഡുമാരാണ് ശരിക്കും. അതായത് ഭർത്താക്കന്മാർ. ഓക്കെ, ഇത് പല കുട്ടികളും അത്രയും ആഗ്രഹത്തോടു കൂടിയിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വരും. അതായത് ഇന്ന കോഴ്സിൽ എനിക്ക് ജോയിൻ ചെയ്യണം എന്നുള്ള കാര്യം. ഫൈനലി അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്നെ ഹസ്ബൻഡ് വിടുന്നില്ല. അത്രയും ദയനീയമായിട്ടുള്ള സിറ്റുവേഷൻ വേറെ ഉണ്ടാവില്ല നമുക്ക്. ഓക്കെ, അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കാം, ഞാൻ അടുത്തൊരു വീഡിയോ കണ്ടു. ഓക്കെ, ഒരു വൈഫാണ് ശരിക്കും. ആ വൈഫ് ആ ആളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് ഹസ്ബൻഡിനോട് പൈസ ചോദിക്കുക ശരിക്കും. ഓക്കെ, ഈ പൈസ ചോദിക്കുന്ന സമയത്ത് ഹസ്ബൻഡാണ് നമ്മൾ ആ ഒരു ലെവലിലാണ് നമ്മൾ എടുക്കുന്നുണ്ടായി. പക്ഷെ അദ്ദേഹം തിരിച്ചു പറയുന്ന റിപ്ലൈസ് ഈ പറയുന്ന പുള്ളിക്ക് ഭാര്യയ്ക്ക് എത്രമാത്രം ഹേർട്ട് ആവുന്നുണ്ടെന്നുള്ള കാര്യം പല ആൾക്കാരും മനസ്സിലാക്കാനായിട്ട് അവെയർ കൊടുക്കാനായിട്ട് ആ വീഡിയോന് സാധിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എനിക്ക് പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മുടെ പാർട്ട്ണർ ആരാണോ അവരെ മനസ്സിലാക്കുക, അവർക്ക് ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ചിറക് വയ്ക്കാനായിട്ട് ഞങ്ങൾ സഹായിച്ചു കൊടുക്കുക എന്നുള്ള കാര്യം. രണ്ടാമത് ഈ ഫാമിലി വന്ന സമയത്താണ് പറയുന്നത്, ഹസ്ബൻഡ് പറഞ്ഞ പോലെ തന്നെയാണ് ഫാമിലിയുടെ കേസ്. അതായത് ഫാമിലി എന്നെ അനുവദിക്കുന്നില്ല, അല്ലെങ്കിൽ അച്ഛനും അമ്മ എന്നെ ദൂരെ പോയിട്ട് പഠിക്കാൻ വിടുന്നില്ല, അല്ലെങ്കിൽ ജോലി ചെയ്യാൻ വിടും. ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് ശരിക്കും. അവർ അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ്. അവർ ശരിക്കും കൊച്ചിയിൽ ജോബ് കിട്ടി അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് ജോലി കിട്ടി, പക്ഷെ പാരൻസ് വിടുന്നില്ല. ഈവൻ പാരൻസിനെ വിളിച്ച് കൺവിൻസ് ചെയ്യുന്ന സിറ്റുവേഷൻ പോലെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് ശരിക്കും. അത്രയും അടിപൊളിയായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ ആൾക്കാരോടാണ് പറയാനുള്ളത്, ഓപ്പർച്യൂണിറ്റീസ് ഒരിക്കലും ഒരാളെ വെയിറ്റ് ചെയ്തിരിക്കില്ല. അത് വരുന്ന സമയത്ത് മാക്സിമം ഞങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് എന്താണോ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അത് മാക്സിമം അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക. അവരുടെ ഹാപ്പിനെസ്സിൽ ഒരു പോയിന്റ് ആവാനായിട്ട് നമ്മൾ മാറാം. മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് കമ്പനീസിനോടാണ് ശരി. ഓക്കെ,
കമ്പനീസിനോട് പറയാനുള്ളത് ഒന്ന് ജെൻസി കാറ്റഗറിയിലുള്ള കുട്ടികൾ, മറ്റൊന്ന് ഫ്രഷേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ വരുന്ന സമയത്ത് എടുക്കാത്ത സിറ്റുവേഷൻസ് പല ആൾക്കാരും കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ എഡ്വിൻ അക്കാഡമി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞങ്ങൾ ആക്ച്വലി പ്രിഫർ ചെയ്തത് ഫ്രഷേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെയാണ്. ശരിക്കും പറക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണ്. അവർക്കൊരു ഓപ്പർച്യൂണിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് ഞങ്ങൾക്ക് ഗ്രോത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. സോ അതും കൂടി ഞാൻ ഈ ഒരു അവസരത്തിൽ കോർപ്പറേറ്റുകളെ ഒന്ന് ഓർമ്മിപ്പിക്കണം. ഇതിൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ് അല്ലെങ്കിൽ അഭിപ്രായമാണെന്ന് കരുതുക. ഈ ഒരു പോഡ്കാസ്റ്റ് കണ്ടിട്ട് ഏതെങ്കിലും 3 പെൺകുട്ടികൾ വന്ന് പറയുകയാണ് ഈ പോഡ്കാസ്റ്റ് കണ്ടതിന് ശേഷം ഞാൻ കരിയർ ബ്രേക്കാണ്, അല്ലെങ്കിൽ വീട്ടിൽ പ്രശ്നമുണ്ട്, ഹസ്ബൻഡ് സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ കോൺടാക്ട് ചെയ്യുകയാണ്, അവർക്ക് പഠിക്കണം എന്ന് പറഞ്ഞാൽ സൗജന്യമായിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ? ഞങ്ങൾ ആക്ച്വലി ആ ഒരു പ്ലാൻ നമ്മുടെ പൈപ്പ് ലൈനിലുണ്ട്. അതായത് നമ്മളെ എല്ലാ ബാച്ചിലും സെലക്റ്റീവ് ആയിട്ട് അത് അർഹതപ്പെട്ട കുട്ടികൾക്ക് കേട്ടോ സൗജന്യമായിട്ട് തന്നെ ഞങ്ങൾ ഈ പറയുന്ന പ്രോഗ്രാംസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള പ്ലാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരുപാട് കുട്ടികളെ ഞങ്ങൾ അങ്ങനെ സഹായിക്കാനായിട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവരോടൊക്കെ നമ്മളിനി അങ്ങനെയുള്ള കുട്ടികളെ കണ്ടെത്തി നമ്മൾ വിളിക്കാൻ പോവാണ്, സമൂഹത്തിൽ ഇറങ്ങി ചെല്ലാൻ പോവാണ്. ഞങ്ങളുടെ സ്റ്റുഡൻസിനെ കണ്ടുപിടിച്ച് അവർക്ക് എന്താണ് അവരുടെ ക്വാളിറ്റീസ് എന്താണോ അത് ബിൽഡ് ചെയ്ത് അവരെ നാളെ നല്ലൊരു കരിയറിലേക്ക് എത്തിക്കാനായിട്ട് ഞങ്ങൾ എന്തായാലും കൂടെ തന്നെ ഉണ്ടാകും. അതിൽ കുറച്ച് കണ്ടീഷൻസ് വരുന്ന വെച്ചാൽ ഒന്ന് നമ്മൾ മെയിൻ ഫോക്കസ് ചെയ്യുന്ന വിധവകളാണ്. വിധവകൾ അതുപോലെ ഫിനാൻഷ്യലി ഒരിക്കലും മറ്റൊരാളെ ഇങ്ങനെ അറിഞ്ഞ് ചെയ്യുന്നതിന് പകരം ആരെങ്കിലും ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ വെരിഫിക്കേഷൻ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ തീർച്ചയായിട്ടും ചെയ്ത് കൺഫേം ചെയ്തതിന് ശേഷം അത് തീർച്ചയായിട്ടും അർഹതപ്പെട്ടവർക്കാണ് കിട്ടുന്നത് എന്നുള്ള ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമാണ് അത് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള അഭിപ്രായങ്ങളൊന്നും ചോദിക്കാറില്ല. കാര്യം എന്ന് വെച്ചാൽ ഇവർ കണ്ണൂരിൽ നിന്നാണ് വരുന്നത് കൊണ്ട്, നേരത്തെ പറഞ്ഞ സ്നേഹമൊക്കെ പറഞ്ഞതുകൊണ്ട് മാത്രമാണ്. ഇവർ നല്ല അടിപൊളി മനുഷ്യരാണ്, ചില്ലാണ്, വൈബാണ് ഒക്കെയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു നെറേറ്റീവ് മാധ്യമങ്ങൾ ഉണ്ടാക്കിയ ഒരു നെറേറ്റീവാണ് കണ്ണൂർ ഈക്വൽ ടു ബോംബ് വടിവാളെന്ന്. അതിൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമല്ല. അപ്പോൾ ഇനിയുള്ള എഡ്വിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ, എഡ്വിൻ അക്കാഡമിയുടെ മുന്നോട്ടുള്ള യാത്രയിൽ ഇവരുടെ പാഷനും ഇവരുടെ ആഗ്രഹങ്ങളും ഇവരുടെ സ്വപ്നങ്ങളും ഒക്കെ അതിലും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരുപാട് കുട്ടികൾ ഇതിലൂടെ ജോലി നേടാനും അല്ലെങ്കിൽ അവർക്ക് മറ്റുള്ള നിലകളിലെത്താനും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ കണ്ണൂരിൽ നിന്ന് വന്ന ബസ്സിലൊക്കെ വന്ന് യാത്ര ചെയ്ത് ഇപ്പോൾ ബെൻസിലൂടെ പോകാൻ പോകുന്ന 2 പേരാണ് ഇവർ. അപ്പോൾ ഇവർക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും. വി ആർ സൈനിങ് ഔട്ട് ഫ്രം നമസ്കാരം മലയാളീസ് ബൈ അർഷാദ് ഖാദർ. Thank you so much. Thank you.